Hi dear students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CBSE ബോർഡ് എക്സാമിന് പഠിക്കാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലെ രണ്ട് ചാപ്റ്റേഴ്സാണ്. അതായത് ഇൻ്റഗ്രൽ കാൽക്കുലസിൽ ഇൻഡെഫിനിറ്റ് ആൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് പ്ലസ് ആപ്ലിക്കേഷൻസ് ഓഫ് ഇൻ്റഗ്രൽസ്. ഈ രണ്ട് ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൽ ഇൻ്റഗ്രൽസിൽ വരുന്ന മാർക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽസിൽ സാധാരണ 9 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ അതിൻ്റെ ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് എന്ന് ഈ ഭാഗത്ത് നിന്ന് വരുന്നത് 4 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇങ്ങനെ ടോട്ടൽ 9 + 4 = 13 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിൽ നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പം ബേസിക്കായിട്ട് നിങ്ങൾ ഇൻ്റഗ്രേഷൻ്റെ കംപ്ലീറ്റ് റിസൾട്ടുകൾ പഠിച്ചിരിക്കണം. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് കോസ് എക്സ് സൈൻ എക്സ് പ്ലസ് സി, ഇൻ്റഗ്രൽ ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് പ്ലസ് സി, ഇൻ്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ് പ്ലസ് സി, കൊസീക്ക് സ്ക്വയർ എക്സ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം മൈനസ് കോട്ട് എക്സ് പ്ലസ് സി. ഓക്കെ, സീക്ക് എക്സ് ടാൻ എക്സിന് ഇൻ്റഗ്രൽ സീക്ക് എക്സ്, കൊസി എക്സ് കോട്ട് എക്സിന് ഇൻ്റഗ്രൽ മൈനസ് കൊസി എക്സ് പ്ലസ് സി. അപ്പോൾ ഈ കംപ്ലീറ്റ് ട്രിഗണോമെട്രിയുടെ റിസൾട്ടുകൾ, അതുപോലെ ബേസിക് ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ റിസൾട്ടുകൾ, എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ, അതുപോലെ എക്സ് റേസ് ടു -1 ഇൻ്റഗ്രൽ, അതായത് 1/x ഇൻ്റഗ്രൽ, ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ അത്യാവശ്യം പഠിച്ചിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്ത് സം ട്രിഗണോമെട്രിക് ഫോർമുലകൾ ആവശ്യമുണ്ട്. പ്ലസ് നമുക്കതിൻ്റെ കൂടെ പഠിക്കാനുള്ള കുറച്ച് റിസൾട്ടുകൾ. ഫോർ എക്സാമ്പിൾ ഒരു 6 റിസൾട്ട് ഉണ്ട്. 1/(x² - a², 1/a² - x², 1/x² + a², അതുപോലെ 1/√x² - a². അങ്ങനെയുള്ള 6 റിസൾട്ടുകൾ പഠിക്കുക. പിന്നെ വരുന്നത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന ഭാഗമാണ്. പാർഷ്യൽ ഫ്രാക്ഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ്. ഇത്രയും ഭാഗങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ കുറച്ച് പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഏരിയ അണ്ടർ ദി കർവ് എന്ന് പറയുന്ന ഭാഗത്തിലുള്ള സിമ്പിൾ കർവ്സിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നോക്കാം, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: പ്രൂവ് ദാറ്റ് ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് = x/2 + sin x/2 എന്നുള്ളതാണ്. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കോസ് സ്ക്വയർ എക്സിനെ നമുക്ക് ഇതിലേക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് I = ക്വസ്റ്റ്യൻ എടുക്കുക. ഇൻ്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, നമുക്ക് കോസ് സ്ക്വയർ എക്സിന് ഇൻ്റഗ്രൽ അറിയാം, ഫോർമുല അറിയാം. 1 + cos 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 + cos 2x = 2 cos square x അല്ലേ? 1 + cos 2x എന്ന് പറഞ്ഞാൽ എന്താ? 2 cos square x. അപ്പോൾ കോസ് സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1/2 × 1 + cos 2x ആണ്. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/2 ഇൻ്റഗ്രൽ, ബാക്കി വരുന്നത് എന്താണ്? 1/2 × 1 + cos 2x മാറ്റുക. ഓക്കെ, 1/2 × 1 + cos 2x മാറ്റി, ദെൻ ഡി എക്സ്. അപ്പോൾ നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. 1/2 × 1 ഇൻ്റഗ്രൽ നമുക്കറിയാം എക്സ്, പ്ലസ് നമുക്ക് കോസ് ഓഫ് 2x ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? കോസ് 2x ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് sin 2x ദാറ്റ് ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് നമ്മൾ എഴുതണം, ദാറ്റ് ഈസ് 2 അല്ലേ? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എഴുതണം. ശരിക്കും നമ്മൾ ഇവിടെ 2x സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ കൊടുത്തിട്ട് അങ്ങനെ സോൾവ് ചെയ്തെടുക്കാം. നേരിട്ട് ചെയ്താൽ മതി. കോസ് ഓഫ് ലീനിയർ വരുന്ന സമയത്ത് എങ്ങനെ എഴുതണം? സൈൻ ഓഫ് 2x അല്ലെങ്കിൽ ലീനിയർ ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എഴുതണം, ദെൻ പ്ലസ് സി എഴുതാം. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ഇങ്ങനെയാണ് ആൻസർ ഉള്ളത്. ആൻസർ ഈ ഒരു സ്റ്റൈലാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? x/2 പ്ലസ് 1/2 മൾട്ടിപ്ലൈ ചെയ്താൽ sin 2x ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 വരും. ഓക്കെ, 4 ദെൻ പ്ലസ് സി വരും. നമുക്ക് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ട്. x/2 + sin 2x ഡിവൈഡഡ് ബൈ 4 പ്ലസ് സി എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ sin 2x × cos 3x എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് അറിയാം sin A cos B എന്നുള്ള ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ്. sin A cos B എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. എന്താണ് sin A cos B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? sin A cos B = 1/2 × sin A + B + sin A - B എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നു. ഓക്കെ, എന്താണ് sin A cos B? sin A cos B = 1/2 × sin of A + B + sin of A - B എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതുന്നു? sin 2x നോക്കൂ, sin 2x × cos 3x dx ആണ്.
ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എ എന്ന് എടുക്കുന്നു, ഈ ആംഗിളിൽ നമ്മൾ എ എന്ന് എടുക്കുന്നു, ഇതിന് നമ്മൾ ബി എന്ന് എടുക്കുകയാണ്. അപ്പോൾ ഇത് ഫോമിലാണ്, സൈൻ എ കോസ് ബി ഫോമിലാണ്. സൈൻ എ കോസ് ബി ഫോമിൽ എന്നുള്ളതിന് നമ്മൾ ഫോർമുലയിലേക്ക് മാറ്റുകയാണ്. 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി. അപ്പോൾ നമ്മളിവിടെ എഴുതാണ് 1/2 ഇൻറ്റു സൈൻ ഓഫ് എ പ്ലസ് ബി എന്ന് പറയുമ്പം സൈൻ ഓഫ് 2x പ്ലസ് 3x എന്ന് വരുന്നു. ദിസ് ഇസ് സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് എഴുതാണ്. ഓക്കെ, സൈൻ ഓഫ് എ മൈനസ് ബി എന്ന് പറയുമ്പം 2x മൈനസ് 3x എന്ന് എഴുതുന്നു, ദെൻ ഹോൾ ഡി എക്സ് എന്ന് എഴുതുന്നു. ക്ലിയർ അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ, ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സൈൻ ഓഫ് 2x പ്ലസ് 3x എന്ന് പറയുന്നത് 5x എന്ന് എഴുതുന്നു. ഓക്കെ, 5x പ്ലസ് ഇവിടെ നമ്മൾ 2x എന്ന് 3x മൈനസ് ചെയ്യുന്നു. സോ സൈൻ ഓഫ് എന്ത് വരുന്നു? മൈനസ് എക്സ് വരുന്നു, ദെൻ ഹോൾ ഡി എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, ദിസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ 5x അങ്ങനെ തന്നെ എഴുതുക. ഇവിടെ നമുക്കറിയാം സൈൻ ഓഫ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ നമ്മളവിടെ സൈൻ ഓഫ് മൈനസ് എക്സിനെ മൈനസ് സൈൻ എക്സ് എന്ന് എഴുതുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഹോൾ ഡി എക്സ് ഇടുക. ക്ലിയർ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു, ഇനി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. സൈൻ 5x ഇൻറ്റഗ്രൽ നമ്മളിപ്പോൾ തൊട്ടുമ്പ് പറഞ്ഞു കോസിന് ഇൻറ്റഗ്രേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെയാണ് സൈൻ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സൈൻ ഓഫ് 5x ചെയ്യുന്നത് എങ്ങനെയാണ്? സൈൻ ഇൻറ്റഗ്രൽ മൈനസ് കോസ് ആണ്. 5x എന്ന് പറയുന്ന ഒരു ലീനിയർ ആണ്, അത് അതേപോലെ എഴുതുക. മൈനസ് കോസ് ഓഫ് 5x ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 5 എഴുതണം. ഓക്കെ, അടുത്ത മൈനസ് സൈൻ എക്സ് ആണ്, അതിന് ഇൻറ്റഗ്രൽ പ്ലസ് കോസ് എക്സ് ആണ്, അത് നമുക്കറിയാം. സൈൻ എക്സ് ഇൻറ്റഗ്രൽ മൈനസ് കോസ് എക്സ് ആണ്. സോ മൈനസ് മൈനസ് ബിക്കംസ് പ്ലസ്. അവിടെ നമുക്ക് ലീനിയർ ആയിട്ടൊന്നും വരുന്നില്ല, ജസ്റ്റ് എക്സേ വരുന്നുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ പ്ലസ് ചെയ്യുന്നിടുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. വേണമെങ്കിൽ നമുക്ക് ഈ 1/2 മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദ ആൻസർ ഈസ് ബിക്കം മൈനസ് 1/10 കോസ് 5x. കോസ് 5x പ്ലസ് 1/2 കോസ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, പ്ലസ് സി, ആൻഡ് ദിസ് ഇസ് ദി ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മളിവിടെ സൈൻ എ കോസ് ബി എന്നുള്ള ഫോർമുല യൂസ് ചെയ്യുന്നു. സൈൻ എ കോസ് ബി എന്ന് പറയുമ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി പ്ലസ് സൈൻ ഓഫ് എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2 ആണ്. മക്കളെ ഇത്രയും ഓക്കെ ആണോ? പെട്ടെന്ന് പറഞ്ഞേ. ഇത്രയും ഓക്കെ ആണെങ്കിൽ പറയൂ. റെഡിയാണോ? റെഡിയാണോ? ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇൻറ്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ് എന്താണെന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നാൽ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. യെസ്, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇൻറ്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കോട്ടെക്സ് ഡി എക്സ് ചെയ്ത് നോക്കുക പെട്ടെന്ന്. എങ്ങനെ ഇത് ഇവാലുവേറ്റ് ചെയ്യും? കോട്ടെക്സ് ഡി എക്സ് എങ്ങനെ സോൾവ് ചെയ്യും നോക്കിയേ. എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യും കോട്ടെക്സ്? നോക്കുക, ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ കോട്ടെക്സ് ഡി എക്സ്. നമുക്കിതിനെങ്ങനെ എഴുതാം? ഇൻറ്റഗ്രൽ കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് എന്ന് എഴുതാം. ഇതിൻ്റെ ആൻസർ കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇൻറ്റഗ്രേഷൻ ഓഫ് കോട്ടെക്സ് എന്ന് പറഞ്ഞാൽ റിസൾട്ട് ശരിക്കും പഠിക്കേണ്ടതാണ്, റിസൾട്ട് പഠിച്ചു വെക്കേണ്ടതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻറ്റഗ്രൽ കോട്ടെക്സ് എന്ന് പറയുന്ന റിസൾട്ട് നമ്മൾ ഡയറക്റ്റ് പല സ്ഥലത്ത് യൂസ് ചെയ്യും. ഇതിൻ്റെ ആൻസർ എന്താണ്? ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി. ഇതാണ് ആൻസർ. എന്തായാലും ആൻസർ പഠിച്ചിരിക്കണം. ഇൻറ്റഗ്രൽ കോട്ടെക്സ്, അതുപോലെ ടാൻ എക്സ്, ഇൻറ്റഗ്രൽ സീക്ക് എക്സ്, അതുപോലെ ഇൻറ്റഗ്രൽ കൊസീക്ക് എക്സ്. ഇത്രയും റിസൾട്ടുകൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ കോട്ടെക്സിനെ കോസ് എക്സ് ബൈ സൈൻ എക്സ് എന്ന് എഴുതി. ഇനി നമ്മൾ ഡിനോമിനേറ്ററിൽ സൈൻ എക്സിനെ നമ്മൾ ടി എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, സോ മേക്ക് എ സബ്സ്റ്റിറ്റ്യൂഷൻ. പുട്ട് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു ടി ആണ്. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് എക്സ് ആണ്, ദെൻ ഡി എക്സ് ആൻഡ് ഈക്വൽ ടു ഡി ടി. So the numerator can be written as cos x dx can be written as dt. The numerator becomes dt and the denominator is t. Okay, dt by t. ഇപ്പോൾ dt by t എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ആൻസർ എന്താണ്? ലോഗ് മോഡ് ടി ആണ് അല്ലേ? ലോഗ് മോഡ് ടി ആണ്. സോ ലോഗ് മോഡ് ടി പ്ലസ് സി ആണ്. സോ ദിസ് ബിക്കംസ് ലോഗ് മോഡ് ടീനെ നമ്മൾ റീപ്ലേസ് ചെയ്യാണ്. ടി എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ എക്സ് ആണ്. സോ ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഓക്കെ, ക്ലിയർ ആണല്ലോ? ലോഗ് മോഡ് സൈൻ എക്സ് പ്ലസ് സി ഈസ് ദി ആൻസർ. അപ്പോൾ പെട്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. NCERT ബുക്കിൽ സോൾവ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, സിമ്പിളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓക്കെ ആണോ? റെഡി? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ tan x dx ആണ്. ഇത് സിമിലർ കൈൻഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. യു ട്രൈ ഫോർ tan x. ഫസ്റ്റ് ഓഫ് ഓൾ I ഈക്വൽ ടു ഇൻ്റഗ്രൽ tan x dx. അപ്പോൾ നിങ്ങൾ tan xനെ നമ്മളിപ്പോൾ cot xനെ ചെയ്ത പോലെ tan xനെ എങ്ങനെ എഴുതാം? sin x ഡിവൈഡഡ് ബൈ cos x എന്ന് എഴുതാം. ഓക്കെ, dx ന് ഇവിടെ നമ്മൾ cos x ഡിനോമിനേറ്ററിന് നമ്മൾ എന്ത് ചെയ്യാണ്? ഡിനോമിനേറ്ററിന് t എന്ന് കൊടുക്കുകയാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ cos x ന് t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആൻസറിലേക്ക് എത്തി. സിമ്പിളാണ്. Now here we put cos x is equal to t ആണ്. Okay, cos x equal to t. Now we differentiate. Cos x ന്റെ ഡെറിവേറ്റീവ് എന്താ വരിക? മൈനസ് sin x വരും. ഓക്കെ, മൈനസ് sin x ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു dt ആണ്. But we need only positive sin x dx in the numerator. So we replace minus. ഈ മൈനസിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. So sin x dx is equal to എന്താ കിട്ടുക? മൈനസ് dt എന്ന് കിട്ടി. So the numerator can be written as the numerator is sin x dx. So this sin x dx can be written as minus dt. So there is integral minus dt and divided by cos x എന്ന് പറയുന്നത് already t ആണ്. So we can write t. Now here this equal to minus we can take outside. So we have a dt divided by t. Right? So this is your answer. dt divided by t എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ എന്താണ്? ലോഗ് മോഡ് t ആണ്. അപ്പോൾ അതിന് ആൻസർ ആയി. ആൻഡ് ദിസ് ഈക്വൽ ടു മൈനസ് ലോഗ് മോഡ് t ആണ്. ദെൻ പ്ലസ് c എന്ന് എഴുതി. ഓക്കെ, സോ ദിസ് ഈസ് മൈനസ് ലോഗ് മോഡ് t എന്ന് പറഞ്ഞാൽ ഓൾറെഡി ആരാണ്? കോസ് എക്സ് ആണ്. സോ കോസ് എക്സ് എന്ന് എഴുതി, ദെൻ പ്ലസ് c എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ആൻസർ ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് c എന്ന് എഴുതാം, അല്ലെങ്കിൽ മൈനസ് ലോഗ് മോഡ് കോസ് എക്സ് പ്ലസ് c എന്ന് എഴുതാം, അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? പോസിറ്റീവ് ലോഗ് മോഡ് സീക്ക് എക്സ് എന്ന് എഴുതിയാലും മതി. ഓക്കെ, പോസിറ്റീവ് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി ഈസ് ഓൾസോ കറക്റ്റ് ആൻസർ. അപ്പോൾ നിങ്ങൾ പഠിച്ചു നോക്കേണ്ടത് ഇൻ്റഗ്രൽ ടാൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ലോഗ് മോഡ് സീക്ക് എക്സ് പ്ലസ് സി എന്നുള്ള റിസൾട്ടാണ്. ഈ റിസൾട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വെക്കുക കേട്ടോ. വെരി വെരി ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്, അത് പഠിച്ചു വെക്കുക. ഓക്കെ മക്കളെ, ഓക്കെ ആണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. റെഡി? ഓക്കെ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Look at this question. Integral of sin square of 2x plus 1 dx. Okay. Try sin square of 2x plus 1 dx. എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും? See, I is equal to integral of sin square x. Sin square of 2x plus 5 ആണ്. ഈവൻ സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ പോലും നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ ഇല്ല അല്ലേ? സൈൻ സ്ക്വയർ എക്സിനെ നേരിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? സൈൻ സ്ക്വയർ എക്സിൻ്റെ ഫോർമുല യൂസ് ചെയ്യും. നമുക്കറിയാം 1 മൈനസ് കോസ് 2x എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? 2 സൈൻ സ്ക്വയർ എക്സ് ആണ്. ഇതിൽ നിന്ന് സൈൻ സ്ക്വയർ എക്സ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2x ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്താ കിട്ടുക? സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 2നെ അങ്ങ് ഡിവൈഡ് ചെയ്യുക. സോ 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2x എന്ന് കിട്ടും. ഇതാണെന്ത്? സൈൻ സ്ക്വയർ എക്സിൻ്റെ ഫോർമുല. ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് ആണ്, ഇവിടെ നമുക്ക് വരുന്നത് അതിൻ്റെ ഡബിൾ ആണ്, 2x ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ സൈൻ സ്ക്വയർ 2x പ്ലസ് 5 എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും? സൈൻ സ്ക്വയർ 2x പ്ലസ് 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? 1/2 ഇൻറ്റു, നോക്കൂ 1/2 ഇൻറ്റു, ഇവിടെ നമ്മൾ എക്സിന് പകരം ഇവിടെ എന്താണ്? 2x പ്ലസ് 5 ആണ്. ആ വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2 ഇൻറ്റു എക്സിൻ്റെ പ്ലേസിൽ ആരുള്ളത്? ഇവിടെ 2x പ്ലസ് 5 ആണ്. അപ്പോൾ 2x പ്ലസ് 5 എന്ന് എഴുതണം. ഓക്കെ, ഇതാണ് നമ്മളെ ഫോർമുല. 1/2 ഇൻറ്റു 1 മൈനസ് കോസ് 2 ഇൻറ്റു എന്താണ് ആർഗ്യുമെൻറ്റ്? 2x പ്ലസ് 5 ആണ്. അതാണ് എഴുതേണ്ടത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതും? 1/2നെ ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. 1/2 ഇൻറ്റു നോക്കൂ 1 മൈനസ് കോസ്, സൈൻ സ്ക്വയറിൻ്റെ ഫോർമുല എന്താണ്? 1 മൈനസ് കോസ് 1 മൈനസ് കോസ് 1 മൈനസ് കോസ് 2 ഇൻറ്റു 2 ഇൻറ്റു എന്താണ്? 2x പ്ലസ് 5 ആണ്. ആ 2 ഇൻറ്റു 2x പ്ലസ് 5 ആ 2നെ നിങ്ങൾക്ക് ഉള്ളിലേക്ക് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതി. റൈറ്റ്? ഇസ് ഇറ്റ് ക്ലിയർ? ഓൾമോസ്റ്റ് ഡൺ. നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ 2നെ വേണമെങ്കിൽ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 2xനെ മൾട്ടിപ്ലൈ, അതുപോലെ 5നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ വാട്ട് യു ഗെറ്റ് ഫൈനലി? 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ എന്തെഴുതാ? 1 മൈനസ് കോസ് എഴുതുന്നു. ഓക്കെ, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4x വരും. 2 ഇൻറ്റു 2x 4x പ്ലസ് 2 ഇൻറ്റു 5 10 വരും. ദെൻ ഹോൾ ഡി എക്സ്. നൗ ഇറ്റ് ഈസ് ഈസി ടു ഇൻ്റഗ്രേറ്റ്. സോ ദിസ് ഈസ് 1/2 മൾട്ടിപ്ലൈഡ് ബൈ, ഓക്കെ, നൗ ഇൻ്റഗ്രേറ്റഡ് 1/1. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കൂ. 1 ഇൻ്റഗ്രൽ എന്താണ്? 1 ഇൻ്റഗ്രൽ 1 ഇൻറ്റു എക്സ്, അതായത് എക്സ് ആണ്. മൈനസ് ഇട്ടു. കോസിന് ഇൻ്റഗ്രൽ നമുക്കറിയാം, കോസ് ഓഫ് ലീനിയർ ആണ്. മക്കളെ ശ്രദ്ധിച്ചോളേ, കോസ് ഓഫ് ലീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? കോസ് ഓഫ് ലീനിയർ AX പ്ലസ് ബി ഫോമിൽ വന്നാൽ, ഓൺലി AX പ്ലസ് ബി ഫോം ആണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ എന്താണ്? സൈൻ ഓഫ് AX പ്ലസ് ബി ആണ്.
സൈൻ ഓഫ് എ എക്സ് പ്ലസ് ബി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എഴുതാൻ മറന്നു പോകരുത്, ദെൻ പ്ലസ് സി. ഇതാണ് ലീനിയറിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ വേറെ മറ്റ് മെത്തേഡുകളിലേക്ക് പോകേണ്ടി വരും, സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇത്തരം ക്വസ്റ്റ്യൻസുകളെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ വണ്ണിന് ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന സമയത്ത് എക്സ് ആണ്, മൈനസ് ഇട്ടു, ബിറ്റ്വീൻ മൈനസ് ഇട്ടു, കോസിന് ഇൻറ്റഗ്രൽ നമുക്കറിയാം പോസിറ്റീവ് സൈനാണ്. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉള്ളതുകൊണ്ട് ഇവിടെ നെഗറ്റീവ്. കോസിന് ഇൻറ്റഗ്രൽ സൈനാണ്, ഇതൊരു ലീനിയർ ആണ്. ലീനിയർ അതേപോലെ എഴുതുന്നു, 4x+10 എഴുതുന്നു. ഓക്കെ, ബട്ട് സൈനിൻ്റെ താഴെ ഈ ലീനിയറിൽ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതാൻ മറന്നു പോകരുത്. ഇൻറ്റഗ്രേഷനിൽ എപ്പോഴും എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഡിനോമിനേറ്ററിൽ എഴുതണം. ഓക്കെ, ലീനിയർ വന്നു കഴിഞ്ഞാൽ ദെൻ ക്ലോസ് ദ ബ്രാക്കറ്റ് ആൻഡ് പുട്ട് പ്ലസ് സി. Now this is almost your answer. So 1/2 we can multiply inside, or you can write 1/2 into, at least നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, 1/2 into x minus സൈൻ എഴുതുന്നു. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 4x+10 നിന്നൊരു 2നെ വേണമെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് എടുക്കാം, വേണമെങ്കിൽ എടുത്താൽ മതി, അതൊന്നും കമ്പൽസറി അല്ല. 2x+5 എന്ന് എഴുതാം. ഓക്കെ, 2x+5 നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതേ സ്റ്റൈലിൽ എഴുതിയെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ദെൻ ദാറ്റ് ഡിവൈഡഡ് ബൈ എന്തുണ്ട്, ദാറ്റ് ഡിവൈഡഡ് ബൈ 4 is there. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് 4 ആയിട്ട് വരുന്നുണ്ട്, ആൻഡ് ദെൻ പ്ലസ് സി ഉണ്ട്. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. മനസ്സിലാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് യെസ് ഓർ നോ എന്താണെന്ന് വെച്ചാൽ പറയുക, ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഓക്കെ, നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്ത് പോവാണ്, അതിനുശേഷം നമുക്ക് കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസിലേക്കൊക്കെ പോവാം. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയറിന് ചെയ്യേണ്ട മനസ്സിലായില്ല. ഇതേപോലെയാണ് കോസ് സ്ക്വയർ ചെയ്യേണ്ടത്. കോസ് സ്ക്വയർ വരുന്ന സമയത്ത് 1 + cos 2x എന്നുള്ള ഫോർമുല യൂസ് ചെയ്യണം. 1 + cos 2x, സൈൻ സ്ക്വയർ എക്സ് ആണെങ്കിൽ 1 - cos 2x ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, ആ ഫോർമുലകൾ പഠിച്ചു വെക്കുക. റൈറ്റ്, അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് നോക്കാം. ഓക്കെ, 6 ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ ഓഫ് x³ ഇൻറ്റു സൈൻ ഓഫ് tan inverse x raised to 4 by 1 + x power 8 ആണ് dx. സബ്സ്റ്റിറ്റ്യൂഷനിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. സബ്സ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക? നോക്കൂ, ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, മോസ്റ്റ് പ്രോബബ്ലി നമ്മൾ ഇൻസൈഡ് ഫംഗ്ഷനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ഏതാണ്? x³ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു സിമ്പിൾ ഫംഗ്ഷനാണ്. സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ആ കോമ്പോസിറ്റ് 1/1 + x റേസ് ടു 8 എന്നൊക്കെ പറയുന്നത് ആസ് യൂഷ്വൽ ഫംഗ്ഷനാണ്. ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈൻ ഓഫ് സംതിങ് ആണ്. അതിലെ ഇൻസൈഡ് കിടക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 ആണ്. സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഓൾവേസ് ട്രൈങ് ടു ഗീവ് ദ ഇൻസൈഡ് ഫംഗ്ഷൻ. കോമ്പോസിറ്റ് ഫംഗ്ഷനിലെ ഇൻസൈഡ് ഫംഗ്ഷനാണ് നമ്മൾ ടി എന്നുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോകുന്നത്. ജസ്റ്റ് യു ട്രൈ, ഇറ്റ്സ് എ ഗസ്. ചിലപ്പോൾ അത് ശരിയാവും, അല്ലെങ്കിൽ നമുക്ക് മറ്റ് പല രീതിയിലേക്ക് പോകേണ്ടി വരും. സോ അധികം ചെയ്യാവുന്ന ഒരു മെത്തേഡാണിത്, അത്ര മാത്രമേ പറയാൻ പറ്റുള്ളൂ. എല്ലാ പ്രോബ്ലത്തിലും അങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല, ബട്ട് മോസ്റ്റ് പ്രോബബ്ലി വി ക്യാൻ യൂസ് ദിസ് ഐഡിയ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം? ഇറ്റ്സ് എ ഗസ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഗസ് ആണ്. യു ജസ്റ്റ് പ്രാക്ടീസ് സോ മെനി ക്വസ്റ്റ്യൻസ്, ദെൻ ഇറ്റ് വിൽ ബി വെരി ഈസി. അത്രേ പറ്റുള്ളൂ ഇതിൽ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ പുട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 ഈസ് ഈക്വൽ ടു ടി ആണ്. നൗ വളരെ കെയർഫുൾ ആയിട്ട് നിങ്ങൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/1 + x² ആണ്. ബട്ട് ഇൻ പ്ലേസ് ഓഫ് എക്സ് വി ഹാവ് എക്സ് റേസ് ടു 4, റൈറ്റ്? സോ ദ ഡെറിവേറ്റീവ് ഈസ് 1/1 + x റേസ് ടു 4. അതിൻ്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത്, ശരിയല്ലേ? There is no x, but x raised to 4 is there. So tan inverse of x raised to 4 ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x raised to 4 സ്ക്വയർ ആണ്. x ആണെങ്കിൽ x സ്ക്വയർ ആണ് വരിക, ബട്ട് x raised to 4 ആണെങ്കിൽ you have to take the square of x raised to 4. Okay, but same time you have to differentiate this x raised to 4 also. This is by chain rule. Okay, so x raised to 4 ഡെറിവേറ്റീവ് എന്താണ്? 4x³ ആണ്. And then we put the dx. After differentiating everything, we put dx and then finally we write dt on the right side. Okay. Now this is our differentiated part, but we need simplification here also. So 4x³ we write here, 4x³. And look at this integrand. In the integrand, this is your I. In the integrand we have x³ in the numerator and dx is also in the numerator. And 1/1 + x raised to 8 in the denominator. ശരിയല്ലേ? So x³ ഉണ്ട്, dx ഉണ്ട്, ഡിവൈഡഡ് ബൈ 1 + x raised to 8. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ integrand നിന്ന് റിമൂവ് ചെയ്യാൻ പോകുന്നത്. But here no need of this 4. So just remove this 4. ഈ 4ൻ്റെ ആവശ്യമില്ല അവിടെ. I just write x³ and dx. And why? Because there is x³ and dx in the integrand. There is x³ and dx in the integrand. So let's write x³ dx. And the denominator we have 1 + x raised to 4 the whole square. What is x raised to 4 the whole square? It is 4 × 8. 1 + x raised to 4 × 8.
So these all things are there in the integrand, in the integration. Okay. Now this equal to, ഇവിടുന്ന് റിമൂവ് ചെയ്ത 4 അങ്ങോട്ട് പോകും. So 1/4 dt എന്നാണ് വരിക. Okay, clear? So substitution is over. Now this equal to integral of 1/4 dt. Okay, dt. 1/4 dt ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നതാ എങ്ങനെയാണ്, ഇവിടെ നോക്കൂ, സൈൻ ഓഫ് ടി എന്നാണ് വരിക. സൈൻ ഓഫ് ടി, ബിക്കോസ് ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 നമ്മൾ ടി എന്ന് കൊടുത്തിട്ടുണ്ട്. സോ സൈൻ ഓഫ് ടി എന്നാണ് വരിക. കോമ്പോസിറ്റീവ് ഫംഗ്ഷനിൽ വരുന്നൊരു പ്രശ്നം അതാണല്ലോ, കോമ്പോസിറ്റീവ് ഫംഗ്ഷൻസിന് ഡയറക്റ്റ് ഇൻറ്റഗ്രേഷൻ നമ്മൾ ചെയ്യാറൊന്നുമില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് ലീനിയർ വരുന്ന സമയത്ത് ഓക്കെ ഫൈൻ ഡയറക്റ്റ് ചെയ്യാൻ കഴിയും, അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ പോസിബിലിറ്റീസ് ആണ് നോക്കുക. അപ്പോൾ സൈൻ ടി ആണ്. ആൻഡ് ദ റിമൈനിങ് എക്സ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 + x raised to 8, അത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എഴുതുന്നത് 1/4 dt എന്നാണ്. സോ വി റൈറ്റ് 1/4 dt. ഓക്കെ, 1/4 dt. സോ ഹിയർ വി ടേക്ക് എ 1/4 ഔട്ട്സൈഡ്, ദെൻ വി ഹാവ് എ സൈൻ ടി dt. ഓക്കെ, സൈൻ ടി dt എന്നുണ്ടാവും, സൈൻ ടി dt. Now we integrate sin t. What is the integral of sin t? Minus cos t ആണ്. So this answer is going to be minus 1/4 cos t എന്നാണ് വരിക. So cos t plus c. So this equal to minus 1/4 cos t നെ റിമൂവ് ചെയ്യുക. t എന്ന് പറഞ്ഞാൽ എന്താണ്? tan inverse of x raised to 4 ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ tan inverse of x raised to 4 എന്ന് എഴുതുക. ഓക്കെ, then plus c എന്ന് എഴുതുക. I think it is clear to everyone. Okay, just try. ഇത് ഓക്കെ എന്ന് വിചാരിക്കുന്നു. നോക്കിക്കേ, ക്ലിയർ ആണെന്ന് നോക്കൂ. അപ്പോൾ നമ്മൾ ആദ്യം ഇൻസൈഡ് ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, അതിനെ ശ്രദ്ധിച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ആവശ്യമുള്ളതിനെ മാത്രം നിർത്തുക, ബാക്കിയുള്ളതിനെ റിമൂവ് ചെയ്യുന്നു. ഓക്കെ, ഇൻ്റഗ്രേഷൻ നോക്കിയതിന് ശേഷം അതിൽ ആവശ്യമുള്ളത് എന്താണോ മാക്സിമം വേരിയബിൾസിനെ നമ്മൾ റിമൂവ് ചെയ്യാണ് ചെയ്യുക. മാക്സിമം വേരിയബിൾസിനെ റിമൂവ് ചെയ്യാണ് ചെയ്യുക, അതായത് ടീൻ്റെ ടേമിലേക്ക് എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുന്നത്. സോ എക്സ് ക്യൂബ് ഡി എക്സ് ഡിവൈഡ് ബൈ 1 + x raised to 8 ഈസ് ദ മാക്സിമം വേരിയബിൾ വിച്ച് ആർ അവൈലബിൾ ഹിയർ. സോ ദാറ്റ് ഡി എക്സ് ഈക്വൽ ടു എന്താണ്? 1/4 dt ആണ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവണമെന്നില്ല, മിക്കവാറും നമ്മൾ റിമൂവ് ചെയ്യുന്നതൊക്കെ കോൺസ്റ്റൻ്റ് ആയിരിക്കും റിമൂവ് ചെയ്യുക. റൈറ്റ് സൈഡിലേക്ക് ഇപ്പോൾ 4നെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തില്ലേ, അതെപ്പോഴും കോൺസ്റ്റൻറ്റുകളായിരിക്കും നമ്മൾ മിക്കവാറും റിമൂവ് ചെയ്യുക. ചില സമയത്ത് കോൺസ്റ്റൻറ്റ് ഇവിടെ ഉണ്ടായിന്ന് വരും. ഇപ്പോൾ ഞാൻ ഈ ക്വസ്റ്റിൽ 4x³ എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ 4നെ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ 4x³ കംപ്ലീറ്റ് നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റൈലിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടി വരിക. ഓക്കെ, ക്ലിയർ? അപ്പോൾ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോ. ഇൻ്റഗ്രേറ്റ് ദി ഫോളോയിങ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വേർ എഫ് ഓഫ് എക്സ് ഈസ് ഗിവൺ. എഫ് ഓഫ് എക്സ് ഈക്വൽ എന്താണ്? എക്സ് റേസ് ടു x² + 1 ഡിവൈഡഡ് ബൈ എന്താണ്? എക്സ് റേസ് ടു 4 + 1 ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബേസിക്കലി കുറച്ച് റിസൾട്ടുകൾ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇൻ്റഗ്രൽ എന്താണ്? dx ഡിവൈഡ് ബൈ x² - a² എന്നുള്ള റിസൾട്ട്. dx ബൈ x² - a² എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്താണ്? 1/2a log modulus of x - a ഡിവൈഡഡ് ബൈ x + a then plus c. ഓക്കെ, ഇതൊന്നാമത്തെ റിസൾട്ട്. രണ്ടാമത്തെ റിസൾട്ട് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എന്താ വരിക? a² - x² എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ഈക്വൽ ടു 1/2a log modulus of a + x ഡിവൈഡഡ് ബൈ a - x + c ആണ്. ഓക്കെ, ആ റിസൾട്ടുകൾ ഓർക്കുക. അടുത്ത റിസൾട്ടായിട്ട് വരുന്നത് ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ x² + a² ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/a tan ഇൻവേഴ്സ് x/a + c ആണ്. ഓക്കെ, x/a + c ആണ്. റൈറ്റ്. അടുത്ത് വരുന്ന റൂട്ടിൽ വരുന്ന സമയത്ത് ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് x² - a² എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? x² - a² എന്ന് പറഞ്ഞാൽ log mod x പ്ലസ് റൂട്ട് ഓഫ് x² - a² then plus c ആണ്. ഓക്കെ, അടുത്ത ഇൻ്റഗ്രൽ dx ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a² - x² എന്ന് പറഞ്ഞാൽ ഇതിന് ആൻസർ എന്താണ്? സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ഓക്കെ, പ്ലസ് c ആണ്. അതുപോലെ ഫൈനലി ഒന്നും കൂടി ഉണ്ട്, dx ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് x² + a² ആണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് ലോഗ് മോഡുലസ് ഓഫ് x പ്ലസ് റൂട്ട് ഓഫ് x² + a² then plus c ആണ്. അപ്പോൾ ഇത്രയും റിസൾട്ടുകൾ എന്ത് ചെയ്യണം? 6 റിസൾട്ടുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം കേട്ടോ. കൃത്യമായിട്ട് പഠിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻ അഗെയിൻ. ഇതാണ് ഇവിടെയുള്ള ചോദ്യം. ഇപ്പം നോക്കാം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്. i is equal to integral x² + 1 ഡിവൈഡ് ബൈ x raised to 4 + 1 dx ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ് റൂട്ട് ടാൻ എക്സ്, അത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ. അതെങ്ങനെ വരുന്നതെന്നൊക്കെ ഞാൻ ജസ്റ്റ് ഇത് കഴിയുമ്പോൾ ഒന്ന് പറയാം. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം x² കൊണ്ട് മുകളിലും താഴെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ x² കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. x² + 1
അതിനെ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. താഴെ എക്സ് റേസ് ടു 4 പ്ലസ് 1 നമ്മൾ എന്ത് ചെയ്യുക, എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഓക്കെ, ഡി എക്സ്. ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും പ്രോബ്ലം ചെയ്യാൻ. ഓക്കെ, എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിന് എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ. നോക്കൂ, എക്സ് സ്ക്വയർ ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഉണ്ടാവും. ഓക്കെ, 1 ബൈ എക്സ് സ്ക്വയർ ഉണ്ട്. ഡിവൈഡഡ് ബൈ താഴെ വരുന്നത് എക്സ് റേസ് ടു 4 ബൈ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ഉണ്ടാവും. പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഉണ്ടാവും. ഓക്കെ അല്ലേ, ഡി എക്സ്. ക്ലിയർ? അപ്പോൾ എക്സ് സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാവും. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇൻ്റഗ്രൽ, ഇതിന് നമുക്ക് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതി, ഡിവൈഡഡ് ബൈ. നിങ്ങൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിനെ നോക്കൂ, ഇവിടെ മുകളിൽ നമുക്ക് പ്ലസ് ആണുള്ളത്. മുകളിൽ പ്ലസ് ആണെങ്കിൽ താഴെ നിങ്ങൾ ഇതിനിങ്ങനെ ചെയ്യണം, എക്സ് മൈനസ് 1 ബൈ എക്സ് മൈനസ് കൊടുത്ത് എഴുതണം, ഹോൾ സ്ക്വയർ എന്ന് എഴുതണം. അതിനുശേഷം നിങ്ങൾക്കറിയാം ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ ഉണ്ടാവും, മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് എന്നുണ്ടാവും. 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് എന്നുണ്ടാവും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാൻ പറ്റും? നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 ബൈ എക്സ് എന്നാണ് ഉണ്ടാകുക. ഇവിടെ എക്സ് കട്ട് ചെയ്യുമ്പോൾ ഒരു -2 ആണ് എക്സ്ട്രാ വരിക. അപ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ, നോക്കൂ, എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിൻ്റെ കൂടെ ഒരു എക്സ്ട്രാ -2 വരുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആ -2നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു +2 കൂടെ ആഡ് ചെയ്യുക. സി എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് ഇതാണ്, എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ -2 എന്നാണ് കിട്ടുക. അപ്പോൾ ഇതെന്താണ് കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ -2 എന്നാണ് കിട്ടുക. അപ്പോൾ ആക്ച്വലി നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ എക്സ്ട്രാ എന്ത് വരുന്നുണ്ട്? ഒരു -2 വരുന്നുണ്ട്. ആ -2 നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ക്യാൻസൽ ആയി പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു +2 ആഡ് ചെയ്യാണ്. സോ +2 ആഡ് ചെയ്യാണ്. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. സോ ഇത് എഫക്റ്റീവ്ലി എന്ത് തന്നെയാണ്? എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ തന്നെയാണ്. അവിടെ മാറ്റമൊന്നുമില്ല. ഓക്കെ, അവിടെ മാറ്റമൊന്നുമില്ല. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നിങ്ങളിത് പഠിച്ചിരിക്കണം. എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എങ്ങനെ എഴുതാൻ പറ്റും? എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ -2 എന്ന് എഴുതാൻ പറ്റും. -2 എന്നല്ല, +2 എന്ന് എഴുതണം. എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ +2 എന്ന് എഴുതണം. ഓക്കെ, അതുപോലെ തന്നെയാണ് എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയറിനെ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ, ഓക്കെ, 1 ബൈ എക്സ് സ്ക്വയർ +2 എന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയറിനെ എങ്ങനെ എഴുതാം? ഇവിടെ നോക്കൂ, എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എന്താ കിട്ടുക? ഈ 2നെ ഇങ്ങനെ റിമൂവ് ചെയ്താൽ മതി. ഈ 2നെ ലെഫ്റ്റേക്ക് റിമൂവ് ചെയ്താൽ എക്സ് പ്ലസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ -2 എന്നുണ്ടാവും. ഇവിടെ നമുക്ക് ഈ 2നെ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റിൽ ആരുള്ളത്? എക്സ് മൈനസ് 1 ബൈ എക്സ് അല്ലേ, ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ 2നെ ഇങ്ങോട്ട് റിമൂവ് ചെയ്ത് -2 ഇങ്ങോട്ട് വരുമ്പോൾ +2 ആവും. കണ്ടോ? അതാണ് ഞാൻ ഇവിടെ എഴുതിയത്. ഓക്കെ, റൈറ്റ്. അപ്പോൾ അത് കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ, ജസ്റ്റ് ഓർത്ത് വെക്കുക. സോ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ എങ്ങനെ എഴുതി? എക്സ് മൈനസ് 1 ബൈ എക്സ് ഹോൾ സ്ക്വയർ എന്ന് എഴുതി. ദെൻ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കറക്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു +2 ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കൂ, എക്സ് മൈനസ് 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 1 പ്ലസ് 1 ബൈ എക്സ് സ്ക്വയർ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. പുട്ട് എക്സ് മൈനസ് 1 ബൈ എക്സ് ഇസിക്കൽ ടു ടി. ഇതിനെ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കിയേ, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്, 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ബൈ എക്സ് സ്ക്വയർ ആണ്. സോ 1 ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ വരും. ശരിയല്ലേ? കറക്റ്റ് അല്ലേ? ഇൻറ്റു ഡി എക്സ് ഇസിക്വൽ എന്താണ് വരിക? ഈക്വൽ ടു ഡി ടി ആണ് വരിക. നോക്കൂ, എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. നോക്കൂ, 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് -1 ബൈ എക്സ് സ്ക്വയർ ആണ്. പഠിച്ചു വെക്കണേ, 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ നേരെ എഴുതാൻ പഠിക്കണം. 1 ബൈ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? -1 ബൈ എക്സ് സ്ക്വയർ ആണ്, ഡെറിവേറ്റീവ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇവിടെ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 കിട്ടുന്നു. 1 ബൈ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ -1 ബൈ എക്സ് സ്ക്വയർ കിട്ടും. പക്ഷേ ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വരുന്ന മൈനസും കൂടെ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ +1 ബൈ എക്സ് സ്ക്വയർ വരും. ഇൻറ്റു ഡി എക്സ് ഈക്വൽ ടു ഡി ടി എന്നാണ് വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ആൻസർ എങ്ങനെ എഴുതും? ഈ ഇൻറ്റഗ്രേഷൻ നോക്കും, ഇവിടെ ഇൻറ്റു ഡി എക്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇത്രയും എന്ത് വരും പറ? ഡി ടി ആയി. ദിസ് ഇസ് ഡി ടി ഡിവൈഡ് ബൈ ഈ എക്സ് മൈനസ് 1 ബൈ എക്സ് നമ്മൾ ഓൾറെഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എക്സ് മൈനസ് 1 ബൈ എക്സിന് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇതെന്താ വരിക? ടി സ്ക്വയർ എന്ന് വരും. പ്ലസ് ഇവിടെ ഒരു 2 ഉണ്ട്. 2നെ നമുക്ക് സ്ക്വയർ ആക്കി എഴുതാൻ വേണ്ടി എങ്ങനെ എഴുതാം? √2ൻ്റെ ഉള്ളിൽ സ്ക്വയർ ഇടുക അല്ലേ. √2 എന്ന് എഴുതിയിട്ട് സ്ക്വയർ എഴുതി വെക്കാം. ശരിയല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച
റിസൾട്ട് എഴുതിയിട്ടുണ്ട്. ഞാനിവിടെ എഴുതിയ റിസൾട്ട് കണ്ടോ, ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ആണ്. ആ റിസൾട്ടുമായിട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റും? 1/a എന്ന് പറയുമ്പോൾ 1/aയുടെ സ്ഥാനത്ത് √2, അത് കോൺസ്റ്റൻ്റ് ആണ് എ എന്ന് പറയുന്നത്. ഇവിടെ √2 ആണ് കോൺസ്റ്റൻറ്റ്. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? √2 ആണ്. ഓക്കെ, സോ 1/a ടാൻ ഇൻവേഴ്സ് പിന്നെ വരുന്നത് എക്സ് ബൈ എ ആണ്. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ടി ആണ്, അപ്പോൾ ടി ബൈ എ ആണ്. എ മീൻസ് √2 ആണ്. സോ പ്ലസ് സി ആണ്. ആൻസർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ആ ടീനെ അങ്ങ് മാറ്റിയാൽ മതി. ടീനെ മാറ്റുമ്പോൾ നമുക്ക് ആൻസർ എങ്ങനെ എഴുതും? 1/√2 എഴുതുക, ടാൻ ഇൻവേഴ്സ് എഴുതുക. ഓക്കെ, ടാൻ ഇൻവേഴ്സ്, ദെൻ ടീനെ മാറ്റുക. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് മൈനസ് 1/x ആണ്. സോ എക്സ് മൈനസ് 1/x ഡിവൈഡഡ് ബൈ √2 എന്ന് എഴുതുന്നു, ദെൻ പ്ലസ് സി എന്ന് എഴുതുന്നു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ എക്സ് മൈനസ് 1/x ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഇനി ചെയ്യാം. എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ √2x എന്നൊക്കെ എഴുതാം. അതിൻ്റെ ഫൈനൽ ആൻസർ വേണം നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം. ഫൈനൽ ആൻസർ വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കോ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ ആൻസർ ഇങ്ങനെ എഴുതാം, 1/√2 പിന്നെന്താണ്? ടാൻ ഇൻവേഴ്സ് ഓഫ്, നിങ്ങൾ ഈ എക്സ് മൈനസ് 1/x ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് ഉണ്ടാവും, ശരിയല്ലേ? പിന്നെ ഒരു √2 താഴെയുണ്ട്, ശരിയല്ലേ? അപ്പോൾ √2x എന്ന് എഴുതാം, √2x എന്ന് എഴുതാം, പ്ലസ് സി എന്ന് എഴുതാം. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? നിങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ആണെങ്കിൽ ഇതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്, എക്സാമിനൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ അപ്ലിക്കേഷൻ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അത് ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ലൈവ് ചാറ്റിലേക്ക് പോവാം, ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യൂ. കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതാണ് പ്രശ്നം. ഇതേപോലെ തന്നെയാണ് നമ്മൾ റൂട്ട് ടാൻ എക്സിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് റൂട്ട് ടാൻ എക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. നോക്കിക്കോളൂ, ഇൻ്റഗ്രേഷൻ ഓഫ് റൂട്ട് ടാൻ എക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കിയേ. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമോ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. റൂട്ട് ടാൻ എക്സിന് ഇൻ്റഗ്രേഷൻ വന്നാൽ നോക്കൂ, ഇൻ്റഗ്രൽ ഓഫ് റൂട്ട് ടാൻ എക്സ് വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, റൂട്ട് ടാൻ എക്സിനെയാണ് നമ്മൾ ടി എന്ന് കൊടുക്കുക കേട്ടോ. രണ്ട് സൈഡ് സ്ക്വയറിങ് ചെയ്യുമ്പോൾ ടാൻ എക്സ് ഇസ് ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കിട്ടും. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ സീക്ക് സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2t dt എന്നാണ് കിട്ടുക. ഓക്കെ, ഇങ്ങനെ കിട്ടും. പക്ഷെ നമുക്ക് വേണ്ടത് ഡി എക്സ് ആണ്. ഡി എക്സ് ഇസ് ഈക്വൽ ടു 2t dt ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതും, ശരിയല്ലേ? സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതി. ഓർ ഡി എക്സ് ഈക്വൽ ടു 2t dt ഡിവൈഡഡ് ബൈ സീക്ക് സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഡി എക്സിനെ ഒന്നും കൂടെ എഴുതാണ് 2t dt ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്, ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ ആണ്. അപ്പോൾ ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് ടി സ്ക്വയറിൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇത് t⁴ ആയിട്ട് മാറും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോ, ഈ ഇൻ്റഗ്രേഷനെ നോക്കൂ. റൂട്ട് ടാൻ എക്സ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ടി ആണ്. റൂട്ട് ടാൻ എക്സിൻ്റെ പ്ലേസിൽ ടി വരും. ഡി എക്സിൻ്റെ പ്ലേസിൽ ആര് വരും? ഡി എക്സിൻ്റെ പ്ലേസിൽ ആരാ വരിക? ഡി എക്സിൻ്റെ പ്ലേസിൽ 2t dt. ഡി എക്സിൻ്റെ പ്ലേസിൽ ആര് വരും? 2t dt ഡിവൈഡഡ് ബൈ 1 പ്ലസ് t⁴ എന്നാണ് വരിക, ശരിയല്ലേ? 1 പ്ലസ് t⁴ എന്നാണ് വരിക. ഇതിനൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 2നെ അങ്ങ് പുറത്തേക്ക് എടുക്കുകയാണ്. ടി ഇൻറ്റു ടി ടി സ്ക്വയർ ആണ്. ടി സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് t⁴ ആണ്, ദെൻ ഡി ടി ആണ്. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ ആണല്ലോ. ആ 2നെ പുറത്തെടുക്കണ്ട, 2നുള്ളിൽ തന്നെ വെച്ച് ആവശ്യം ഉണ്ടാവും. ദിസ് ഈക്വൽ ടു 2t² ഇങ്ങനെ എഴുതുന്നു. 2t² നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 2t² നമുക്ക് t² പ്ലസ് t² എന്ന് എഴുതാൻ പറ്റും, ശരിയല്ലേ? 2t² നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? t² പ്ലസ് t² എന്ന് എഴുതാൻ പറ്റും. ഇത് ഞാൻ അഡീഷണൽ ആയിട്ട് പറയുന്നൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് t² പ്ലസ് 1 പ്ലസ് t² മൈനസ് 1 എന്ന് എഴുതാം, ശരിയാണോ? ഡിവൈഡ് ബൈ 1 പ്ലസ് t⁴ അല്ലെങ്കിൽ t⁴ പ്ലസ് 1 എന്ന് എഴുതാം, കണ്ടോ? അപ്പോൾ നമുക്ക് t² പ്ലസ് t² 2t² ആണ്. 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു. ഇവിടെയുള്ള 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ, t² പ്ലസ് 1 ഡിവൈഡ് ബൈ ഇത്, അതുപോലെ t² മൈനസ് 1 ഡിവൈഡ് ബൈ ഇത് തൊട്ട് മുമ്പ് നമ്മൾ ചെയ്താണ്. ഇത് കണ്ടോ, t² പ്ലസ് 1 ഡിവൈഡ് ബൈ ദിസ്, കണ്ടോ? t² പ്ലസ് 1 ഡിവൈഡ് ബൈ t⁴ പ്ലസ് 1. ആ ഒരു ഫോമിലാണ് ഇവിടെയുള്ള ക്വസ്റ്റ്യൻ, കണ്ടില്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാൻ പറ്റും? സെയിം തിങ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതേ ഐഡിയ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇവിടെ സ്പ്ലിറ്റ് ചെയ്യുന്നു, പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 2 പ്രാവശ്യം ചെയ്യാനുണ്ട്. അതായത് ഫസ്റ്റ് പാർട്ട് t² പ്ലസ് 1 ഡിവൈഡ് ബൈ t⁴ പ്ലസ് 1 ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത്
ടി സ്ക്വയർ മൈനസ് 1 ഡിവൈഡ് ബൈ ടി റേസ് ടു 4 പ്ലസ് 1 ആണ്. അങ്ങനെ 2 പാർട്ടായിട്ട് ഇതിന് ചെയ്യേണ്ടി വരുന്നു മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. അതായത് സെയിം ഐഡിയ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇതിനെ പ്രൊസീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണോ? അപ്പോൾ ഇവിടെ 2t സ്ക്വയറിനെയാണ് നമ്മൾ ടി സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ എന്ന് എഴുതി കേട്ടോ. 1 ആഡ് ചെയ്ത് 1 സബ്ട്രാക്ട് ഇത് ഓർക്കണം. ഇത് ഭയങ്കര ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. റൂട്ട് ടാൻ എക്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സാമിന് വരാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റൻ ആണ്. അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദിസ്. ഓക്കെ, ലുക്ക് അറ്റ് ദിസ് ക്വസ്റ്റ്യൻ. ദിസ് എ വെരി സിമ്പിൾ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ. ഇൻ്റഗ്രൽ ഓഫ് സൈൻ ഓഫ് 2 + 3. ഇവിടെ നോക്കുക, ഇൻ്റഗ്രൽ ഓഫ് എന്താണ് ക്വസ്റ്റ്യൻ? സൈൻ ഓഫ് എന്താണ്? 2 + 3 log x then divided by എന്തുണ്ട്? എക്സ് ഉണ്ട്, ഡി എക്സ് ഉണ്ട്. ഇവിടെ നിങ്ങൾ പെട്ടെന്ന് ഈ ക്വസ്റ്റിലേക്ക് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ട്രിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ കഴിയും. എന്താണ്? ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. സൈൻ ഓഫ് 2 + 3 log x എന്ന് പറയുന്ന ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ കോമ്പോസിറ്റ് ഫംഗ്ഷൻ വന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു അറ്റംപ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ കോമ്പോസിറ്റ് ഫംഗ്ഷനായിട്ട് പറയുന്ന സൈൻ ഓഫ് സംതിങ് ആണ് ഇവിടെ, അല്ലേ? അപ്പോൾ ഇതിന് നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഈ ഇൻസൈഡ് ഫംഗ്ഷൻ നമ്മൾ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് എ ചാൻസ്, അല്ലേ? സിംപ്ലിഫിക്കേഷൻ ഒരു ചാൻസ് ഉണ്ട്. സോ ലെറ്റ് us substitute ദ ഇൻസൈഡ് ഫംഗ്ഷൻ 2 + 3 log x is equal to t ആണ്. നമ്മൾ സൈഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പുട്ട് 2 + 3 log x is equal to എന്താണ്? t ആണ്. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നോക്കൂ, 2ൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 0 ആണ്. പ്ലസ് 3 × log x ൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് വി പുട്ട് dx and then is equal to dt ആണ്. സോ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് dx ഉണ്ട്, ഡിവൈഡഡ് ബൈ x ഉണ്ട്. സോ dx/x മാത്രം മതി. സോ ഇവിടെ നമുക്ക് dx/x എഴുതി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ഈ 3 അങ്ങ് റിമൂവ് ചെയ്യണം. സോ വി ഗെറ്റ് dt ഡിവൈഡഡ് ബൈ 3. dt ഡിവൈഡ് ബൈ 3 എന്ന് വരും, ശരിയല്ലേ? അപ്പോൾ ഇൻ്റഗ്രേഷൻ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? സൈൻ ഓഫ് ഇൻസൈഡ് ഫംഗ്ഷൻ ടി ആയി. ആൻഡ് ദെൻ dx എന്ന് പറയുന്നത് dx/x എന്ന് പറയുന്ന ആരായിട്ട് മാറി? dt/3 ആയിട്ട് മാറി. അപ്പോൾ അതിൽ നമുക്കൊരു 1/3നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെയുള്ള 1/3നെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള എന്താണ്? സൈൻ ഓഫ് ടി ഇൻറ്റു ഡി ടി എന്നാണ്. സോ നമുക്ക് 1/3 ഇൻറ്റു സൈൻ ഓഫ് ടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? സൈൻ ഓഫ് 3 നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, സൈൻ ഓഫ് ടി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സോ സൈൻ ഓഫ് ടി ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ഓഫ് ടി ആണ്, ദെൻ പ്ലസ് സി ആണ്. സോ വി മൾട്ടിപ്ലൈ വൈ ഗെറ്റ് -1/3 ഇൻറ്റു കോസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ ഓൾറെഡി എന്തായിട്ട് നമുക്കറിയാം? 2 + 3 log x എന്നറിയാം. സോ അതിവിടെ കൊടുക്കുക, 2 + 3 log x എന്ന് ഇവിടെ കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ പ്ലസ് സി ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. പിടികിട്ടിയല്ലോ? ഓക്കെ ആണോ? റെഡിയാണോ? അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഇതേപോലെ ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസൈഡ് ഫംഗ്ഷൻ, കോമ്പോസിറ്റ് ഫംഗ്ഷനിലെ ഇൻസൈഡ് ഫംഗ്ഷൻ, ഉള്ളിലുള്ള ഫംഗ്ഷൻ, സൈനിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫംഗ്ഷൻ എന്താണ്? 2 + 3 log x ആണ്. അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ ആൻസർ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഓക്കെയാണ്, ആൻസർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു അറ്റംപ്റ്റ് ആയിട്ട് നിങ്ങൾ എടുക്കുക കേട്ടോ. എപ്പോഴും അങ്ങനെ ശരിയാണെന്ന് നിർബന്ധമില്ല, ബട്ട് നിങ്ങൾക്ക് മോസ്റ്റ് പ്രോബബ്ലി ആൻസർ കിട്ടാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. സോ അത് ട്രൈ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. നമുക്ക് ഇൻ്റഗ്രേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പായിട്ട് പറയാൻ പറ്റുന്നതാണ് 1 ക്വാഡ്രാറ്റിക് ടൈപ്പ്, അല്ലേ? dx/2 ടൈപ്പാണ്. 1 ക്വാഡ്രാറ്റിക് നമ്മൾ പറയാറുണ്ട്. ax² പ്ലസ് bx പ്ലസ് c ആണ്, ഇങ്ങനെ വരാം. അല്ലെങ്കിൽ നമുക്കിതിനെ മറ്റൊരു രീതിയിൽ പറയാം, dx ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് ax² പ്ലസ് bx പ്ലസ് c ആണ്. ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെന്താണ്? 1 ക്വാഡ്രാറ്റിക് അല്ലെങ്കിൽ 1 √ ക്വാഡ്രാറ്റിക് സ്റ്റൈലിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡാണ്. എന്താണ് മെത്തേഡ് എന്ന് പറയുന്നത്? ദി മെത്തേഡ് ഈസ് കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ, അല്ലേ? കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുക. കംപ്ലീറ്റ് ഇൻ ദി സ്ക്വയർ മെത്തേഡിലൂടെയാണ് ഇതിൻ്റെ പ്രോബ്ലം പ്രൊസീഡ് ചെയ്യേണ്ടത്. സോ അവിടെ ക്വസ്റ്റ്യൻ ഇതാണ്, i is equal to എന്താണ് ക്വസ്റ്റ്യൻ? i is equal to integral dx ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 2x മൈനസ് x². ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസുകൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ്? ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി നേരത്തെ പഠിച്ച റിസൾട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ കഴിയും കുറച്ച് കഴിയുന്ന സമയത്ത്. ഓക്കെ, സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത്. ഇവിടെ നമ്മൾ ക്വാഡ്രാറ്റിക് എന്ന് പറയുന്നത് 2x മൈനസ് x² ആണ്. ഇത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കറക്റ്റ് അതിൻ്റെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൻ്റെ കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. ഇതിൻ്റെ ഓർഡറിൽ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത് -x². എങ്ങനെ ചെയ്യേണ്ടത്? -x² പ്ലസ് 2x ആണ്. ഇത് ക്വാഡ്രാറ്റിക് ഫോമിൽ അറേഞ്ച് ചെയ്തു. ക്വാഡ്രാറ്റിക് ഫോമിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു കാര്യം നമുക്കറിയാം. അതിൻ്റെ x² കോഎഫിഷ്യൻ്റ് എപ്പോഴും പോസിറ്റീവ് ആക്കി നിർത്തണം. സോ നമ്മൾ മൈനസിനെ പുറത്തെടുക്കുകയാണ്. സോ x² മൈനസ് 2x എന്നാണ് വരിക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? x² മൈനസ് 2x, ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യണം. ആ ക്വാണ്ടിറ്റി സബ്ട്രാക്റ്റും ചെയ്യണം. ഏത് ക്വാണ്ടിറ്റിയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്?
നമ്മൾ ആഡ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് എത്രയാണ് -2 ആണ്. -2ൻ്റെ ഹാഫ് എടുക്കുക, അത് -1 ആണ്, അതിൻ്റെ സ്ക്വയർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ -1ൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുന്നു, ആ -1ൻ്റെ സ്ക്വയർ നമ്മൾ സബ്ട്രാക്റ്റും ചെയ്യുന്നു. അപ്പോൾ ഈ -1 എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഈ -1 എങ്ങനെ കിട്ടി? ഈ -1 എങ്ങനെ കിട്ടി? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള -2ൻ്റെ പകുതിയാണ് -1. ആ ഇതിൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. മൈനസ് പുറത്തുണ്ട്, ഇതെന്ന് പറയുന്നത് x-1 ദ ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, x-1 ഹോൾ സ്ക്വയർ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദിസ് x² - 2x + 1 കിട്ടും. ആൻഡ് ഓൾസോ -1 സ്ക്വയർ, -1ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആക്ച്വലി +1 ആണ് അല്ലേ. സോ ദിസ് ഇസ് ആക്ച്വലി -1 എന്ന് കിട്ടി. നൗ ദിസ് മൈനസ് യു ക്യാൻ മൾട്ടിപ്ലൈ ഇൻസൈഡ്. ഇഫ് യു മൾട്ടിപ്ലൈ ദിസ് മൈനസ് ഇൻസൈഡ് ദെൻ വാട്ട് യു ഗെറ്റ് ഫൈനലി? ഈ മൈനസിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1 - x-1 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ശരിയല്ലേ? 1 - x-1 ദി ഹോൾ സ്ക്വയർ. ബിക്കോസ് മൈനസിനുള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഫസ്റ്റ് കാണുന്നത് നെഗറ്റീവ് ആവും, രണ്ടാമത് കാണുന്ന 1 പോസിറ്റീവ് ആവും. ആ പോസിറ്റീവ് 1നെ ഞാൻ ആദ്യം എഴുതിയെന്ന് മാത്രം. ഓക്കെ, +1 - x-1 ദി ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇൻ്റഗ്രൽ dx √, എങ്ങനെ എഴുതാൻ പറ്റും? 1 - x-1 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ശരിയല്ലേ? അപ്പോൾ ഈ 1ന് നമുക്ക് നോക്കാം. നമുക്കറിയാലോ 1/√1 - x² ഇൻ്റഗ്രൽ എന്താണ്? സൈൻ ഇൻവേഴ്സ് ആണ്. 1/√1 - x² ഇൻ്റഗ്രൽ സൈൻ ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് x അല്ല, പകരം x-1 ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് x-1 + c ആണ് ഇതിൻ്റെ ആൻസർ വരിക. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 1² എന്ന് എഴുതി 1² എന്ന് എഴുതി കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് ഓഫ് x/a എന്നാണ് പറയുക. ഇവിടെ ആക്ച്വലി a 1 ആണ്. സോ നോ നീഡ് ഓഫ് ദാറ്റ്. ഡയറക്റ്റ് ഫോർമുല നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സൈൻ ഇൻവേഴ്സ് ഓഫ് x-1 ഈസ് ദ ആൻസർ, ദെൻ +c. ഓക്കെ, ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇവിടെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ മെത്തേഡ് എന്നുള്ള കൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചു വെക്കുക. ആദ്യം ക്വാഡ്രാറ്റിക്കിന് അതിൻ്റെ ഓർഡറിൽ എഴുതുക. ഫസ്റ്റത്തെ കോഎഫിഷ്യൻ്റ് എപ്പോഴും x² കോഎഫിഷ്യൻ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം. സോ ടേക്ക് മൈനസ് ഔട്ട് സൈഡ്. അപ്പോൾ ഉള്ളിലുള്ള സൈനൊക്കെ ശ്രദ്ധിക്കുക. ഇവിടെ കംപ്ലീറ്റിംഗ് ദി സ്ക്വയർ എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. x² - 2x അങ്ങനെ തന്നെ എഴുതുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള -2ൻ്റെ പകുതി -1ൻ്റെ സ്ക്വയർ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം, സബ്ട്രാക്ട് ചെയ്യണം. സ്ക്വയർ ആണ് ആഡ് ചെയ്യുന്നത്, സബ്ട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 3 ടേമിന് നമുക്ക് അതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് എഴുതാൻ പറ്റും. ലാസ്റ്റത്തെ ടേമിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതുക. ഓക്കെ, അതിനുശേഷം നമ്മൾ മൈനസ് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിന് നേരെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ നേരെ കോപ്പി ചെയ്തിട്ട് ഇവിടെ റൂട്ടിനുള്ളിൽ പേസ്റ്റ് ചെയ്താൽ മതി. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ക്ലിയർ? ഇതാണ് മെത്തേഡ് കേട്ടോ. ഓക്കെ മക്കളെ, നിങ്ങൾ കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടുക കേട്ടോ. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും പഠിക്കാൻ. ഓക്കെ, അപ്പോൾ ഇത്രയും ഓക്കെ അല്ലേ എന്ന് നോക്കിയേ. ഇത്രയും കംപ്ലീറ്റ് സ്ക്വയർ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്ത് പഠിക്കണം, നന്നായിട്ട് ചെയ്ത് പഠിക്കണം. ഓക്കെ, ക്ലിയർ? അപ്പോൾ പാർട്ടിസിപ്പൻസൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. ജോയിൻ ചെയ്ത് കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് നിങ്ങൾ ആൻസർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഓക്കെ, റൈറ്റ്. Yes, Aditya Dev. Okay. Now go to your chat. ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഇത് റെഡിയാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. റൈറ്റ്, നെക്സ്റ്റ് ദിസ്. നോക്കൂ, പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാവണം. പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നോക്കൂ, എന്താണ് ഇതിൻ്റെ ഫോം എന്ന് പറഞ്ഞാൽ, ബേസിക്കലി നമുക്ക് ഇങ്ങനെ പറയാം. 1/x+1 × x+2 എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം. a/x+1 + b/x+2 എന്ന് എഴുതാം. ശരിയല്ലേ? ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതാണ് പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് എഴുതുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ? പാർഷ്യൽ ഫ്രാക്ഷനിലേക്ക് എഴുതുന്ന മെത്തേഡ് ഇതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്. നോക്കൂ, 1/x+1 x+2 x+3 3 ഫാക്ടർ വരുന്ന സമയത്ത് മുകളിൽ എന്ത് ഫാക്ടർ വേണം വന്നോട്ടെ കേട്ടോ, അത് കുഴപ്പമില്ല. x+3 വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഇങ്ങനെ എഴുതാം, a/x+1 എന്ന് എഴുതാം, ഓക്കെ, പ്ലസ് b/x+2 എന്ന് എഴുതാം, പ്ലസ് c/x+3 എന്ന് എഴുതാം. മുകളിൽ എന്ത് വേണമെങ്കിലും വരാം, പക്ഷേ ഡിഗ്രി എന്ന് പറയുന്നത് ഇതിനേക്കാളും കുറവായാൽ മതി. ടോട്ടൽ ഡിഗ്രി എടുക്കുന്ന സമയത്ത് ഡിനോമിനേറ്ററിനേക്കാളും കുറവായാൽ മതി. സെയിമോ കൂടുതലോ ആണെങ്കിൽ നമ്മൾ ഡിവിഷൻ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റിലേക്കൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? ഇനി ഇവിടെ മറ്റൊരു ഫോം എന്ന് പറഞ്ഞാൽ 1/x+1 ഹോൾ സ്ക്വയർ ആണെന്ന് വിചാരിക്കുക. ഹോൾ സ്ക്വയർ അതുപോലെ x+2 ഉണ്ടെങ്കിൽ ഇതിനെ നമുക്ക് x+1 ഹോൾ സ്ക്വയർ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ a/x+1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റില്ല, a/x+1 എന്ന് എഴുതാം, പ്ലസ് b/x+1 സ്ക്വയർ എന്ന് എഴുതാം. അതിൻ്റെ പവർ 1 ആദ്യം എഴുതാം, പിന്നെ പവർ 2 എഴുതാം. ഇനി പവർ 3 ആണെങ്കിൽ x+1 ഹോൾ ക്യൂബാണ് തന്നെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പിൽ എന്ത് എഴുതണം, പ്ലസ് c/x+1 ഹോൾ ക്യൂബ് എന്ന് കൂടെ എഴുതണം, ദെൻ പ്ലസ് d/x+2 ആ ഒരു സ്റ്റൈൽ എഴുതണം. സോ ഇവിടെയാണെങ്കിൽ c/x+2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ ആണ് പാർഷ്യൽ ഫ്രാക്ഷനിൽ ഇങ്ങനെ പ്രൊസീഡ് ചെയ്ത് പോകേണ്ട രീതി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു നോൺ ഫാക്ടറൈസബിൾ ഫോം വന്നു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 1/ ഇങ്ങനെ വിചാരിച്ചോ, x² + 1 എങ്ങനെ എഴുതാം, x+1 ആണെങ്കിൽ അല്ലെങ്കിൽ x+2 ആണെങ്കിൽ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുമെന്നറിയോ? അതിന് നമുക്ക് 1/, ദിസ് ഇസ് ax+b, ബിക്കോസ് x² + 1 നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ കഴിയില്ല. x² + 1 നമുക്ക് ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, ax+b എഴുതണം. ax+b / x² + 1 പ്ലസ് അതുപോലെ തന്നെ പ്ലസ് ab കഴിഞ്ഞാൽ പിന്നെ അടുത്ത കോൺസ്റ്റന്റ് c എടുക്കുക, / അടുത്ത ഫാക്ടർ x+2 എന്ന് എടുക്കുക. കണ്ടോ? അപ്പോൾ ഇവിടെ x² + 1 ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ax+b. അപ്പോൾ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത ഏത് ക്വാഡ്രാറ്റിക് വന്നു കഴിഞ്ഞാലും നമ്മൾ ax+b എന്ന് എഴുതണം. ഇനി നിങ്ങൾ ആദ്യം a/x+2 എന്നാണ് എഴുതുന്നതെങ്കിൽ, ഇങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ എങ്കിൽ നോക്കൂ, 1/x+2 ആദ്യം ഫാക്ടർ ഉണ്ട്, അല്ല നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റി ചെയ്താലും കുഴപ്പമൊന്നുമില്ല. x² + 1 ഇങ്ങനെയാണുള്ളതെങ്കിൽ ഇതിന് നമ്മൾ ആദ്യം a/ എങ്ങനെ എഴുതാം, x+2 എന്ന് എഴുതാം, പിന്നെ നമ്മൾ bx+c എന്ന് എഴുതണം. കണ്ടോ? bx+c / x² + 1. അപ്പോൾ ഈ ഫാക്ടറൈസേഷൻ ചെയ്യാൻ പറ്റാത്ത ക്വാഡ്രാറ്റിക് എവിടെയാണോ വരുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഒരു ലീനിയർ ഫോമിൽ എഴുതേണ്ടത്, ax+b ഫോമിൽ എഴുതേണ്ടത്. ഓക്കെ മക്കളെ, ക്ലിയർ ആണോ? പെട്ടെന്ന് പറഞ്ഞേ, ഇത്രയും ഓക്കെ ആണോ? പാർഷ്യൽ ഫ്രാക്ഷൻ്റെ മെത്തേഡ് എഴുതുന്ന രീതിയൊക്കെ മനസ്സിലായല്ലോ? എഴുതുന്ന രീതി മനസ്സിലായല്ലോ? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും പെട്ടെന്ന് കേട്ടോ. ഓക്കെ, ഓക്കെ ആണോ? ആദിത്യദേവ് റെഡി? അതേഴ്സ് കമൻറ്റ് ചെയ്യട്ടോ. ഇതിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കൂ. x/x+1 ഇൻറ്റു x+2നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ദിസ് ഈക്വൽ ടു a/x+1. ഓക്കെ, a/x+1 പ്ലസ് b/x+2 എന്ന് എഴുതാം. റൈറ്റ്, a/x+1 പ്ലസ് b/x+2 എന്ന് എഴുതാം. ഓക്കെ, റെഡി? Now you can cross multiply this. So x/ നോക്കൂ, x+1 ഇൻറ്റു ഇവിടെ എന്താണ് x+2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ a ഇൻറ്റു x+2 പ്ലസ് b ഇൻറ്റു x+1 / x+1 ഇൻറ്റു x+2 എന്ന് എഴുതാം. ഓക്കെ, ആഫ്റ്റർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യു ക്യാൻ ക്യാൻസൽ ദ ഡിനോമിനേറ്റേഴ്സ്. ഓക്കെ, ആഫ്റ്റർ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ യു ക്യാൻ ക്യാൻസൽ ദ ഡിനോമിനേറ്റേഴ്സ്. ക്ലിയർ ആണോ മക്കളെ? റെഡി? ഇവിടെ ബാക്കി എന്ത് എഴുതാൻ പറ്റുക? ബാക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. x ഈക്വൽ ടു a ഇൻറ്റു എന്തുണ്ട്, x+2 ഉണ്ട്, ദെൻ പ്ലസ് b ഇൻറ്റു എന്താണ്, x+1 ഉണ്ട്. ഓക്കെ, ഓൾ റൈറ്റ്, ഇങ്ങനെയാണുള്ളത്. നമ്മളിവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, സ്യൂട്ടബിൾ ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു ടേമിനെ 0 ആക്കുക, ഒന്നെങ്കിൽ എനെ 0 ആക്കുക, അല്ലെങ്കിൽ ബീൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആക്കുക. അപ്പോൾ നമ്മൾ എക്സിന് ഒരു -1 കൊടുത്താൽ നമുക്ക് a കണ്ടുപിടിക്കാൻ പറ്റും. പുട്ട് x ഈക്വൽ ടു -1. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. പുട്ട് x ഈക്വൽ ടു -1. എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ -1 കൊടുക്കുക. അപ്പോൾ ഇവിടെ -1 കൊടുത്താൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് -1 കിട്ടും, ലെഫ്റ്റ് സൈഡിൽ -1 കിട്ടും, റൈറ്റ് സൈഡിൽ a ഇൻറ്റു എന്താ വരിക, a ഇൻറ്റു -1 പ്ലസ് 2 എന്നുണ്ടാവും, a ഇൻറ്റു -1 പ്ലസ് 2 എന്നുണ്ടാവും, പ്ലസ് b ഇൻറ്റു -1 പ്ലസ് 1 ആണ്. ഓക്കെ, പ്ലസ് b ഇൻറ്റു എന്താ വരിക, -1 പ്ലസ് 1 ആണ്. അപ്പോൾ ഈ ടേം എന്തായി, 0 ആയിപ്പോയി.
ബാക്കിയുള്ളത് -1 is equal to a into -1 ഉം 2 ആഡ് ചെയ്താൽ 1 കിട്ടും. സോ a is equal to എത്ര കിട്ടി? -1 കിട്ടി. സോ എയുടെ വാല്യൂ കിട്ടി. a is equal to എന്ത് കിട്ടി? -1 കിട്ടി. ഓക്കെ, a is equal to നമുക്ക് എന്ത് കിട്ടി? -1 കിട്ടി. റൈറ്റ്. അടുത്തത് നമുക്ക് എക്സിന് എന്ത് കൊടുക്കാൻ പറ്റും? -2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. -2 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയി പോകും. ഓക്കെ, അപ്പോൾ ഓരോ ടേം നമ്മൾ 0 ആക്കി മാറ്റാണ് ചെയ്യുന്നത്. എ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ടേം 0 ആക്കുക, ബി കണ്ടുപിടിക്കണമെങ്കിൽ മറ്റേ ടേം 0 ആക്കുക. ഇവിടെ നമ്മൾ എക്സിന് -2 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എക്സിന് നമ്മൾ -2 എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള എക്സ് എന്തായിട്ട് മാറും? -2 ആയിട്ട് മാറും. ഓക്കെ, റൈറ്റ് സൈഡിൽ നമുക്ക് a ഇൻറ്റു എന്ത് വരും? -2 + 2 വരും. ആൻഡ് പ്ലസ് ബി ഇൻറ്റു എന്ത് വരും? b ഇൻറ്റു -2 + 1 വരും. ഓക്കെ, -2 + 1 വരും. അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറി? 0 ആയിട്ട് മാറി. സോ -2 is equal to b ഇൻറ്റു -2 + 1 is -1. സോ മൈനസ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ b is equal to എത്ര കിട്ടി? b is equal to 2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ദ വാല്യൂ ഓഫ് b. റെഡിയാണോ? b is equal to 2 കിട്ടിയത്. ഓക്കെ അല്ലേ? റെഡി. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂ കൊടുക്കുക, ബിയുടെ സ്ഥാനത്ത് ബിയുടെ വാല്യൂ കൊടുത്താൽ മതി. എത്രയേ ഉള്ളൂ. അപ്പോൾ എയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂ കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ എന്താ കിട്ടാൻ നോക്കാം. എയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂ കൊടുക്കുക. എയുടെ സ്ഥാനത്ത് എയുടെ വാല്യൂ കൊടുക്കുകയാണ്. എയുടെ വാല്യൂ എത്രയാണ്? a is equal to എത്രയാണ്? -1 ആണ്. അപ്പോൾ ഇവിടെ -1. ബിയുടെ സ്ഥാനത്ത് എത്രയാണ്? ബിയുടെ വാല്യൂ കൊടുക്കുക, അതായത് 2 കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ട് ഈക്വലായി. ഓക്കെ, ഇത് രണ്ട് ഈക്വലായിട്ട് മാറിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഐ വിൽ റൈറ്റ് ഇറ്റ് വൺസ് മോർ. സോ എയുടെ വാല്യൂ എത്രയാണ്? എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ എത്രയാണ്? 2 ആണ്. ഓൾറൈറ്റ്. അപ്പോൾ ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനോട് ഈക്വൽ ആണ്. ശരിയല്ലേ? ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. റൈറ്റ്, ബോത്ത് ആർ സെയിം. ക്ലിയർ ആണോ? രണ്ട് സെയിം ആണ്. സോ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ആൻസറായി. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. റൈറ്റ്. സോ ദിസ് ഈക്വൽ, ഇതിന് ഇൻ്റഗ്രൽ എന്താണ്? -log of x + 1 ആണ്, +2 ഇൻറ്റു log of x + 2 ആണ്. ഓക്കെ, ദിസ് ഈസ് ദി ആൻസർ. ദെൻ +c, ദിസ് ഈസ് ദി ആൻസർ. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ log a - log b ഒക്കെ അപ്ലൈ ചെയ്യാം വേണമെങ്കിൽ കേട്ടോ. ഈ 2 എന്ന് പറയുന്നത് ഇതിൻ്റെ പവറിലേക്ക് പോകും. സോ ദിസ് ഈക്വൽ ടു log of x + 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വേണമെങ്കിൽ -log of x + 1 എന്ന് എഴുതാം. ഇവിടെ log a - log b എന്നുള്ള ഐഡിയ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ log of a/b എന്ന് എഴുതാം. ഓക്കെ, x + 2 ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ x + 1 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ദെൻ +c. ആൻഡ് ദിസ് ഈസ് ദ ആൻസർ. ക്ലിയർ? ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ, റൈറ്റ്. അപ്പോൾ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അത് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, റെഡി. അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്തത് മറ്റൊരു ടൈപ്പ് ഓഫ് ഇൻ്റഗ്രേഷൻ ആണ്. അത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. e⁻x f(x + f'(x) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സംഭവം? നമുക്ക് എക്സ്പ്രസ് ദി ഇൻ്റഗ്രൽ i ഇൻ ദി ഫോം. ഓക്കെ, i എന്ന് പറയുന്നത് ഈ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം e⁻x ഇൻ്റഗ്രൽ e⁻x ഒരു ഫംഗ്ഷൻ. ഓക്കെ, പ്ലസ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് തന്നാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം e⁻x f(x) ആണ്. ദെൻ പ്ലസ് ചെയ്യാം. ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. വെരി ഇമ്പോർട്ടൻറ്റ് റിസൾട്ട്. നിങ്ങൾക്ക് ഒരു 2 മാർക്സിനൊക്കെ ഈ ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം എന്തായാലും പഠിച്ചിരിക്കുക കേട്ടോ. ഇത് ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. e⁻x f(x + f'(x) എന്ന് പറയുന്നത് e⁻x f(x + c) ആണ്. ഇപ്പോൾ f(x)ൻ്റെ സ്ഥാനത്ത് ഒരു ഫംഗ്ഷൻ തരും, പ്ലസ് f'(x)ൻ്റെ സ്ഥാനത്ത് ആ തന്നിട്ടുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ് തരിക. ഫോർ എക്സാമ്പിൾ e⁻x ബ്രാക്കറ്റിൽ sin x + cos x. ഇപ്പോൾ sin x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് cos x. cos x-ൻ്റെ ഡെറിവേറ്റീവ് ഒരിക്കലും sin x അല്ല. cos x-ൻ്റെ ഡെറിവേറ്റീവിൽ -sin x എന്നാണ് വരിക. അപ്പോൾ sin x-ൻ്റെ ഡെറിവേറ്റീവ് ആണ് cos x. അപ്പോൾ ഇവിടെ sin x + cos x എന്ന് എഴുതി കഴിഞ്ഞാൽ sin x ആണ് f(x), cos x എന്ന് പറയുന്നത് f'(x) ആണ്. അതുപോലെ log x + 1/x എന്ന് എഴുതി കഴിഞ്ഞാൽ log x-ൻ്റെ ഡെറിവേറ്റീവ് 1/x ആണ്. അപ്പോൾ f(x)ഉം അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് തരിക. അങ്ങനെ തന്നു കഴിഞ്ഞാൽ ആ ഒരു ഫോമിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അതിന് ആൻസർ എപ്പോഴും e⁻x ആ ഫംഗ്ഷൻ ആയിരിക്കും, ഡെറിവേറ്റീവ് അല്ല, ഫംഗ്ഷൻ ആയിരിക്കും. f(x) ആയിരിക്കും എഴുതേണ്ടത്. e⁻x f(x + c) എന്നാണ് എഴുതേണ്ടത്. അതാണ് എപ്പോഴും ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ആൻസർ ആയിട്ട് വരിക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫോം പഠിച്ചു വെക്കുക. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ i എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻ്റഗ്രേഷൻ ഈ ഒരു ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഹെൻസ് ഇവാലുവേറ്റ് i എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ ഈ ഒരു ഫോമിലേക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും നോക്കാം. i is equal to നോക്കൂ x into e⁻x ഡിവൈഡഡ് ബൈ 1 + x the whole square എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് e⁻x f(x) പ്ലസ് ഏത് ഫോമിലേക്ക് മാറ്റണം? e⁻x f(x) പ്ലസ്
എഫ് ഡാഷ് എക്സ് ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇ റേസ് ടു എക്സിനെ അവിടെ നിർത്താം. ഓക്കെ, കാര്യം ഇ റേസ് ടു എക്സ് നമുക്ക് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഇ റേസ് ടു എക്സ് കോമൺ ആണ്. ഇനി ബ്രാക്കറ്റിനുള്ളിൽ ഒരു എഫ് ഓഫ് എക്സും അതിൻ്റെ ഡെറിവേറ്റീവും വരണം. അപ്പോൾ ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് എഴുതാവുന്നത് ഇവിടെ എക്സ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ എക്സിനെ ഒന്നും മാറ്റാനൊന്നും കഴിയില്ല. എക്സിന് അങ്ങനെ തന്നെ എഴുതാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് എക്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ, ഇവിടെ ഈ ഡിനോമിനേറ്ററിൽ 1 + x കണ്ടോ, മുകളിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിനോമിനേറ്ററിലെ ടേംസുകൾ നോക്കി ന്യൂമറേറ്ററിൽ നമുക്ക് ആഡിങ് സബ്ട്രാക്റ്റിങ് നടത്താൻ കഴിയും. അപ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ 1 + x ഉണ്ട്, മുകളിലാണെങ്കിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെയിം ആക്കാൻ വേണ്ടി ഒരു 1 ആഡ് ചെയ്തു, ആ 1 മൈനസും ചെയ്തു. ഓക്കെ, ദെൻ ഡിവൈഡ് ബൈ എന്തുണ്ട്, 1 + x ദ ഹോൾ സ്ക്വയർ എന്നുണ്ട്. ഓക്കെ, ഇത്ര ഓക്കെ ആണല്ലോ. ദെൻ ഡി എക്സ്. അപ്പോൾ എന്താ ചെയ്തത്, ഡിനോമിനേറ്ററിൽ 1 + x ഉണ്ട്, ന്യൂമറേറ്ററിൽ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിനോമിനേറ്റർ പോലെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഒരു 1 ആഡ് ചെയ്തു, ആ 1 എന്ത് ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇവിടെ നമ്മൾ ഈ x + 1 ഡിവൈഡ് ബൈ 1 + x ഹോൾ സ്ക്വയർ അങ്ങനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുക. x + 1 ഡിവൈഡ് ബൈ 1 + x ദ ഹോൾ സ്ക്വയർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ, മൈനസ് 1 ബൈ മൈനസ് ഒരു 1 ഇല്ലേ, 1 ബൈ 1 + x ദ ഹോൾ സ്ക്വയർ എന്നും കൂടെ എഴുതി. ഓക്കെ, ഇങ്ങനെ എഴുതിയാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു x + 1 എന്നുള്ള ഫാക്ടറും ഇവിടെ ഉള്ളൊരു x + 1 എന്നുള്ള ഫാക്ടറും കട്ട് ചെയ്ത് പോയി. ബാക്കി എന്തുള്ളത് അതിൻ്റെ ബാക്കി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇവിടെ ഒരു 1 + x ബാലൻസ് ഉണ്ട് അല്ലേ താഴെ. അപ്പം നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, 1 ബൈ 1 + x എന്ന് എഴുതാം, മൈനസ് 1 ബൈ 1 + x ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, ഡി എക്സ് എന്ന് എഴുതി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇതെന്താണ്, ഇത് അതിൻ്റെ ഡെറിവേറ്റീവാണ്, എഫ് ഡാഷ് എക്സ് ആണ്. കാര്യം നിങ്ങൾക്കറിയാം 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x² ആണ്, 1 + x ഡെറിവേറ്റീവ് മൈനസ് 1/1 + x ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒന്ന് എഫ് ആണെന്നും മറ്റൊന്ന് എഫ് ഡാഷ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. അപ്പോൾ അതിനെ ഇ റേസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഫോമിൽ എഴുതി. ഓക്കെ, പ്ലസ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലസ് ഇട്ടിട്ട് ഇവിടെ മൈനസ് ഇട്ടാലും മതി. എനിവേ രണ്ട് സെയിം തന്നെയാണ്. ഓക്കെ, 1/1 + x ഡെറിവേറ്റീവ് എന്താണ്, മൈനസ് 1/1 + x ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഒന്ന് എഫ് ഓഫ് എക്സ് ആണ്, അതായത് 1/1 + x എഫ് ഓഫ് എക്സ് ആണെങ്കിൽ മൈനസ് 1/1 + x ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എഫ് ഡാഷ് എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സും എഫ് ഡാഷ് എക്സും വന്നിട്ടുണ്ട്, ഉള്ളിൽ പുറത്തൊരു ഇ റേസ് ടു എക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഫോമിലേക്ക് വരാൻ വേണ്ടി നമ്മൾ ചെയ്തത് എന്താണ്, ഈ എക്സ് ഇ റേസ് ടു എക്സിൽ ആ ഇ റേസ് ടു എക്സ് നമ്മൾ ആദ്യം അവിടെ നിർത്തി, ആ എക്സ് എന്ന് പറയുന്നത് എഴുതിയതിന് ശേഷം ഡിനോമിനേറ്റർ പോലെ നമ്മൾ മുകളിലേക്ക് അങ്ങ് ക്രിയേറ്റ് ചെയ്തു. അത്രയേ ഉള്ളൂ, ഒരു 1 ആഡ് ചെയ്തു, 1 സബ്ട്രാക്ട് ചെയ്തു. ആ x + 1 നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, x + 1 എന്നുള്ളതും 1 + x എന്നുള്ളതും തമ്മിൽ സ്പ്ലിറ്റ് ചെയ്തു. ആ ബാക്കിയുള്ള -1 ആ ഡിനോമിനേറ്ററും നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ നമുക്കൊരു ഫാക്ടർ കട്ട് ചെയ്ത് കളയാൻ പറ്റുന്നുണ്ട്. താഴെ ഒരു 1 + x എന്നുള്ള ഫാക്ടർ എക്സ്ട്രാ വരുന്നുണ്ട്. സോ 1/1 + x മൈനസ് 1/1 + x ഹോൾ സ്ക്വയർ ഉണ്ട്. അത് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് എക്സ് ഫോമിലാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ, ഇത്ര ക്ലിയർ ആണല്ലോ. ഇത്ര ക്ലിയർ ആണെങ്കിൽ ഇതിൻ്റെ അടുത്ത ഭാഗം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്ത ഭാഗം ചിലപ്പോൾ അതിന് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് ട്രൈ. ഓക്കെ, ഹെൻസ് ഇവാലുവേറ്റ് ഐ എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കിവിടെ ഐ എന്ന് പറയുന്നത് എന്തായിരുന്നു, ഐ എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് ഇൻറ്റു നമുക്ക് കിട്ടിയത് 1/1 + x ഉണ്ട്, മൈനസ് 1/1 + x ദ ഹോൾ സ്ക്വയർ എന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/1 + x ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്, എഫ് ഡാഷ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് 1/1 + x സ്ക്വയർ ആണ്. ഡെറിവേറ്റീവ് നിങ്ങൾക്ക് കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി. എക്സ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. 1/x ഡെറിവേറ്റീവ് മൈനസ് 1/x² ആണ്, പിന്നെ 1 + x ഡെറിവേറ്റീവ് ഇറ്റ് ഇസ് 1 ഓൺലി. ഓക്കെ, സോ അതാണ് ആൻസർ വരിക. അപ്പോൾ ഇതിന് ആൻസർ എന്തായിട്ട് വരും, ഇ റേസ് ടു എക്സിൻ്റെ ഇത് എഫ് ആണ്, ഇത് എഫ് ഡാഷ് ആണ്. അപ്പോൾ ഇതിന് ആൻസർ ഇ റേസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എന്നല്ലേ വരിക, ഇ റേസ് ടു എക്സിൻ്റെ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്നല്ലേ ആൻസർ വരിക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആരാണ് ഇവിടെ, ഇ റേസ് ടു എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം കാണുന്ന ഫംഗ്ഷനാണ്, അതായത് 1/1 + x ആണ്, ദെൻ പ്ലസ് സി ആണ്. ഇതിന് ആൻസർ എന്താണ്, ഇ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ 1 + x ദെൻ പ്ലസ് സി ആണ്. ഇതാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണോ, റെഡിയാണോ? പെട്ടെന്ന് അതേഴ്സ് മക്കൾ, നിങ്ങൾ ഇതിൽ ഈ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. നിങ്ങൾ ആരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. എന്താണ് അങ്ങനെ, എല്ലാവരും ഒന്ന് ഉഷാറായിട്ടേ ഇതിൽ ഒന്ന് ജോയിൻ ചെയ്യും. അപ്പോഴാണ് നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരണം, അപ്പോഴാണ് നമുക്ക് കൂടുതൽ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റൈറ്റ്. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്ത ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് ഉള്ള കൺസെപ്റ്റ് ഓർമ്മയുണ്ടല്ലോ. നമ്മൾ എല്ലാ ഭാഗവും ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാണ്. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം യു വി ആണ്, ഇൻറ്റഗ്രൽ യു വി ഡി എക്സ്. യു വി ഡി എക്സ് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഫസ്റ്റ് ഫംഗ്ഷൻ യു ആണ്, ഇൻറ്റഗ്രൽ ഓഫ് വി ആണ്. ഓക്കെ, മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് യു ആണ്, ഡെറിവേറ്റീവ് ഓഫ് യു, ഇൻറ്റഗ്രൽ ഓഫ് വി ഡി എക്സ് ആൻഡ് ദെൻ വി പുട്ട് ഹോൾ ഡി എക്സ്. സോ ദിസ് ഈസ് കോൾഡ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അല്ലേ. ഇതിന് വിളിക്കുന്ന പേരെന്താണ്, ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്.
ഓക്കെ, ഇൻ്റഗ്രേഷൻ ബൈ എന്താണ്, പാർട്സ് ആണ്. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ആണ്. അപ്പോൾ ഈ ഭാഗം ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഉള്ള ഭാഗം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുന്നതിൻ്റെ റൂള് നിങ്ങൾക്ക് അറിയാം, ഐ ലേറ്റ് എന്നുള്ള റൂള്. ആ റൂള് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണം, ഐ ലേറ്റ് എന്നുള്ള റൂള് കേട്ടോ. ആൻഡ് ഐ ഫോർ നിങ്ങൾക്ക് അറിയാം ഇൻവേഴ്സ് ആണ്. ഐ ഫോർ ഇൻവേഴ്സ്, എൽ ഫോർ ലോഗരിതം, ഓക്കെ, എ ഫോർ സം ഓൾജിബ്രൈക്ക് ടൈപ്പ്, ആൻഡ് ടി ഫോർ ട്രിഗണോമെട്രി അല്ലേ, ട്രിഗണോമെട്രി, ആൻഡ് ഇ ഫോർ എക്സ്പൊണൻഷ്യൽ അല്ലേ, എക്സ്പൊണൻഷ്യൽ ഫോമാണ്. അപ്പോൾ ഇത്തരം ഭാഗങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഇൻവേഴ്സ്, അതുപോലെ ലോഗരിതം, ഓൾജിബ്ര എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ആ ടൈപ്പാണ്. ട്രിഗണോമെട്രി, എക്സ്പൊണൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇ റേസ് ടു എക്സ്, ഇ റേസ് ടു 3x 2x എന്നൊക്കെ പറയുന്ന സംഭവങ്ങളാണ്. ഓക്കെ, ആദ്യത്തെ ഡൗട്ട് എന്താണ് സർ, ഹൗ ക്യാൻ വി ഡു ഇൻ്റഗ്രൽ ഓഫ് 1/1 + x³ 1/1 + x³? ആദ്യത്തെ 1 + x³ a³ + b³ എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. I will give the hint. ഓക്കെ, ഇൻ്റഗ്രൽ dx ഡിവൈഡഡ് ബൈ എന്താണ് 1 + x³ അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാവുന്നൊരു മെത്തേഡ്, dx ഡിവൈഡഡ് ബൈ, ആദ്യത്തെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് 1 + x³ നമുക്ക് ഇങ്ങനെ എഴുതാം, 1³ + x³ എന്ന് എഴുതാം. നത്തിങ് റോങ്, റൈറ്റ്? a³ + b³ ഫോമാണ്. a³ + b³ എന്ന് പറഞ്ഞാൽ എന്താണ്, a + b ഇൻറ്റു ഓക്കെ a² - ab + b² ആണ്. ഓക്കെ, റൈറ്റ്? സോ ഫൈനലി വി റൈറ്റ് ഇറ്റ് ആസ് x + 1 or 1 + x, whatever it is, ഇൻറ്റു x² - x + 1 ആണ്. സോ ഹിയർ x² - x + 1 എന്ന് പറയുന്നത്, it cannot be factorized further. It is not possible to factorize further. So what we use here, we can use the partial fraction concept. So this is x + 1 first. You can write first or second, whatever it is. So x² - x + 1 എന്ന് എഴുതുന്നു. സോ എങ്ങനെയാണ് ആദ്യത്തെ എഴുതേണ്ടത്? ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് നോക്കൂ, 1/x + 1 ഇൻറ്റു പാർഷ്യൽ ഫ്രാക്ഷൻ ഐഡിയ ഉപയോഗിക്കുക കേട്ടോ. x² - x + 1 ഇസ് ഈക്വൽ ടു a/ എങ്ങനെ എഴുതാം, ഫസ്റ്റ് ഫാക്ടർ എഴുതാം, x + 1 പ്ലസ് സെക്കൻഡിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും നോക്കൂ, ഇത് നോൺ റിസോൾവബിൾ ആണ്. വി കനോട്ട് ഫാക്ടറൈസ്ഡ് ഫർദർ. x² - x + 1 എന്ന് പറയുമ്പോൾ അതിൽ b² - 4ac എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും വരിക. b² - 4ac നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ല. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ അതിന് റൂട്ട്സ് ഉണ്ടാവില്ല. അപ്പോൾ ഫാക്ടറൈസേഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട് നമുക്ക് b² - 4ac <0 വന്നാൽ ഫാക്ടറൈസേഷൻ ചെയ്യാൻ കഴിയില്ല. അതായത് കോംപ്ലക്സ് റൂട്ട്സ് ഒക്കെയാണ് വരിക അതിന്. അപ്പോൾ കോംപ്ലക്സ് റൂട്ട്സ് എന്ന് പറയുന്നതല്ല, നമ്മൾ കോംപ്ലക്സ് റൂട്ട്സിനെ കുറിച്ച് ഒന്നും ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഓൺലി റിയൽ കാൽക്കുലസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് നോൺ റിസോൾവബിൾ അല്ലെങ്കിൽ ഫർദർ ഫാക്ടറൈസേഷൻ പറ്റാത്ത ക്വാഡ്രാറ്റിക്കുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് ഫാക്ടർ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലേ, എ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, എ എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ എ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹിയർ x² - x + 1 പകരം നമ്മൾ bx + c കൊടുക്കണം കണ്ടോ, ഡിവൈഡ് ബൈ x² - x + 1 എന്ന് എഴുതാം. ഓക്കെ, ആദ്യത്തെ ക്ലിയർ? ഇനി ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഡിനോമിനേറ്റർ കട്ട് ചെയ്യുക. നൗ യു മേക്ക് എ സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെൻ ഫൈനലി ഇൻറ്റഗ്രേറ്റ്. ഓക്കെ, ക്ലിയർ? പക്ഷേ ഈ ക്വാഡ്രാറ്റിക്കിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാലോ, കംപ്ലീറ്റ് ഇൻ ദ സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യണം. ബിയും സിയും എ ഒക്കെ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എ ഇൻറ്റു ക്വാഡ്രാറ്റിക് വരും, പ്ലസ് bx + c ഇൻറ്റു ഈ ലീനിയർ വരും, ഡിവൈഡഡ് ബൈ ദിസ് ലീനിയർ ഇൻറ്റു ക്വാഡ്രാറ്റിക് വരും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് ബോത്ത് സൈഡ് കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 വരും, ലെഫ്റ്റ് സൈഡ് 1 വരും, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ a ഇൻറ്റു x² - x + 1 ഉണ്ടാവും, പ്ലസ് bx + c ഇൻറ്റു x + 1 ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എക്സിന് -1 കൊടുക്കുക. സ്റ്റെപ്സുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യം ചെയ്യേണ്ടത് എക്സിന് -1 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എക്സിന് -1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുമെന്നറിയോ, എയുടെ വാല്യൂ കിട്ടും. bx + c എന്നുള്ള മൊത്തത്തിൽ 0 ആയി പോകും, എയുടെ വാല്യൂ കിട്ടും. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഹയസ്റ്റ് പവർ ആയിട്ടുള്ള x² കോഎഫിഷ്യൻസ് ബോത്ത് സൈഡ് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങൾക്ക് ബിയോ സിയോ കിട്ടും, നോക്കി ചെയ്താൽ മതി. ഓക്കെ, അത് കിട്ടും. അതിനുശേഷം കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഹയസ്റ്റ് പവർ അതുപോലെ ലീസ്റ്റ് പവർ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ABC ഈസി ആയിട്ട് കിട്ടും. അത്ര റിസ്ക് ഉള്ള പ്രോബ്ലം അല്ല, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ABC കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആസ് യൂഷ്വൽ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് അറിയാലോ, ലീനിയർ ബൈ ക്വാഡ്രാറ്റിക് എങ്ങനെ ചെയ്യണമെന്നൊക്കെ അറിയില്ലേ, ആ ഒരു ഐഡിയ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് NCERT പഠിക്കുന്നുണ്ട്. ആദിത്യ ക്ലിയർ ആണല്ലോ? റെഡി? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആദിത്യ ദേവ് 1/1 + x³ tan inverse x
സഫീറമ്മൻ ടാൻ ഇൻവേഴ്സ് എക്സ് ഇൻറ്റു എക്സ് ആണ് ചെയ്യാനാണോ പറഞ്ഞത്? എക്സ് ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ആണോ? ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് യൂസ് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഫംഗ്ഷൻ ടാൻ ഇൻവേഴ്സ് എക്സ്. നോ 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 എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എല്ലാം പറ്റില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പറ്റില്ല സഫീർ, അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ കഴിയില്ല കേട്ടോ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും പോസിബിൾ അല്ല. ഇവിടെ എക്സ് ക്യൂബിനെ എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് എന്ന് എഴുതി എക്സ് സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് എന്താ കാര്യം? അങ്ങനെ ചെയ്യാൻ കഴിയില്ല, അങ്ങനെ പ്രൊസീഡ് ചെയ്യാൻ കഴിയില്ല കേട്ടോ. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. സഫീർ അമ്മൻ ക്ലിയർ അല്ലേ? ഓക്കെ മോനെ, ക്ലിയർ? റെഡി? അപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സിൻ്റെ റിസൾട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇൻറ്റഗ്രൽ ഓഫ് യു വി എന്ന് പറഞ്ഞാൽ യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വി. ഓക്കെ, ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. യു ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വി മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് യു ഇൻറ്റഗ്രൽ ഓഫ് വി ഡി എക്സ്. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് എന്നുള്ള റൂൾ അനുസരിച്ച് നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷനെ നമുക്ക് ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ ഓക്കെ സഫീർ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നൗ നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം. ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കേണ്ട രീതി എങ്ങനെയാണ്? ഈ റൂൾ അനുസരിച്ചാണ്. ദിസ് ഇസ് ഓൺലി എ റൂൾ, നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള റൂളാണ്. ഇതന്നെ ഫോളോ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പറ്റുമെങ്കിൽ ഇൻറ്റഗ്രേഷൻ പോസിബിൾ ആണെങ്കിൽ ചെയ്യാമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. ഇപ്പം ലോഗരിതം നോക്കൂ, ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നോക്കണം. നമ്മൾ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഇൻവേഴ്സ് ഇല്ല എന്തായാലും, എക്സും ലോഗ് എക്സും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇൻവേഴ്സിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻവേഴ്സ് ഇല്ലെങ്കിൽ നെക്സ്റ്റ് പ്രിഫറൻസ് ഗോസ് ടു ദ ലോഗരിതം. ഇപ്പോൾ ലോഗരിതം ഉണ്ടോ എന്ന് നോക്കാം. ലോഗരിതമിക് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഫസ്റ്റ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു എഴുതുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷനെ പ്രിഫറൻസ് കൊടുത്തുകൊണ്ട് എഴുതാം. എക്സ് ലോഗ് എക്സ് ആണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇൻറ്റു എക്സ് എന്ന് എഴുതി ഡി എക്സ്. അപ്പോൾ ഇവിടെ ഇതാണ് ഫസ്റ്റ് ഫംഗ്ഷൻ, ഇതെന്താണ് സെക്കൻഡ് ഫംഗ്ഷനാണ്. നമ്മൾ ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് അപ്ലൈ ചെയ്യാൻ പോവാണ്. ദിസ് ഈസ് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷൻ എഴുതാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആരാണ്? ലോഗ് എക്സ് ആണ്. അതാദ്യം എഴുതി. ഫസ്റ്റ് ഫംഗ്ഷൻ ലോഗ് എക്സ് എഴുതി. ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 2 ആണ്. കണ്ടോ, ഞാൻ നേരെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ആൻസർ എഴുതിയിരിക്കുന്നത് കേട്ടോ. ഇൻറ്റഗ്രേറ്റ് ചെയ്തതിൻ്റെ ആൻസറാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഓഫ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ ബൈ 2 ആണ്, മൈനസ് ഇൻറ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. ഇൻറ്റഗ്രൽ ഓഫ് ദി ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് എന്ന് പറയുന്നത് 1/x ആണ്. സെയിം ടൈം ഇൻറ്റഗ്രൽ ഓഫ് ദി സെക്കൻഡ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ഡി എക്സ് ആണ്. ഓക്കെ, ഇങ്ങനെ എഴുതി. നൗ ഈ എക്സ് സ്ക്വയർ ബൈ 2 നമുക്ക് ആദ്യം എഴുതാം. എക്സ് സ്ക്വയർ ബൈ 2 ആദ്യം എഴുതി. ഇൻറ്റു എന്തെഴുതി? ലോഗ് എക്സ് എഴുതി. മൈനസ് ഇവിടെ നിന്നുള്ള ഈ കോൺസ്റ്റൻറ്റ് 1/2 നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ എക്സും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദർ ഈസ് ഓൺലി എക്സ് ഡി എക്സ്. ശരിയല്ലേ? വൺ ഓഫ് ദ എക്സ് സ്ക്വയർ എക്സ് യു ക്യാൻ ക്യാൻസൽ, റൈറ്റ്? സോ വാട്ട് വി ഗെറ്റ് ഫൈനലി എക്സ് കിട്ടും. ഓക്കെ, നൗ ദിസ് ഈസ് എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. ഓക്കെ, മൈനസ് 1/2 ഇൻറ്റു എക്സിന് ഇൻറ്റഗ്രൽ എന്താണ്? വീണ്ടും എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതി. ദെൻ പ്ലസ് സി എന്ന് എഴുതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എക്സ് സ്ക്വയർ ബൈ 2 എന്ന് എഴുതി, പ്ലസ് സി എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ ആൻസർ ആയല്ലോ. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. എക്സ് സ്ക്വയർ ബൈ 2 ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. മൈനസ് ഇത് 1/4 ആയിട്ട് മാറും. ദെൻ എക്സ് സ്ക്വയർ, ദെൻ പ്ലസ് സി. നിങ്ങൾക്ക് വേണമെങ്കിൽ കോമൺ ഫാക്ടർ ആയിട്ടുള്ളതിനൊക്കെ പുറത്തേക്ക് എടുക്കുക. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. എനിവേ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഓക്കെ അല്ലേ? റെഡിയല്ലേ? 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 ഓക്കെ, റെഡി റെഡി റെഡി. ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ് കൃത്യമായിട്ട് പഠിച്ചു നോക്കുക കേട്ടോ. ഹൈലൈറ്റ് എന്നുള്ള റൂൾ അനുസരിച്ചിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടി പഠിക്കുക. അപ്പോൾ നമ്മൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് വരാനുള്ള ചാൻസ് ഉണ്ട്, പഠിച്ചു നോക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മൾ ഡെഫിനിറ്റ് ഇൻറ്റഗ്രലിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഡെഫിനിറ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഡെഫിനിറ്റിലെ ക്വസ്റ്റ്യൻ നോക്കൂ. 2 to 3x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 dx ആണ്. സോ അവർ ക്വസ്റ്റ്യൻ ഈസ് ഇൻറ്റഗ്രൽ ഫ്രം 2 to 3 എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1, എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. ഓക്കെ, എക്സ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 ഡി എക്സ്. ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മളിവിടെ ചെയ്യേണ്ടത് എന്താണ്? സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 1 ടി എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. സോ പുട്ട് എക്സ് സ്ക്വയർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കുന്നു. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2x dx എന്ന് കിട്ടുന്നു. ദാറ്റ് ഇസ് ഈക്വൽ ടു dt.
നമുക്ക് എക്സ് ഡി എക്സ് ഉണ്ട്. സോ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ എന്താ കിട്ടുക? എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2 ഡി ടി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതുക? ഇൻ്റഗ്രൽ എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ഡി ടി ആണ്. ആൻഡ് ദെൻ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 1 നമ്മൾ കൊടുത്തിരിക്കുന്നത് ടി ആണ്. സോ ഡിവൈഡ് ബൈ ടി എന്ന് വന്നു. ഇത്രയും ഓക്കെ ആണല്ലോ? ഡിവൈഡ് ബൈ ടി വന്നു. ഓക്കെ, റൈറ്റ്, ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമുക്കറിയാം ഈ 2 എന്ന് പറയുന്നതും ഈ 3 എന്ന് പറയുന്നതും ആരുടെ ലിമിറ്റാണ്? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ എക്സിൻ്റെ ലിമിറ്റാണ് 2ഉം 3യും. നമ്മൾ ഇവിടെ ഇനി വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്ക് വന്ന സ്ഥിതിക്ക് നമുക്ക് വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുമ്പോൾ ലിമിറ്റും ടിയുടേതായിരിക്കണം. ഓക്കെ, ലിമിറ്റും ആരുടേതായിരിക്കണം? ടിയുടേതായിരിക്കണം. അപ്പോൾ നമ്മൾ ലിമിറ്റ് ചേഞ്ച് ചെയ്യാൻ പോവാണ്. നോക്കൂ, എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് 2 ആണ്. അപ്പോൾ ഈ 2 നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് ഇവിടെ എക്സിന് കൊടുത്താൽ 2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സ്ക്വയർ പ്ലസ് 1 എത്ര കിട്ടും? 5 കിട്ടും. സോ ടി ഈക്വൽ ടു 5 ആയി. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എക്സ് 2 ആകുന്ന സമയത്ത് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സ്ക്വയർ പ്ലസ് 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ എക്സിന് 2 കൊടുക്കുമ്പോൾ നമ്മൾ ടിക്ക് 5 കൊടുക്കണം എന്നാണ് അർത്ഥം. എക്സിന് 2 കൊടുക്കുന്ന സമയത്ത് ടിക്ക് 5 കൊടുക്കണം. സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന സമയത്ത് മാറ്റം വരും. സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ മാറ്റം വരും. അതായത് എക്സ് കൊടുക്കുന്ന എക്സിനുള്ള അതേ വാല്യൂ ആയിരിക്കണം എന്നില്ല ടിക്ക് ഉണ്ടാകുക. പറഞ്ഞാൽ മനസ്സിലായില്ലേ? അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. അതുപോലെ എക്സിന് നമ്മൾ 3 കൊടുക്കുന്ന സമയത്ത്, അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ടി എന്തായിട്ട് മാറും? ഇതാ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ് ടി. അപ്പോൾ 3 സ്ക്വയർ പ്ലസ് 1 ആയിട്ട് മാറും. അതെന്തായിട്ട് മാറി? 10 ആയിട്ട് മാറി അല്ലേ? 9 + 1 10 ആയിട്ട് മാറി. അപ്പോൾ 3 എന്ന് പറയുന്ന അപ്പർ ലിമിറ്റ് എക്സിൻ്റെ ലിമിറ്റാണ്. പക്ഷെ അത് ടിയിലേക്ക് വരുന്ന സമയത്ത് അത് 5 എന്നുള്ള എന്തായിട്ട് മാറും? 3 എന്നുള്ള എന്തായിട്ട് മാറും? 10 ആയിട്ട് മാറും. 3 എന്നുള്ള എന്തായിട്ട് മാറി? 10 ആയിട്ട് മാറി. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ 1/2 പുറത്തെടുക്കുകയാണ്. 1/2 പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ ഫ്രം 5 to 10 നോക്കൂ, ഡി ടി ഡിവൈഡ് ബൈ ടി എന്ന് വന്ന്. ഇതിന് ആൻസർ നോക്ക് 1/2 ഇൻറ്റു ഇതിന് ആൻസർ നോക്കൂ ലോഗ് ടി അല്ലേ? ലോഗ് ടി അല്ലേ? ആൻഡ് ദ ലിമിറ്റ് ഈസ് ഫ്രം 5 to 10 ആണ്. ഓക്കെ, ഇത് നമ്മളിതിനെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ്. അപ്പർ ലിമിറ്റ് ഫസ്റ്റ് കൊടുക്കുക. സോ 1/2 ഇൻറ്റു അപ്പർ ലിമിറ്റ് ഫസ്റ്റ് കൊടുക്കുമ്പോൾ ലോഗ് 10 വരും. മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ലോഗ് 5 വരും. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലോഗ് എ ബൈ ബി ആണ്. അപ്പോൾ 1/2 ഇൻറ്റു ലോഗ് 10/5 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ലോഗ് 10/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 അല്ലേ? ലോഗ് 2 എന്ന് വരും. സോ 1/2 ലോഗ് 2 ഇസ് ദ ആൻസർ. ഓക്കെ, 1/2 ലോഗ് 2 ഇസ് ദി ആൻസർ. മക്കളെല്ലാവർക്കും ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ, റെഡി? പെട്ടെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ആൻസർ വരിക. സബ്സ്റ്റിറ്റ്യൂഷൻ ശ്രദ്ധിക്കുക. സബ്സ്റ്റിറ്റ്യൂഷൻ സ്യൂട്ടബിൾ ആയിട്ട് ആസ് യൂഷ്വൽ മെത്തഡിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഇൻ്റഗ്രബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സെയിം ടൈം വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്ക് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിമിറ്റും കൂടെ വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്ക് കൊണ്ടുവരിക. അതിൻ്റെ ലിമിറ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടിയിലേക്ക് കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, ലിമിറ്റ് കൊണ്ടുവരണം. ലിമിറ്റ് ചേഞ്ച് ചെയ്യണം, മറന്നു പോകരുത്. ലിമിറ്റ് ചേഞ്ച് ചെയ്യേണ്ട സിറ്റുവേഷൻസിൽ ചേഞ്ച് ചെയ്യണം. റെഡിയാണോ? 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 പെട്ടെന്ന് 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 പറ. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റിലേക്ക് പോകല്ലേ? അടുത്ത ക്വസ്റ്റൻ നോക്കിയാൽ ഇൻ്റഗ്രൽ ഫ്രം 0 to π ആണ്. ഇൻ്റഗ്രൽ ഫ്രം 0 to π. ഇൻ്റഗ്രൽ ഫ്രം 0 to π. ഓക്കെ സഫീർ, ഗുഡ് ഗുഡ് ഗുഡ്. അടുത്ത ആൾക്കാരൊക്കെ എല്ലാവരും കൂടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. നോക്കൂ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം 0 to π ആണ്. എക്സ് ഡി എക്സ് ഡിവൈഡഡ് ബൈ 1 + sin x. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? വി ഹാവ് ടു യൂസ് വൺ പ്രോപ്പർട്ടി. ഏതാണ് പ്രോപ്പർട്ടി എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ 0 to a, ഈ പ്രോപ്പർട്ടി ഓർമ്മ ഉണ്ടല്ലോ, എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് ആണ്. ഇതാണ് പ്രോപ്പർട്ടി. എക്സിനെ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കി മാറ്റുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഐ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to π. നമ്മൾ ഈ എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ സൈൻ എക്സിലൊരു എക്സ് ഉണ്ട്. ഈ എക്സ് കാണുന്ന സ്ഥലത്തൊക്കെ എക്സിനെ നിങ്ങൾ പൈ മൈനസ് എക്സ് ആക്കി മാറ്റുക. പൈ മൈനസ് എക്സ്. ഓക്കെ, ഡി എക്സ്. താഴെ 1 + സൈൻ പൈ മൈനസ് എക്സ്. കണ്ടോ, എക്സിനൊക്കെ നമ്മൾ എന്താക്കി മാറ്റി? പൈ മൈനസ് എക്സ് ആക്കി മാറ്റി. പൈ മൈനസ് എക്സ് ആക്കി മാറ്റി. ഇതാണ് എന്ത്? പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ വിത്ത് മോഡുലസ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അല്ലേ? ഓക്കെ, മോഡുലസിൻ്റെ പ്രോബ്ലം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ വെയിറ്റ് കേട്ടോ. ഓക്കെ, യെസ്. ഇപ്പം നോക്കാം, നമുക്ക് ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, റൈറ്റ്. നമ്മളിവിടെ എന്ത് ചെയ്തു? പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ നിങ്ങളിവിടെ ബൈ ആൻഡ് ദ റീസൺ യു റൈറ്റ് ബൈ യൂസിങ് ഇൻ്റഗ്രൽ 0 to a. എന്താണ് പ്രോപ്പർട്ടി? 0 to a
0 to a f of x dx എന്ന് പറയുന്നത് എന്താണ്? 0 to a f of a minus x dx എന്നുള്ളതാണ് പ്രോപ്പർട്ടി. സോ യു റൈറ്റ് ദ പ്രോപ്പർട്ടി ഓൾസോ. നിങ്ങൾ എക്സാം ആൻസർ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർട്ടിയും കൂടെ എഴുതാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു ആൻഡ് വി ക്യാൻ സിംപ്ലിഫൈ ഇറ്റ് ഫർദർ. സോ ഇൻ്റഗ്രൽ ഫ്രം 0 to പൈ, ഈ പൈ മൈനസ് എക്സിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, ഡിവൈഡഡ് ബൈ 1 പ്ലസ്, നോക്കൂ സൈൻ 180 മൈനസ് എക്സ്, പൈ മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സൈൻ പൈ മൈനസ് എക്സ് എന്താണ്? സൈൻ പൈ മൈനസ് എക്സ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പൈ മൈനസ് എക്സ് സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്, ദർ ഇസ് നോ ചേഞ്ച് ഓഫ് ഫംഗ്ഷൻ. സെക്കൻഡ് ക്വാഡ്രൻ്റിൽ സൈൻ പോസിറ്റീവ് ആണ്, സോ ആൻസർ ഈസ് സൈൻ എക്സ് അല്ലേ. സൈൻ പൈ മൈനസ് എക്സ് എന്താണ്? ആൻസർ സൈൻ എക്സ് ആണ്. അപ്പോൾ നമ്മൾ നോക്കൂ, ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ഐ ഈക്വൽ ടു എഴുതി, അതിനുശേഷം നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഈ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതിന് ശേഷം അതിനൊന്ന് സിംപ്ലിഫിക്കേഷൻ ചെയ്തു. സിംപ്ലിഫിക്കേഷൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇവിടെ സൈൻ പൈ മൈനസ് എക്സിന് സൈൻ എക്സ് എന്ന് എഴുതി, അതൊരു സിംപ്ലിഫിക്കേഷനാണ്. സൈൻ പൈ മൈനസ് എക്സിന് സൈൻ എക്സ് എന്ന് എഴുതി, അതൊരു സിംപ്ലിഫിക്കേഷനാണ്. ആ സിംപ്ലിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം നമ്മളിതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. നമ്മളിനി 1 ഉം 2 ഉം തമ്മിൽ ആഡ് ചെയ്യാണ്. 1 ഉം 2 ആഡ് ചെയ്യുമ്പോൾ ഉള്ള ഇതെന്തിനാ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവും, ഇപ്പം തന്നെ മനസ്സിലാവും. 1 ഉം 2 ആഡ് ചെയ്യാണ് നമ്മൾ. സോ 1 + 2 ഇംപ്ലൈസ് 1 ഉം 2 ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ i + i കിട്ടും, ദാറ്റ് ഈസ് 2i. റൈറ്റ് സൈഡിൽ നോക്കൂ, സെയിം ലിമിറ്റ് ആണ്, 0 to പൈ ആണ്, ഇവിടെ 0 to പൈ ആണ്. സോ സെയിം ലിമിറ്റ് ആണ് ആൻഡ് ദ ഡിനോമിനേറ്റർ ഓൾസോ സെയിം. നോക്കൂ, ഡിനോമിനേറ്ററിൽ 1 + sin x ഉണ്ട്, ഇവിടെയും 1 + sin x ഉണ്ട്. നോക്കൂ, ഇക്വേഷൻ നമ്പർ 1 × 2 × ഡിനോമിനേറ്റർ സെയിം ആണ്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ ന്യൂമറേറ്റേഴ്സുകൾ തമ്മിൽ ആഡ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? അപ്പോൾ ന്യൂമറേറ്റർ എന്ന് പറയുന്ന ആരാണ്? നോക്കൂ, ലിമിറ്റ് സെയിം ആണ്, 0 to പൈ ആണ്. ന്യൂമറേറ്ററിൽ അവിടെ ഉള്ളത് എന്താണ്? എക്സ് ആണ്. ഓക്കെ, ഇവിടെ ന്യൂമറേറ്ററിൽ എന്താണ്? പൈ മൈനസ് എക്സ് ആണ്. അപ്പോൾ ഞാൻ എക്സും പൈ മൈനസ് എക്സും തമ്മിൽ ആഡ് ചെയ്യാണ്. ഓക്കെ, ദെൻ വി റൈറ്റ് കോമൺ ഡി എക്സ്. ഓക്കെ, ആൻഡ് ദ ഡിനോമിനേറ്റർ ഈസ് ഓൾസോ കോമൺ, ഇറ്റ് ഈസ് 1 + sin x. ക്ലിയർ ആണല്ലോ, ഇത് കോമൺ ഡിനോമിനേറ്റർ ആണ്. സോ ഹിയർ വി ക്യാൻ ക്യാൻസൽ ദിസ് +x ആൻഡ് ദിസ് -x. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പിടികിട്ടി കാണുമല്ലോ എന്തിനാണ് പ്രോപ്പർട്ടി യൂസ് ചെയ്തത്. ബിക്കോസ് ദ പ്രോബ്ലം ഈസ് x is making or x is creating problem here. If x is not there, then the problem will be very simple. Okay, അപ്പോൾ ഈ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇടയ്ക്ക് കയറി വരും. എന്താണ്? അതന്നെയാണ്. യെസ് സഫീർ എമ്മൻ, യു ആർ റൈറ്റ്. അത് തന്നെയാണ് അത് പണ്ട് പഠിച്ചത്, അത് തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നോക്കാം, -x ഉം +x ഉം ക്യാൻസൽ ചെയ്ത് പോയി, പൈ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പൈ. അപ്പോൾ നോക്കിയാൽ കണ്ടോ, ആ എക്സ് കണ്ടില്ല, ആ എക്സ് അങ്ങ് പോയി കിട്ടി. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി കൊണ്ട് ഉള്ള ഉപകാരം അതൊക്കെയാണ്. 2i എന്ന് പറയും, ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ആണ്, അതിനെ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ ഫ്രം 0 to പൈ, പിന്നെ വരുന്നത് 1/1 + sin x ആണ്. ഓക്കെ, ഡി എക്സ് ആണ്. 1/1 + sin x dx. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വലിയ പ്രയാസം ഉണ്ടാവില്ല. ഇതെങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിച്ചോ. അപ്പോൾ 2i = പൈ × ഇൻ്റഗ്രൽ ഫ്രം 0 to പൈ. ഒരു മെത്തേഡ് ഇതാണ്, 1/1 + sin x വന്നാൽ, അല്ലെങ്കിൽ 1/1 - sin x, 1/1 + cos x, ഇങ്ങനത്തെ പ്രോബ്ലം വരുന്ന സമയത്ത് ഇതിനെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ 1 - sin x കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1 - sin x കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ക്ലിയർ? ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ വരിക നോക്കിയേ, 2i = പൈ × ഇൻ്റഗ്രൽ ഫ്രം 0 to പൈ. നോക്കൂ, ന്യൂമറേറ്റർ എന്ന് പറയുന്നത് 1 - sin x ആണ്, അത് മാറ്റമൊന്നുമില്ല. ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് നോക്കൂ, a + b × a - b ഫോം ആണ് അല്ലേ. a + b × a - b ഫോം എന്ന് പറഞ്ഞാൽ a² - b² ആണ്, അതായത് 1 - sin² x ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കണം ആ ഭാഗം കേട്ടോ. ഇതേത് ഫോമാണ്? a + b × a - b ആണ്. 1 + sin x × 1 - sin x എന്ന് പറഞ്ഞാൽ a + b × a - b ഫോമാണ്. അത് നമുക്ക് a² - b² എന്ന് എഴുതാം. a² എന്ന് പറഞ്ഞാൽ 1 - b² എന്ന് പറഞ്ഞാൽ sin² x. ഇനി നമുക്ക് അവിടെ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. 1 - sin² x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 - sin² x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ cos² x അല്ലേ. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യാണ്, cos² x എന്നുള്ള ഭാഗം യൂസ് ചെയ്യാണ് കേട്ടോ, 1 - sin² x. അപ്പോൾ നമ്മൾ 2i = എങ്ങനെ എഴുതാണ്? പൈ × ഇൻ്റഗ്രൽ ഫ്രം 0 to പൈ. നമ്മൾ 1 - sin x അങ്ങനെ തന്നെ എഴുതി, മുകളിലത്തെ 1 - sin x അങ്ങനെ തന്നെ എഴുതാം. താഴെയുള്ള 1 - sin² x നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? cos² x എന്ന് എഴുതാൻ പറ്റും, dx എന്ന് എഴുതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. 1/cos² x - sin x/cos² x എന്ന് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 2i = എങ്ങനെ എഴുതാം? പൈ × ഇൻ്റഗ്രൽ ഫ്രം 0 to പൈ. ഇതിനെ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു, 1/cos² x - sin x/cos² x എന്ന് എഴുതുന്നു. ഓക്കെ, കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾ, പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ഇങ്ങനെ ചെയ്ത് പോയാൽ മതി. ജസ്റ്റ് അതിൻ്റെ നമ്മൾ 1 - sin x കൊണ്ട് മുകളിൽ താഴെ മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്ററിലെ ഐഡൻറ്റിറ്റി a - b × a + b യൂസ് ചെയ്യണം. അതിനുശേഷം 1 - sin² x cos² x ആക്കി മാറ്റണം. അതിനുശേഷം അതിനെ സ്പ്ലിറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ.
സോ 1/cos² x എന്ന് പറഞ്ഞാൽ ആരാണ്? sec² x അല്ലേ? മൈനസ് നോക്കൂ sin/cos². sin/cos ഒരു കോസ് എടുത്ത് സൈനും കോസും കൂടെ ചേർന്ന് ടാൻ ആക്കുക. ബാക്കിയുള്ള 1/cosനെ സീക്ക് എന്ന് എഴുതാം. അപ്പോൾ sin/cos² x എന്ന് പറഞ്ഞാൽ ആരാണ്? sin x/cos² x എന്ന് പറഞ്ഞാൽ ആരാണ്? sec x ഇൻറ്റു ടാൻ എക്സ് ആണ്. ശരിയല്ലേ? sec x ഇൻറ്റു ടാൻ എക്സ് ആണ്. ശരിയാണോ? sec x ഇൻറ്റു ടാൻ എക്സ് അല്ലേ അത്? sin/cos ടാൻ ആണ്, 1/cos സീക്ക് ആണ്. അപ്പോൾ sec x ഇൻറ്റു ടാൻ എക്സ് എന്ന് എഴുതാം കേട്ടോ. അപ്പോൾ sin x/cos² x ആരാണ്? sec x ഇൻറ്റു ടാൻ എക്സ് ആണ്. ഇനി ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ നോക്കൂ 2i = π ഇൻറ്റു ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ sec² x ഇൻറ്റഗ്രൽ എന്താണ്? ടാൻ എക്സ് ആണ്. sec² x ഇൻറ്റഗ്രൽ എന്താണ്? ടാൻ എക്സ് ആണ്. sec² x ഇൻറ്റഗ്രൽ എന്താണ്? ടാൻ എക്സ് ആണ്. അപ്പോൾ sec² x ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തു ടാൻ എക്സ് എന്ന് എഴുതി. മൈനസ് sec x ടാൻ എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? sec x എന്ന് കിട്ടും. ശരിയല്ലേ? അതിൻ്റെ ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? 0 മുതൽ π വരെയാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ആൻസറിലേക്ക് എത്തി. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി 2i = π ഇൻറ്റു നമ്മൾ ആദ്യം കൊടുക്കുന്നത് എക്സിന് π കൊടുക്കുകയാണ്. അപ്പോൾ എന്താ വരിക? ടാൻ π വരും. ഓക്കെ, ടാൻ π മൈനസ് സീക്ക് π എന്ന് വരും. ഓക്കെ, മൈനസ് സീക്ക് π എന്ന് വരും. ടാൻ π മൈനസ് സീക്ക് π, ദിസ് ഈസ് യുവർ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യണം. ടാൻ 0 മൈനസ് സീക്ക് 0 എന്താണ്? ടാൻ 0 മൈനസ് സീക്ക് 0 എന്ന് എഴുതാം. ഓക്കെ, അതിനുശേഷം നമ്മൾ എങ്ങനെ എഴുതാം? ദിസ് ഈക്വൽ ടു π ഇൻറ്റു ടാൻ π എത്രയാണ്? sin π/cos π. sin π 0 ആണ്, അപ്പോൾ ഇതിന് ആൻസർ 0 ആണ്. മൈനസ് സീക്ക് π എന്ന് പറഞ്ഞാൽ 1/cos π, അപ്പോൾ അത് -1 ആവും. സോ ദിസ് ഇസ് -1. ദെൻ മൈനസ് ടാൻ 0 is 0 ആൻഡ് സീക്ക് 0 എന്ന് പറയുന്നത് സീക്ക് 0 എന്ന് പറയുന്നത് 1 ആണ്. സോ -1 എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് π ഇൻറ്റു -1 പോസിറ്റീവ് 1 1 1 +1 ആയി. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 2π എന്ന് കിട്ടി. സോ 2i = 2π ആണെങ്കിൽ 2 വി ക്യാൻ ക്യാൻസൽ. സോ i എത്ര കിട്ടി? π എന്ന് കിട്ടി. സോ വാട്ട് ഈസ് ദി ആൻസർ? i = π ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ മക്കളെ, ക്ലിയർ ആണോ അത്? ഓൾറൈറ്റ്, ഇത് ക്ലിയർ അല്ലേ? പ്രോബ്ലം സോൾവ് ചെയ്ത് ക്ലിയർ അല്ലേ? വലിയ ക്വസ്റ്റ്യൻ ആണ്, ലെങ്തി ആണ്, എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഏതാണ് ക്വസ്റ്റ്യൻ? 0 to π x / 1 + sin x. അവിടെ എക്സ് ആണ് നമുക്ക് ആക്ച്വലി അവിടെ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾ. അപ്പോൾ എക്സിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എക്സിനെ മാറ്റാൻ വേണ്ടി നമ്മൾ മുകളിലും താഴെയും ഒരു 1 - sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ 1 + sin x വരുമ്പോൾ 1 - sin x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം മുകളിലും താഴെയും. താഴെ 1 - sin x ആണ് വന്നതെങ്കിൽ നിങ്ങൾ 1 + sin x കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ തരുന്നതിനനുസരിച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ചെയ്ത് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? നന്നായിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. വീണ്ടും ചെയ്ത് പഠിക്കുക കേട്ടോ. പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ എളുപ്പമാവുള്ളൂ. നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണിത്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇൻ്റഗ്രൽ ഫ്രം 0 to π/4 ആണ്. log 1 + tan x dx. ഇത് π/8 log 2 എന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇത് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഐയിൽ നിന്നാണ്. i = നമ്മൾ തുടങ്ങുകയാണ്. i = ഇൻ്റഗ്രൽ ഫ്രം 0 to π/4 എന്താണ്? log of 1 + tan x dx ആണ്. അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇത് നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം. ഏത് പ്രോപ്പർട്ടിയാണ്? നമ്മളിപ്പോൾ പറഞ്ഞ പ്രോപ്പർട്ടി. ഇപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്ത പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. സോ i = ഇൻ്റഗ്രൽ ഫ്രം 0 to π/4. പ്രോപ്പർട്ടി നമ്പർ 4 എന്നൊക്കെ നമുക്ക് NCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവും. നമ്മൾ കറക്റ്റ് പ്രോപ്പർട്ടി തന്നെ എഴുതി പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? log of 1 + tan എക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സിന് നമ്മൾ π/4 - x വെച്ച് റീപ്ലേസ് ചെയ്യാണ്. എക്സിന് നമ്മൾ π/4 - x വെച്ച് റീപ്ലേസ് ചെയ്യാണ്. ദെൻ dx. അപ്പോൾ നമ്മളിവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. ഏത് പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്തത്? ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ. ഏത് പ്രോപ്പർട്ടിയാണ്? ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഇൻ്റഗ്രൽ ഫ്രം 0 to a f of x dx എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 0 to a f of a - x dx എന്ന് പറയുന്ന പ്രോപ്പർട്ടീനോട് ഈക്വൽ ആണ്. ഇതാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇത് ഇൻ്റഗ്രേഷനോട് ഈക്വൽ ആണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചുള്ളത്. മനസ്സിലായല്ലോ? അപ്പർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ a ആണ്. അപ്പോൾ എക്സിന് നമ്മൾ എങ്ങനെ റീപ്ലേസ് ചെയ്തു? അപ്പർ ലിമിറ്റ് -x ആക്കി റീപ്ലേസ് ചെയ്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നോക്കിക്കോ. i = ഇൻ്റഗ്രൽ ഫ്രം 0 to π/4 log of, ഓക്കെ ശ്രദ്ധിക്കോ, 1 + ഇവിടെ നിങ്ങൾ tan a - b എന്നുള്ള ഫോർമുല അപ്ലൈ ആണ്. tan a - b എന്നുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. tan a - b എന്ന് പറഞ്ഞാൽ എന്താണ്? tan a - tan b / 1 + tan a tan b.
ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഫോർമുല അപ്ലൈ ആണ്. എന്താണ്? ടാൻ എ ഓക്കെ മൈനസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എ ഇൻറ്റു ടാൻ ബി എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്തു. എല്ലാവർക്കും പരിചയമുള്ള ഫോർമുലയാണ് ടാൻ എ മൈനസ് ബി. അവിടെ നിങ്ങൾ വീണ്ടും ഒരു സ്റ്റെപ്പും കൂടെ നോക്കുക. ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം 0 to π/4 log ഓഫ് 1 പ്ലസ് നോക്കൂ ടാൻ π/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ടാൻ π/4 1 അല്ലേ? സോ 1 മൈനസ് ടാൻ എക്സ് ആയി ഡിവൈഡഡ് ബൈ ഇവിടെയും ടാൻ π/4 1 ആണ്. സോ 1 പ്ലസ് 1 ഇൻറ്റു ടാൻ എക്സ് എന്തായി? ടാൻ എക്സ് ആയിട്ട് മാറി. ദെൻ ഡി എക്സ് എന്ന് എഴുതാം. ഓക്കെ, അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ടാൻ π/4 മൈനസ് എക്സിൻ്റെ ഫോർമുല പഠിച്ചു വെക്കാം. 1 മൈനസ് ടാൻ എക്സ് ബൈ 1 പ്ലസ് ടാൻ എക്സ്. ഇത് നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനിവേ നിങ്ങൾ ടാൻ എ മൈനസ് ബി ആയിരിക്കും കുറച്ചും കൂടെ ഫെമിലിയർ. അപ്പോൾ അതുപോലെ അങ്ങ് പഠിച്ചു വെക്കുക, അതുപോലെ എക്സ്പാൻഡ് ചെയ്യുക. പക്ഷേ ടാൻ π/4 1 ആണെന്നുള്ളത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ 1 പ്ലസ് ടാൻ എക്സ് ഇല്ലേ, ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അതിനങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എന്താ കിട്ടുന്ന നോക്കിയേ. ഇതിന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒന്ന് ചെയ്തേ. ഈ 1ലേക്ക് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കിയേ. അപ്പോൾ അതിന് ആൻസർ എങ്ങനെ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഓർ ഐ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? ഇൻറ്റഗ്രൽ ഫ്രം 0 to π/4 ലോഗ് ഓഫ് എങ്ങനെ വരും? ഈ 1 പ്ലസ് ടാൻ എക്സ് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 1 ഇൻറ്റു 1 പ്ലസ് ടാൻ എക്സ് എന്നല്ലേ വരിക? ദാറ്റ് ഈസ് 1 പ്ലസ് ടാൻ എക്സ്. ശരിയല്ലേ? 1 പ്ലസ് ടാൻ എക്സ് പ്ലസ് ബാക്കി ഇവിടെ നോക്കിക്കേ ഒരു 1 മൈനസ് ടാൻ എക്സ് കിടക്കുന്നുണ്ട് കണ്ടോ? ആ 1 മൈനസ് ടാൻ എക്സ് ഞാൻ അതേപോലെ എഴുതി. 1 മൈനസ് ടാൻ എക്സ് എന്ന് എഴുതി. ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം? ഡിനോമിനേറ്റർ ആയിട്ടുള്ള 1 പ്ലസ് ടാൻ എക്സ് അല്ലേ? ഇതൊരു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ? സോ ഹോൾ ഡിവൈഡഡ് ബൈ എന്ത് എഴുതാം? 1 പ്ലസ് ടാൻ എക്സ് എന്ന് എഴുതാം. ദെൻ വി പുട്ട് ഡി എക്സ്. ഓക്കെ അല്ലേ? ദെൻ വി പുട്ട് ഡി എക്സ്. സോ ഐ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം 0 to π/4 ലോഗ് ഓഫ് ഇവിടെ നിങ്ങൾക്കറിയാം മൈനസ് ടാൻ എക്സ് പ്ലസ് ടാൻ എക്സ് കട്ട് ചെയ്ത് പോയി. ഈ 1 ആഡ് ചെയ്യുന്ന സമയത്ത് 2 കിട്ടി. ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ എക്സ് എന്ന് കിട്ടും ഇൻറ്റു ഡി എക്സ് എന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കൂ, പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്തു, പ്രോപ്പർട്ടീനെ നമ്മൾ സിംപ്ലിഫിക്കേഷൻ ചെയ്തു. ഫൈനലി സിംപ്ലിഫൈ ചെയ്ത് ഇവിടെ എത്തിയിട്ടുണ്ട്. സിംപ്ലിഫൈ ചെയ്ത് എത്തിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്നാണ് കൊടുക്കുക. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഓക്കെ മക്കളെ, എത്ര ഓക്കെ ആണോ? പെട്ടെന്ന് പറഞ്ഞാൽ എത്ര ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? CBSE-കാരെ ഉഷാറാവ്. ഇപ്പോഴേ നമുക്ക് നടക്കുള്ളൂ കാര്യങ്ങൾ കേട്ടോ. ഇവിടെ നോക്ക്, ഇക്വേഷൻ നമ്പർ 1 ആയി, ഇക്വേഷൻ നമ്പർ 2 ആയി. റെഡി? ഇത് തമ്മിൽ ആഡ് ചെയ്യൂ. 1ഉം 2ഉം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആഡ് ചെയ്യണം. വളരെ എസ് എ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. വലിയ മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ്. 4 മാർക്കിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഉഷാറായിട്ട് ചെയ്യാം കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. കിട്ടിയ 4 മാർക്കാണ് കേട്ടോ. വെറുതെ കളയാൻ പാടില്ല. ഓക്കെ, വളരെ സിമ്പിളാണ്. പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, ക്ലിയർ റൈറ്റ്. അപ്പോൾ ഞാൻ 1ഉം 2ഉം തമ്മിൽ ആഡ് ചെയ്യാൻ പോവാണ്. 1ഉം 2 ആഡ് ചെയ്യുന്ന ഇവിടെ ഇതാണ്. സി 1ഉം 2 ആഡ് ചെയ്യാണ്. 1 പ്ലസ് 2 ഇംപ്ലൈസ് നോക്കിയേ. 1ഉം 2 ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്യാൻ മറന്നു വരുത്. I പ്ലസ് ഐ ആണ് ലെഫ്റ്റ് സൈഡിൽ കിട്ടുക. I പ്ലസ് ഐ ഇസിക്കൽ ടു റൈറ്റ് സൈഡിൽ നോക്കൂ 0 to π/4. 1ൻ്റെ ഇൻ്റഗ്രാൻഡ് എന്താണ്? ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ആണ്. ഓക്കെ, ലോഗ് 1 പ്ലസ് ടാൻ എക്സ് ആണ്. ഓക്കെ, പ്ലസ് രണ്ടാമത്തെ എന്താ ഉള്ളത്? ലോഗ് 2/1 പ്ലസ് ടാൻ എക്സ് ആണ്. അപ്പോൾ ലോഗ് 2/1 പ്ലസ് ടാൻ എക്സ് ആണ്. ഓക്കെ, ദെൻ വി പുട്ട് ഹോൾ ഡി എക്സ്. ഓക്കെ, ഹോൾ ഡി എക്സ് എന്ന് എഴുതി. ക്ലിയർ? ഇനി ഞാൻ അതിൻ്റെ ബാക്കി ഇവിടെ എഴുതാൻ ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ ബാക്കി ഇവിടെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ ഓക്കെ ആണോ? പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് പറഞ്ഞേ. പെട്ടെന്ന് പറയൂ. ഇത്ര ഓക്കെ ആണോ? വരട്ടെ. ലോഗ് സ്പ്ലിറ്റ് ചെയ്ത് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. യെസ് ആദിത്യ. ഓക്കെ, ലോഗ് സ്പ്ലിറ്റ് ചെയ്ത് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലൊക്കെ മതി. യെസ്, അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ജസ്റ്റ് ആഡ് ചെയ്താലും മതി. നോക്കൂ, ലോഗ് എ, ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, ലോഗ് എ പ്ലസ് ലോഗ് ബി, ലോഗ് എ ബി ആണ്. ആൻസർ ആയി. ഇവിടെ I പ്ലസ് ഐ 2i. ദിസ് I പ്ലസ് ഐ ഇസ് 2i. 2i ഈക്വൽ ടു ഇൻറ്റഗ്രൽ ഫ്രം 0 to π/4. സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയാലും മതി, കുഴപ്പമൊന്നുമില്ല കേട്ടോ. രണ്ടും റെഡിയാണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ്. എ ബി എന്ന് പറയുമ്പോൾ നോക്കൂ, എ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് ടാൻ എക്സ് അല്ലേ, ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഈ 2/, ആണ്. 2/1 പ്ലസ് ടാൻ എക്സ് ആണ്. ആദ്യത്തെ ഇങ്ങനെ ചെയ്താൽ ബുദ്ധിമുട്ടുണ്ടോ? വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇവിടെ 1 പ്ലസ് ടാൻ എക്സ് കട്ട് ചെയ്ത് പോയി. ബാക്കിയുള്ളത് ലോഗ് 2 ആണ്. സോ 2i ഈസ് ഈക്വൽ ടു ആ ലോഗ് 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്. അതിനെ പുറത്തേക്ക് എടുക്കുക. ഇൻറ്റഗ്രൽ 0 to π/4 1 dx എന്നാണ് കിട്ടുക. 2നെ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ലോഗ് 2 ഇവിടെ 1 പ്ലസ് ടാൻ എക്സ് കട്ട് ചെയ്ത് പോയാൽ ബാക്കിയുള്ളത് ആരാണ്? ലോഗ് 2 ആണ്. ബാക്കിയുള്ളത് ലോഗ് 2 ആണ്. ലോഗ് 2നെ പുറത്തേക്ക് എടുക്കുക. ആദ്യത്തെ ക്ലിയർ ആണോ? അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാം. ലോഗ് 2/1 പ്ലസ് ടാൻ എക്സിനെ ലോഗ് 2 മൈനസ് ലോഗ് 1 പ്ലസ് ടാൻ എക്സ് എന്ന് എഴുതിയിട്ട് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. അതും സിമ്പിളാണ്. രണ്ട് സെയിം ആണ്. ഇതിപ്പോൾ പ്രത്യേകിച്ച് വലിയ റിസ്ക് ഒന്നുമില്ല എവിടെയും കേട്ടോ. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം 2i is equal to log 2 into 1 in integrate ചെയ്താൽ x ആണ് and the limit is from 0 to pi by 4 എന്ന് എഴുതി. ഓക്കെ, ലിമിറ്റ് 0 to pi by 4 ആണ്. അപ്പോൾ നമുക്ക് 2i is equal to എങ്ങനെ എഴുതാൻ പറ്റും? log 2 into അപ്പർ ലിമിറ്റ് എക്സിന് കൊടുക്കുക pi by 4 മൈനസ് ലോവർ ലിമിറ്റ് എക്സിന് കൊടുക്കുക 0. അപ്പോൾ നമുക്ക് കിട്ടി 2i is equal to pi by 4 ന്ന് 0 കുറച്ചാൽ pi by 4, ബാക്കി ഒരു log 2 ഉണ്ട്. ഓക്കെ, അപ്പോൾ i കിട്ടും. i എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? i is equal to 2 അങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ pi by 4 എന്നുള്ളത് pi by 8 ആയി. 2 താഴോട്ടേക്ക് പോയില്ലേ? pi by 8 ആയി. പിന്നെ ഉള്ളത് ഒരു log 2 ആണ്. സോ pi by 8 into log 2 ആണ് ആൻഡ് ദിസ് ഈസ് യുവർ ആൻസർ അല്ലേ? pi by 8 log 2 is the result. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? പെട്ടെന്ന് പറഞ്ഞേ. ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണെങ്കിൽ പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ ആണോ? റെഡിയാണോ? റെഡിയാണോ? യെസ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ട് പഠിക്കുക, മറന്നു പോരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2 അല്ലേ? 0 to pi by 2 log sin x. അത് തന്നെയാണ് log cos x എന്ന് പറയുന്നത്. ഓക്കെ മക്കളെ, ഓക്കെ ആണോ? ഓക്കെ ആണോ? അതേഴ്സ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നോക്കൂ. ആദ്യം ഇതാണ്, ഇത് രണ്ടും ഈക്വൽ ആണെന്ന് ആദ്യം എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്യണം. അതിനുശേഷം അത് മൈനസ് pi by 2 log 2 കൂടെ ഈക്വൽ ആണെന്നാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് ഐയിൽ തുടങ്ങാം. i is equal to, ശ്രദ്ധിച്ചോളേ, i is equal to ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2 എന്താണ്? log sin x dx. ഓക്കെ, യെസ്, ഇതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. നമ്മൾ പ്രോപ്പർട്ടി തൊട്ട് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. യെസ്, ഓക്കെ ഓക്കെ, നമ്മൾ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാണ്. സോ i is equal to ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2 log sin pi by 2 minus x dx. അപ്പോൾ നമ്മൾ ഇതങ്ങനെ എഴുതിയെന്ന് ചോദിച്ചാൽ ബൈ പ്രോപ്പർട്ടിയാണ്. ആ പ്രോപ്പർട്ടി നിങ്ങൾ എപ്പോഴും എഴുതണം. 0 to a f of x dx എന്ന് പറയുന്നത് എന്താണ്? 0 to a f of a minus x dx. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെയ്തതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കുക. ഓക്കെ, സോ i is equal to പ്രോപ്പർട്ടി അപ്ലൈ ചെയ്താൽ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ വി നീഡ് സിംപ്ലിഫിക്കേഷൻ ഇഫ് പോസിബിൾ. സോ log sin pi by 2 minus x എന്ന് പറഞ്ഞാൽ എന്താണ്? sin pi by 2 minus x എന്ന് പറഞ്ഞാൽ ആൻസർ എന്താണ്? cos x അല്ലേ? sin pi by 2 minus x cos x അല്ലേ? അപ്പോൾ sin pi by 2 minus xൻ്റെ സ്ഥാനത്ത് എന്താ എഴുതാം? ഇവിടെ cos x എന്ന് എഴുതാം. ഓക്കെ, dx എന്ന് എഴുതി. ആൻഡ് ദിസ് ഈസ് യുവർ ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ ഇത് നമ്മൾ 1 എന്ന് എടുത്തു, ഇതിന് 2 എന്ന് കൊടുത്തു. നോക്കൂ, 1 ഉം 2 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഐയും ഐയും സെയിം ആണ്. i ഈക്വൽ ടു ഐ തന്നെയാണ് ഇവിടെയും. ദാറ്റ് മീൻസ് സൈൻ ഇൻ്റഗ്രൽ 0 to pi by 2 log sin x dx എന്ന് പറയുന്നത് 0 to pi by 2 log cos x dxനോട് ഈക്വൽ ആണ്. 1 and 2 കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടും സെയിം ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആദ്യത്തെ ഭാഗത്തി ഇൻ്റഗ്രൽ 0 to pi by 2 log sin x dx എന്തിനോട് ഈക്വൽ ആണെന്ന് കിട്ടി? 0 to pi by 2 log cos x dxനോട് ഈക്വൽ ആണെന്ന് കിട്ടി. സോ ഫ്രം 1 and 2 നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിസൾട്ട് ട്രൂ ആണെന്ന് പറയാൻ പറ്റും അല്ലേ? ഫ്രം 1 and 2 the result is true. But now further we have to prove this equal to minus pi by 2 log 2. ഓൺലി ഒരു ഭാഗം മാത്രമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ഇത് രണ്ട് ഈക്വൽ ആണെന്നുള്ളത് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? അടുത്ത ലാസ്റ്റത്തെ റിസൾട്ട് മൈനസ് pi by 2 log 2ലേക്ക് എത്താനുണ്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചെയ്യുന്നത് 1 ഉം 2 ഉം തമ്മിൽ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? ഫ്രം 1 and 2 from 1 and 2 it follows that from 1 and 2 it follows that the first result okay, from 1 and 2 it follows that the first result. ഇപ്പോൾ ഫസ്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ രണ്ടാമത്തെ റിസൾട്ട്, അതായത് മൈനസ് pi by 2 log 2 എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ആഡ് 1 and 2. അപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകുന്നത് ഇങ്ങനെയാണ്. നൗ 1 plus 2. Now 1 plus 2 implies I plus I നമുക്കറിയാം 2i ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2. നോക്കുക, 1 ഉം 2 നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ 1 log sin x ഉണ്ട്, 2 log cos x ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുന്നത് log sin x, ഓക്കെ, log sin x പ്ലസ് log cos x എന്ന് എഴുതി. ആൻഡ് ദെൻ വി പുട്ട് ഹോൾ dx. ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 1 plus 2 implies 2i is equal to ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. സോ 2i is equal to, ഇതും എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് ചെയ്യാനുണ്ട്.
0 to pi by 2 എന്ന് എഴുതി. ഓക്കെ, ലോഗ് എ പ്ലസ് ലോഗ് ബി, ഇത് എ ആണ് ഇത് ബി ആണ്. ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ ബി ആണ്. സോ ലോഗ് സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് എന്ന് എഴുതി ഇൻറ്റു ഡി എക്സ് എന്ന് എഴുതി. ഓക്കെ, ലോഗ് സൈൻ എക്സ് കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം സൈൻ ടു എക്സ് എന്ന് പറയുന്ന ഫോർമുല, സൈൻ ടു എക്സ് എന്ന് പറയുന്ന ഫോർമുല എന്താണ്? സൈൻ ടു എക്സ് ഈക്വൾ ടു 2 സൈൻ എക്സ് കോസ് എക്സ് ആണ് അല്ലേ? സൈൻ ടു എക്സ് ഈക്വൾ ടു 2 സൈൻ എക്സ് കോസ് എക്സ്. സോ വാട്ട് ഈസ് സൈൻ എക്സ് കോസ് എക്സ്? 2 ഡിവൈഡ് ചെയ്താൽ 1/2 സൈൻ ടു എക്സ് എന്ന് പറയുന്നത് എന്താണ്? സൈൻ എക്സ് കോസ് എക്സ് ആണ്. സോ വാട്ട് ഈസ് ദ ഫോർമുല? സൈൻ എക്സ് കോസ് എക്സ്. സൈൻ എക്സ് കോസ് എക്സ് ഈസ് 1/2 സൈൻ ടു എക്സ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 2i is equal to ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2. എന്താ ചെയ്യാൻ പോകുന്നത്? ലോഗ് ഓഫ്, നമ്മളിവിടെ എഴുതാൻ പോകുന്നത് സൈൻ എക്സ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 സൈൻ ടു എക്സ് ആണ്. അപ്പോൾ നമ്മളിവിടെ എഴുതുന്നത് സൈൻ എക്സ് കോസ് എക്സിന് പകരം, സൈൻ എക്സ് കോസ് എക്സിന് പകരം എന്താ എഴുതുന്നത്? 1/2 സൈൻ ടു എക്സ് എന്നാണ് എഴുതുന്നത്. ഓക്കെ, 1/2 സൈൻ ടു എക്സ്, 1/2 സൈൻ ടു എക്സ് ഡി എക്സ് എന്നാണ് നമ്മൾ എഴുതുക. ഓക്കെ, 1/2 സൈൻ ടു എക്സ് ഡി എക്സ്. ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ. ഓൾറൈറ്റ്, ഇനി നമ്മൾ ഇതിനെ നമ്മൾ ബ്രേക്ക് ചെയ്യാണ്. അതായത് എങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു? സൈൻ ടു എക്സ് ബൈ 2 എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. സൈൻ ടു എക്സ് ബൈ 2 എന്ന് എഴുതി ലോഗ് എ മൈനസ് ലോഗ് ബി അപ്ലൈ ചെയ്താലും മതി. ഓക്കെ, സൈൻ ടു എക്സ് ബൈ 2, സോ ലോഗ് ഓഫ് സൈൻ ടു എക്സ് ബൈ 2 എന്ന് എഴുതാണ്. ഓക്കെ, അപ്പോൾ ഇത് ലോഗ് എ ബൈ ബി ഫോമിലാണ് ഉള്ളത്. അതിനെ നമ്മൾ ലോഗ് എ മൈനസ് ലോഗ് ബിയിലേക്ക് മാറ്റുകയാണ്. സോ 2i is equal to ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2. നമ്മളിതിനെ ലോഗ് സൈൻ 2x എന്ന് എഴുതുന്നു. ഓക്കെ, ലോഗ് സൈൻ 2x എന്ന് എഴുതുന്നു, മൈനസ് ലോഗ് 2 എന്ന് എഴുതുന്നു. റൈറ്റ്, ദെൻ വി പുട്ട് ഡി എക്സ്. സോ ലോഗ് എ ബൈ ബിയിൽ എങ്ങനെ എഴുതി? നമ്മൾ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതി. ഇനി നമ്മൾ അത് ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇൻ്റഗ്രേഷനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടാൻ നോക്കാം. നോക്കൂ, 2i is equal to ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2. നമ്മൾ ആദ്യം ലോഗ് സൈൻ ടു എക്സ് എഴുതാണ്. ലോഗ് സൈൻ ടു എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഫ്രം 0 to pi by 2. ഇവിടെ നമ്മൾ എഴുതുക ലോഗ് 2 ഡി എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിപ്പോൾ? ലോഗ് സൈൻ എക്സ്, നോക്കൂ, ലോഗ് സൈൻ ടു എക്സ് ബൈ 2നെ ലോഗ് എ ബൈ ബി, അതായത് ലോഗ് എ മൈനസ് ലോഗ് ബി അപ്ലൈ ചെയ്തു. ഓക്കെ, അതിന് നമ്മൾ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാണ്. അതായത് ഇൻ്റഗ്രൽ 0 to pi by 2 ലോഗ് സൈൻ ടു എക്സ് ആദ്യം എഴുതി, മൈനസ് ബിറ്റ്വീൻ മൈനസ് ആണ്. ദെൻ ഇൻ്റഗ്രൽ 0 to pi by 2 ലോഗ് 2 എന്ന് എഴുതി ഡി എക്സ്. അവിടെ നമുക്കറിയാം ലോഗ് 2 കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുക്കുക. ബാക്കി ഇൻ്റഗ്രേറ്റ് എളുപ്പമാണ്. 1 ഡി എക്സ് ആണ്. ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കാൻ എളുപ്പമാണ്. സെക്കൻഡ് പാർട്ട് ഇസ് സോ സിമ്പിൾ, ബട്ട് ദ ഫസ്റ്റ് പാർട്ട് ഈസ് അഗെയിൻ പ്രോബ്ലം ആണ്, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഐ. ബിക്കോസ് 0 to pi by 2 ലിമിറ്റ് നോക്കൂ, ഐ എന്ന് പറയുന്നത് 0 to pi by 2 ലിമിറ്റ് ഈസ് ദർ, but the log is also there. Limit is there, log is there, but inside of log we have a sin x in the question, right? Equation number 1 is sin x ആണ്, but in this we have a sin 2x. That's the difference. Here sin x is there, sin x is there, here sin 2x is there. That means this integral cannot be I. This integral cannot be I. That means you need a further simplification over here, because it is not possible to integrate. Okay, at present it is not possible to integrate, so we need further simplification there. And here 2x is also already creating the problem, right? 2x is creating problem because everything is okay, but 2x is the problem. Here x but here it is 2x. പക്ഷേ നമുക്ക് ലോഗ് 0 to pi by 2 ഒക്കെയാണ്, 0 to pi by 2 ഒക്കെയാണ്. ഇക്വേഷൻ നമ്പർ 1 0 to pi by 2 ഒക്കെയാണ്, ലോഗ് സൈൻ ഓക്കെയാണ്, ലോഗ് സൈൻ ഓക്കെയാണ്. ബട്ട് 2x, ഹിയർ x and dx is also there. So 2x x അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. So 2x is actually creating problem. So let us substitute 2x equal to t. Okay, problem create ചെയ്യുന്ന ആരാണ്? 2x ആണ്. So let us replace it. അപ്പോൾ 2x നമ്മൾ അവിടെ t എന്ന് കൊടുക്കുകയാണ്. So put 2x equal to t, put 2x equal to t. അപ്പോൾ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 dx is equal to dt എന്നല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് വേണ്ടത് ഡി എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഡി ടി ഡിവൈഡ് ബൈ 2 എന്ന് എഴുതാം. ഓൾസോ യു ഹാവ് ടു ചേഞ്ച് ദ ലിമിറ്റ്, റൈറ്റ്? സോ വാട്ട് ഈസ് ദ ലിമിറ്റ്? എക്സിൻ്റെ ലിമിറ്റ് 0 ആണ്, ആൻഡ് എക്സിൻ്റെ ലിമിറ്റ് pi by 2 ആണ്. സോ വെൻ എക്സ് ഈസ് ഈക്വൽ ടു 0, ദ ലോവർ ലിമിറ്റ് t becomes 2 into 0, that is 0. When x equal to pi by 2, the upper limit, so t becomes 2 into pi by 2. 2 into pi by 2 is nothing but pi, because we can cancel these two. So 2i becomes what? 2i is equal to integral from 0 to pi only, because I have written the new limit. Lower limit as it is, there is no change. When x is 0, t is also 0. But the upper limit, see, when x is pi by 2, t becomes what? T becomes pi. So in place of upper limit pi by 2, we have a t limit pi. And then inside we have a log, and then sin, and what is 2x? Now it is not 2x, sin t is only. Because 2x can be taken as t. 2x എന്തായിരുന്നു? t ആണ്.
And dx is what? Dx is dt by 2. Dx is dt divided by 2. Then minus, the second part is also have to calculate. Second part, you know, log 2 is constant. Log 2 is constant and the remaining is 0 to pi by 2. There is no change and then 1 dx. Because the second part is easily integrable. This is fine. There is no issue. This is fine. This is very much integrable. Okay. Makale clear ano? Follow ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ? This is a very very important lengthy question. Very lengthy ആണ് but very important ആണ്. Okay. essay ടൈപ്പിൽ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ അപ്പോൾ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ആൻസർ എത്താനായിട്ടുണ്ട്. essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഓൾമോസ്റ്റ് ആൻസർ എത്താനായിട്ടുണ്ട്. നൗ ഇവിടെ നമുക്ക് 1/2 പുറത്തേക്ക് എടുക്കാം. സോ dt/2 എന്നൊരു 1/2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി ഇങ്ങനെ ഓൾമോസ്റ്റ് എഴുതാൻ കഴിയും. 2i is equal to 1/2 integral from 0 to pi. Now we have a log sin t dt എന്ന് എഴുതാം. log sin t dt. അതിന് നമുക്ക് sin x dx എന്ന് എഴുതാം. Because it doesn't matter the variable, right? Here we have a t and here we have a dt. But in place of t I can substitute x also because there is no change whatever the variable we are using. Even we can use log sin z dz. Any letter we can use. Okay, അവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ 2x ആണെങ്കിൽ log sin 2 x എന്നോ 2z എന്നൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ 2നെ മാറ്റാൻ കഴിയില്ല. ഓൺലി വേരിയബിൾ ക്യാൻ ചേഞ്ച്. സോ ഇവിടെ ലോഗ് സൈൻ ടി ഡി ടിന് എങ്ങനെ എഴുതാം? ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് എഴുതാം, ഓർ ലോഗ് സൈൻ സെഡ് ഡി സെഡ് എന്ന് എഴുതാം, ഓർ ലോഗ് സൈൻ ഫൈ ഡി ഫൈ എന്ന് എഴുതാം. എനി ലെറ്റർ വി ക്യാൻ യൂസ്, നോ പ്രോബ്ലം. ഓക്കെ, സോ എനിവേ ഇത് ഓക്കെ ആണല്ലോ, ഫൈൻ ആണല്ലോ. ആൻഡ് മൈനസ് log 2 is there and we can integrate 1. If you integrate 1, what do you get finally? If you integrate 1, you get x and the limit is taken from 0 to pi by 2. So this part is very much clear. So 2i is equal to 1/2 integral from 0 to pi. Now remember one thing, see here there is a problem. Here okay, log sin x dx, the integrand is fine now. ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾ നോക്കുക, നേരത്തെ എഴുതി ഇക്വേഷൻ നമ്പർ 1 നിങ്ങൾ നോക്കുക. ഇക്വേഷൻ നമ്പർ 1 എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ? i is equal to integral from 0 to pi by 2 എന്തായിരുന്നു? log sin x dx ആയിരുന്നു നമ്മൾ ഇക്വേഷൻ നമ്പർ 1 അല്ലേ? log sin x dx ആയിരുന്നു ഇക്വേഷൻ നമ്പർ 1, ശരിയല്ലേ? അതിന് നോക്കിക്കേ, ലോഗ് സൈൻ എക്സ് ഡി എക്സ് ശരിയായപ്പോൾ ലിമിറ്റ് പോയി കണ്ടോ. ലിമിറ്റ് 0 to pi ആണ് നമുക്ക് കിട്ടിയതിലുള്ളത്. പക്ഷേ നമ്മൾ ഒറിജിനൽ ലിമിറ്റ് 0 to pi by 2 ആണ്. അപ്പോൾ ഒരെണ്ണം ശരിയാകുമ്പോൾ ഒരെണ്ണം തെറ്റാണ്. അങ്ങനെയാണ് പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി അപ്പർ ലിമിറ്റ് പ്രശ്നമാണ്. അപ്പം നോക്കി, ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് ഈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ചെയ്യുന്ന സമയത്ത് അതിന് മാറ്റം വരാത്തതുകൊണ്ട്, അതായത് ലോഗ് സൈൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നതും ലോഗ് സൈൻ പൈ മൈനസ് എക്സ് ഡി എക്സ് എന്ന് പറയുന്നതും ദർ ഇസ് അനദർ പ്രോപ്പർട്ടി. So that is also same അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് അറിയാം. 1/2 is already there. Now we can write 2 times integral 0 to pi by 2 log sin x dx. This is by property. Okay, dx minus log 2 is there and here we have upper limit pi by 2 minus lower limit 0. So upper limit minus lower limit കണ്ടോ, ഇവിടെ ശ്രദ്ധിക്കണേ, upper limit minus lower limit അപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്താ ചെയ്തത്? 1/2 അങ്ങനെ തന്നെ എഴുതി. ലോഗ് സൈൻ എക്സ് ഡി എക്സ്, അതായത് ഈ ഫംഗ്ഷൻ ലോഗ് സൈൻ എക്സ് ആണ്. ഈ ഫംഗ്ഷനിൽ എഫ് ഓഫ് പൈ മൈനസ് എക്സ് ചേഞ്ച് ചെയ്യാത്തതുകൊണ്ട്, അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്, എഫ് ഓഫ് 2a മൈനസ് എക്സ് ഡി എക്സ് എന്നാണ് അതിന് പറയുക. അവിടെ ചേഞ്ച് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് അവിടെ 2 times ചെയ്യുമ്പോൾ, ഇൻ്റഗ്രൽ 2 times ചെയ്യുമ്പോൾ ഇതിൻ്റെ അപ്പർ ലിമിറ്റിന് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 2 times the upper limit can be divided with the 2. So pi becomes pi by 2. This is a property. So these two can be cancelled. Then 2i is equal to, and this is nothing but i. Now it is the position of i. It is clear. I minus pi by 2 log 2 ആണ് വരിക. i minus pi by 2 log 2. This is completely pi by 2 log 2. So ഈ i നെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ 2i minus i എന്നാണ് വരിക. 2i minus i is equal to minus pi by 2 log 2 എന്ന് കിട്ടി. That means 2i എന്ന് i കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന i അല്ലേ? i is equal to minus pi by 2 log 2 എന്ന് കിട്ടി. And this is the final answer. Minus pi by 2 log 2 is the final answer. മക്കളെ ക്ലിയർ ആണോ? ഓക്കെ ആണോ? വലിയ ക്വസ്റ്റ്യൻ ആണ്, ലെങ്തി ടൈപ്പ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കി ചെയ്യണം. വെരി ലെങ്തി ആണ്, നന്നായിട്ട് മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 16ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ് കേട്ടോ. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഷോ ദാറ്റ് ഇൻ്റഗ്രൽ 0 to a root x divided by root x plus root of a minus x dx equal to a by 2 ആണ്. സോ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചോ. i is equal to integral from 0 to a root x divided by root x plus root of a minus x dx. Let us say equation number 1. Okay, equation number 1. Now
we always again start with the integral same I, integral 0 to a. നമ്മൾ എന്ത് ചെയ്യണം, എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കി മാറ്റുകയാണ്. എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കുക. ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് അപ്പർ ലിമിറ്റ് എക്സിന് നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് ആക്കുകയാണ്. സോ എവറി എക്സ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. So here we put dx. Now I is equal to integral from 0 to a. This is root of a minus x divided by root of a minus x plus root of. നോക്കൂ ഇവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ a minus a plus x ആണ് വരിക. See, just open the bracket. a minus a plus x ആണ്. That means there is only x dx. Clear ആണല്ലോ? So this is our equation number 2. So applying property and simplify, then call it as equation number 2. And after that we can add 1, 2. Okay, 1 and 2 we can add. Right? So adding 1 and 2. So what we get finally? 1 plus 2 implies. So left hand side is I plus I 2i. On the right hand side we have a same limit integral. 0 to a same limit ആണ്. So we can add the integrand. നോക്കൂ ഇവിടെ നോക്കൂ x root x plus root a minus x ഉണ്ട്. ഇവിടെ root x plus root a minus x. So the denominators of 1 and 2 are same. 1 into 2 into denominator same ആണ്. What is the denominator? Root x plus root of a minus x. The root x plus root of a minus x. Here also root x plus root of a minus x. So root x plus root of a minus x is the denominator. We can add the numerators. Numerator is root x plus root of a minus x and then dx. Absolutely we can cancel it, right? We can cancel it, then we get what 2a is equal to integral from 0 to a 1 dx, right? Because the the denominator same, then we can add the numerators. So numerator and numerators are getting same, so we can cancel it. So we get finally 1 dx. So 2i is equal to what? Integral of 1 is x and they evaluated from limit 0 to a. Okay. Now 2i is equal to what? Upper limit minus lower limit. So a minus 0. So 2i is equal to what? A and then I is equal to what? A by 2. So this is your final answer. I is equal to a by 2 is the answer. So what is the answer? A by 2. A by 2 is the final answer. Clear? മക്കളെ okay അല്ലേ? Okay അല്ലേ? Ready അല്ലേ? Ready ആണെന്ന് വിചാരിക്കുന്നു. Right? അപ്പോൾ നിങ്ങൾക്ക് 17th one is over. Now almost definite integral is over. Now we are going to discuss 2 or 3 questions from the part of area under the curves. So look at this question. Find the area of the region bounded by y square is equal to 9x, x equal to 2, x equal to 4 and the x-axis in the first quadrant. Okay. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റഫ് ഡയഗ്രാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ക്വസ്റ്റ്യനിൽ നിങ്ങൾ റഫ് ഡയഗ്രാം വരച്ചിരിക്കണം. ബിക്കോസ് ഡയഗ്രത്തിന് പ്രത്യേകം മാർക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് വരച്ചിരിക്കണം? ഡയഗ്രാം വരച്ചിരിക്കണം കേട്ടോ. റഫ് സ്കെച്ച് ആയിരിക്കണം, അത് വരച്ചിരിക്കണം. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ദിസ് ഈസ് എ പരാബോള, കൈൻഡ് ഓഫ് പരാബോള, ഓപ്പണിംഗ് റൈറ്റ് ഹാൻഡ് സൈഡ് അല്ലേ? ഇതാണ് പരാബോള. ഓക്കെ. എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുന്ന പോയിന്റിലൂടെ ഒരു ലൈൻ വരച്ചാൽ മതി. സപ്പോസ് ദിസ് ഈസ് ദ പോയിന്റ് 2 and this line is x equal to 2. ഈ ലൈൻ എന്താണ്? x equal to 2 ആണെന്ന് വിചാരിച്ചോളൂ. ലൈൻ x equal to 2 ആണ്. Then x equal to 4. x equal to 4 is somewhere here. This is the point 4 or we say x equal to 4 is the line. Okay. x equal to 4 ഉണ്ട്. Now and the x-axis in the first quadrant എന്ന് പറയുന്നുണ്ട്. And the x-axis in the first quadrant means and this is the required portion. നോക്കൂ, the region should be enclosed within 2 lines. What are the lines? One is x equal to 2, the very first vertical line, and x equal to 4 is the second vertical line, and the curve of course, and the part of x-axis. So these all parts enclosed in a certain region which is called area bounded by the figures or area bounded by the equations or means bounded by the equations like y square equal to 9x, x equal to 2, x equal to 4, x-axis and all. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഈ ബൗണ്ടറി ഇതിൻ്റെ ഏരിയ ആണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണ്. സോ ഇവിടെ മാത്രമേ താഴെ എടുക്കാൻ പാടില്ല. ഓക്കെ. ഫസ്റ്റ് ക്വാഡ്രൻ്റ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡബിൾ ചെയ്യണം. കാര്യം താഴെയും ഏരിയ വരും. അപ്പോൾ നിങ്ങൾ മുകളിലത്തെ ഏരിയ കണ്ടിട്ട് അതിനെ ഡബിൾ ചെയ്താൽ മതി. ബിക്കോസ് ഓഫ് സിമെട്രി വിൽ ഗെറ്റ് സെയിം ഏരിയ. ഓക്കെ. സോ ട്വൈസ് ഓഫ് ദി അബവ് x-axis വിൽ ഗിവ് യു ദറ്റ് എൻ്റർ ഏരിയ. Clear? So the area is required area എന്ന് പറയുന്നത് what is area? Area can be written as area is equal to integral from 2 to 4. The limit is taken from 2 to 4. Okay, limit is taken from 2 to 4 y dx ആണ്. Okay, y dx. This is the formula area above the x-axis. So
2 to 4 y dx ആണ്. സോ y സ്ക്വയർ ഈക്വൽ ടു 9x ആണ് പരാബോള എന്ന് പറയുന്നത് അല്ലേ. y സ്ക്വയർ ഈക്വൽ ടു 9x ഈസ് ദി പരാബോള. സോ y ഈക്വൽ ടു എന്താ കിട്ടുക, 3 റൂട്ട് എക്സ് എന്നാണ് കിട്ടുക. y ഈക്വൽ ടു 3 റൂട്ട് എക്സ് ബിക്കോസ് 9ൻ്റെ റൂട്ട് നമുക്കറിയാം 3 ആണ്. ബട്ട് ദർ ഈസ് റൂട്ട് എക്സ് അല്ലേ, ദർ ഈസ് റൂട്ട് എക്സ്. സോ ഇതെന്താ കിട്ടുക ആൻസർ, 3 റൂട്ട് എക്സ് എന്നാണ് കിട്ടുക, ഡി എക്സ് എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു റൂട്ട് എക്സിനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് റേസ് ടു 1/2 പ്ലസ് 1 എത്രയാണ്, 3/2 വരും, ഡിവൈഡഡ് ബൈ 3/2 വരും. ഓക്കെ, ഡിവൈഡ് ബൈ 3/2 വരും. ആൻഡ് ദ ലിമിറ്റ് ഈസ് ടേക്കൺ ഫ്രം 2 to 4 അല്ലേ, ശരിയല്ലേ. വൈ എന്ന് പറയുമ്പോൾ 3 റൂട്ട് എക്സ് ആണ് വരിക. 3നെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. എക്സ് റേസ് ടു 1/2 അല്ലേ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ, അതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2 പ്ലസ് 1 3/2 വരും, താഴെ 3/2 വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്കറിയാം ഈ 2 3 കട്ട് ചെയ്യാൻ 2 മുകളിലേക്ക് പോയി. സോ ദിസ് ഈക്വൽ ടു 2 ഇൻറ്റു എന്താ വരിക, എക്സ് റേസ് ടു 3/2 ആൻഡ് ദ ലിമിറ്റ് ഈസ് ഫ്രം 2 to 4 റൈറ്റ്. സോ 2 ഇൻറ്റു അപ്പർ ലിമിറ്റ് കൊടുക്കുക 4 റേസ് ടു 3/2 മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുക 2 റേസ് ടു 3/2. ഓൾമോസ്റ്റ് ആൻസർ ആയി. സോ ആൻസർ ഈസ് 2 ഇൻറ്റു 4 റേസ് ടു 3/2 ഈസ് 8. 2 സ്ക്വയർ ഓൾ റേസ് ടു 3/2 എന്ന് പറയുമ്പോൾ 8 വരും. Minus 2 raised to 3/2 is nothing but 2 root 2. So this answer is going to be, you can take it 2 outside. So this is 4 times, this is what, 2 times 4 minus root 2 is the answer. Okay, 4 times 4 minus root 2 is the final answer. Clear ആണോ? ഞാൻ ഇവിടുത്തെ ഒരു 2നെ കൂടെ പുറത്തേക്ക് എടുത്തു. 2നെ പുറത്തേക്ക് എടുക്കുമ്പോൾ 4 minus root 2 ആണ് വരിക. സോ 2 into 2 4, 4 into 4 അല്ലെങ്കിൽ 16 minus 4 root 2 എന്ന് എഴുതിയാലും മതി, കറക്റ്റ് ആൻസർ ആണ്. 16 minus 4 root 2 is also correct. All right. അപ്പോൾ ഇതാണ് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഓൾറൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ജസ്റ്റ് ട്രൈ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഡ്രോ റഫ് സ്കെച്ച് ഓഫ് ദി കർവ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1. ദെൻ നെക്സ്റ്റ് ഈസ് ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണത്. സോ ഇവിടെ ഡ്രോ ദി റഫ് സ്കെച്ച് ഓഫ് ദി കർവ് ആണ്, ആൻഡ് ഓൾസോ ഫൈൻഡ് ദി ഏരിയ. അതിൻ്റെ ഓൾസോ ഫൈൻഡ് ദി ഏരിയ, അതിന് കൂടെ നിങ്ങൾ ക്വസ്റ്റ്യൻ ഓൾസോ ഫൈൻഡ് ദി ഏരിയ എന്നും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യുക കേട്ടോ. ഓൾസോ ഫൈൻഡ് ദി ഏരിയ. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ കൂടെ നമുക്ക് റഫ് സ്കെച്ച് വരച്ചതിന് ശേഷം ഏരിയയും കൂടെ കണ്ടുപിടിക്കാം. നോക്കൂ, നമ്മളെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷനാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. സെയിം ടൈം നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ റഫ് സ്കെച്ചും കൂടെ വരക്കണം. റഫ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് ഇതറിയാം. എക്സ് സ്ക്വയർ, ഇവിടെ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഈസ് ഓൾവേസ് ടേക്കൺ ആസ് ദിസ്. എ സ്ക്വയർ ഈസ് 9 അല്ലേ, and b square is 4. A square is the biggest number. Okay, a is equal to plus or minus 3 and b is equal to plus or minus 2. അപ്പോൾ എ 3 ആണ്, ബി 2 ആണ്. അപ്പോൾ ഈ ഒരു എലിപ്സ് എന്ന് പറയുന്നതാണ്, ഇത് എലിപ്സ് എന്ന് പറയുന്ന സെക്കൻഡ് കൈൻഡ് ആണ്. സോ എലിപ്സിൻ്റെ മേജർ ആക്സിലാവും വൈ ആക്സിലേ വരിക. ഇവിടെ എലിപ്സിൻ്റെ മേജർ ആക്സിലാവും വൈ ആക്സാണ് വരിക. സോ ഇവിടെ 3 ആണ് വരിക, ഇവിടെ 3 വരും, ശരിയല്ലേ. ഇവിടെ 3 വരും, ഇവിടെ -3 വരും, റൈറ്റ്. ഇവിടെ -3 വരും, ഇവിടെ 3 വരും. And here plus or minus 2 is there. So here -2 and here plus 2. So rough diagram എന്ന് പറയുമ്പോൾ some approximately something like this. Okay, and this is your approximate rough diagram of the ellipse. അപ്പോൾ ഇത് x axis ഇത് y axis നമ്മൾ എടുക്കുകയാണെങ്കിൽ this is your ellipse. Okay, now we have to find the area also. So how to find the area, അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. how to find area. ഏരിയ എന്ന് പറയുമ്പോൾ നാച്ചുറലി നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൻ്റെ ഏരിയ കണ്ടുപിടിച്ചതിന് ശേഷം you can multiply with the 4 because these all parts are symmetric, right? So what is the required area? So here the required area is equal to 4 times. Required area എന്ന് പറയുന്നതാണ് actually 4 times integral from 0 to 0 മുതൽ എവിടം വരെ എടുക്കുന്ന 0 മുതൽ 2 വരെ 0 to 2 y dx ആണ്. 0 to 2 y dx ആണ്. ഓക്കെ, 0 to 2 y dx ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ y കണ്ടുപിടിക്കണം. നിങ്ങൾ എലിപ്സിന് y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ സോൾവ് ചെയ്തെടുക്കണം. ഒന്നുകിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസിക്കൽ ടു 1 y എന്ന് പറയുന്നത് ആക്ച്വലി y എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം, y ഈക്വൽ ടു എന്താണ്, y is equal to b by a into root of a square minus x square ആണ്. ദിസ് ഈസ് യുവർ y. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ y പഠിച്ചു വെക്കണം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സോൾവ് ചെയ്തെടുക്കണം. y സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ. ആ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ന് എൽസിയം എടുക്കുമ്പോൾ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ വരും. സോ ബി സ്ക്വയർ അങ്ങോട്ട് പോകുമ്പോൾ ബി സ്ക്വയർ ബൈ എ സ്ക്വയർ. അപ്പോൾ ആൻസർ ബി ബൈ എ ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് വരിക. സോ അത് പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് വെക്കുക. ഓക്കെ, ബി ബൈ എ എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി 2/3 ആണ്. സോ ദിസ് ഈസ് 2/3 ഇൻറ്റു റൂട്ട് ഓഫ് എന്താ വരിക, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, എ സ്ക്വയർ എന്ന് പറയുമ്പം ആക്ച്വലി ഇറ്റ് ഈസ് വാട്ട്, ഇവിടെ എന്താ വരിക, ആക്ച്വലി വൈ സ്ക്വയർ നോക്കട്ടെ. ജസ്റ്റ് യു ഫൈൻഡ് ഔട്ട് വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 4 ആണ് വരിക. സോ വൈ സ്ക്വയർ ബൈ 9 ഇസ് ഈക്വൽ ടു എന്താ കിട്ടുക, 4 മൈനസ്
4 minus x square by 4 വരും. So y square is equal to 9 by 4 into 4 minus x square എന്നാണ് വരിക അല്ലേ. y is equal to എത്ര കിട്ടും? 3 by 2 into root of 4 minus x square എന്ന് കിട്ടും. ഓൾ റൈറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ദിസ് ഈസ് ഫോർ ഗ്രേറ്റർ എലിപ്സ്, ഫസ്റ്റ് ടൈപ്പ് എലിപ്സിനാണ് ഇവിടെ y വരിക അല്ലേ. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഇതിന് നിങ്ങൾ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പോൾ സോ ബി ബൈ എ എന്ന് പറയുമ്പം 2/3, ഇവിടെ 3/2. സോ ദർ ഇസ് എ ഡിഫറൻസ്. ഇത് നിങ്ങൾ ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി കേസിലാണ് ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. ദിസ് ഈസ് ദ കേസ് ഓഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണ്. അതർവൈസ് എ ലെസ് ദാൻ ബി ആണെങ്കിൽ ദർ വിൽ ബി എ ബൈ ബി ഇൻ ദിസ് ഫോം. പെരുവേ നിങ്ങൾക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാനേ ഉള്ളൂ. നിങ്ങൾ y ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മൾ റഫ് സ്കെച്ച് വരച്ചല്ലോ, റഫ് സ്കെച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞല്ലോ. അപ്പം ഞാൻ ഇത് ജസ്റ്റ് ഒന്നും കൂടെ പറയുന്നത് ശ്രദ്ധിച്ചോ. ഇവിടെ നമ്മളെ ക്വസ്റ്റ്യൻ ആണ് എക്സ് സ്ക്വയർ ബൈ 4 പ്ലസ് വൈ സ്ക്വയർ ബൈ 9 ഇസിക്കൽ ടു 1 ആണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ y കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 9, വൈ സ്ക്വയർ ഡിവൈഡ് ബൈ 9 ഇസിക്കൽ എന്താണ്? 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 4 എന്ന് കിട്ടും. വൈ സ്ക്വയർ ബൈ 9 എന്ന് പറയുന്നത് 4ന് ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ 4 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ 4 എന്ന് വരും. വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഈ 9 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 9 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 4 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഇതിൽ നിന്ന് y എന്താന്ന് കിട്ടും? 9/4ൻ്റെ റൂട്ട് എത്രയാണ്? 3/2. 9ൻ്റെ റൂട്ട് 3, 4ൻ്റെ റൂട്ട് 2. പക്ഷേ ഇതിന് പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്ക് അറിയില്ല. സോ 4 മൈനസ് എക്സ് സ്ക്വയർ നമ്മൾ റൂട്ടിൽ എഴുതണം. ഓക്കെ, ദിസ് ഈസ് യുവർ y. അപ്പോൾ y ഈക്വൽ എന്താ കിട്ടുക? 3/2 ആണ് വരിക. y ഈക്വൽ ടു 3/2. y ഈക്വൽ ടു 3/2 ഇൻറ്റു റൂട്ട് ഓഫ് എന്താണ് വരിക? 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? 0 to 2 ഇൻറ്റു റൂട്ട് ഓഫ് 3/2 വരും അല്ലേ. 3/2 ഇൻറ്റു റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് വരിക, ഡി എക്സ്. 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും. ഓക്കെ, 2 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇങ്ങനെ വരും. ഇവിടുന്ന് ഈ 3/2 ഞങ്ങൾക്ക് പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞാൽ 4ഉം 3 ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് സോ ദിസ് ഈസ് 4 ഇൻറ്റു 3/2 എന്ന് വരും. ശരിയല്ലേ? പിന്നെ നമ്മൾ ഇൻ്റഗ്രേഷൻ റിസൾട്ട് യൂസ് ചെയ്യണം. ഇൻ്റഗ്രേഷൻ റിസൾട്ട് ഓർമ്മയുണ്ടല്ലോ, ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എക്സ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു റിസൾട്ട്? ഓർമ്മയില്ലേ? ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൻ്റെ റിസൾട്ട് അറിഞ്ഞിരിക്കണം. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു എന്താണ് വരിക? എ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇതിൻ്റെ റെസിപ്രോക്കൽ എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഓക്കെ, എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ, അതാണ് റിസൾട്ട്. അപ്പോൾ 3/2 ഞാൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ബാക്കി വരുമ്പോൾ x/2 എന്ന് പറയുമ്പോൾ ഇതാണ് x/2 ഇൻറ്റു റൂട്ട് ഓഫ് 4 മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 എന്ന് പറയുമ്പോൾ 4/2 അല്ലേ, ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. എക്സ് ബൈ എ എന്ന് പറയുമ്പോൾ x/2. The limit is taken from 0 to 2 ആണ്. ലിമിറ്റ് ഈസ് ടേക്കൺ ഫ്രം 0 to 2. ശ്രദ്ധിച്ച് ഇവാലുവേറ്റ് ചെയ്യുക. ഇവിടെ 2ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ ഒരു 2 വരും. 2 ഇൻറ്റു 3 6 ആയി. 6 ഇൻറ്റു ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ആദ്യത്തെ ടേം 0 ആയി. ബിക്കോസ് നമുക്ക് 4 മൈനസ് 4 എന്നൊക്കെ പറയുമ്പോൾ 0 വരും. പ്ലസ് 4/2 എന്ന് പറയുമ്പോൾ 2 ആണ്. ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 വരും. സൈൻ ഇൻവേഴ്സ് ഓഫ് 1 വരും. മൈനസ് ലോവർ ലിമിറ്റ് നോക്കിക്കേ. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0, അത് 0, കംപ്ലീറ്റ് 0. ലോവർ ലിമിറ്റ് ഇസ് കംപ്ലീറ്റ് 0. സോ 6 ഇൻറ്റു 2 ഇൻറ്റു സൈൻ വേഴ്സ് 1 ഇസ് π/2. സോ 2 കട്ട് ചെയ്തു, ആൻസർ എത്ര കിട്ടി? 6π എന്ന് കിട്ടി. ആൻസർ എത്ര കിട്ടി? 6π. ഓക്കെ ആണല്ലോ. 2 ഇൻറ്റു π/2, 2 കട്ട് ചെയ്തു 6π എന്ന് കിട്ടി. നിങ്ങൾക്ക് ഏരിയ കാണാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് ഏരിയ ഓഫ് എലിപ്സ് 4 ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏരിയ ഓഫ് എലിപ്സ് എന്ന് പറഞ്ഞാൽ πAB ആണ്. ഏരിയ ഓഫ് എലിപ്സ് കംപ്ലീറ്റ് ഏരിയ ഓഫ് എലിപ്സ് πAB ആണ്. A3 നമുക്ക് ഓൾറെഡി അറിയാം. A2 ആണ്. A3 ആണ്, 2 ആണ്. B3 ആണ്, 3 ആണ്. അല്ലെങ്കിൽ A3 B2 ആണ്. എങ്ങനെ എടുത്താലും കുഴപ്പമില്ല. സോ πAB എന്ന് പറയുമ്പോൾ π ഇൻറ്റു 2 ഇൻറ്റു 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 6π ആണ്. സോ ആൻസർ 6π നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. പക്ഷേ നിങ്ങൾ വലിയ ക്വസ്റ്റൻ ആണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. വലിയ ക്വസ്റ്റൻ ആണെങ്കിൽ, അതായത് വലിയ മാർക്കിനാണ് ക്വസ്റ്റൻ എങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോഴേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻ ആയിട്ടാണ്, അതായത് 2 മാർക്കിൻ്റെ ക്വസ്റ്റനൊക്കെ ആണെങ്കിൽ, ഒബ്ജക്റ്റീവ് അല്ല, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന രീതിയിൽ ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്സിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വേണമെങ്കിൽ πAB എന്ന് എഴുതിയാലും മതി. കാര്യം ഇത്രയും ലെങ്ത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 2 മാർക്സിന് വരികയാണെങ്കിൽ വളരെ റെയർ ചാൻസ് ആണ്. എനിവേ പക്ഷേ എസ്എ ടൈപ്പ് ക്വസ്റ്റൻ ഇത് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എലിപ്സുമായിട്ട് ബന്ധമുള്ള ക്വസ്റ്റൻ ചിലപ്പോൾ വന്നേക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റഫ് ഡയഗ്രം പഠിക്കുക, y കണ്ടുപിടിക്കാൻ പഠിക്കുക, അതിനുശേഷം ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ശ്രദ്ധിച്ച് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഓൾ റൈറ്റ്. അപ്പം 4 കൊണ്ട് മൾട്ടിപ്ലൈൻ്റെ റീസൺ മനസ്സിലായല്ലോ. ഒരു ക്വാഡ്രൻ്റ് ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഈ ക്വാഡ്രൻ്റ് മാത്രമേ കണ്ടുപിടിക്കുന്നത്. ഇങ്ങനത്തെ 4 ഉണ്ട്. അപ്പോൾ നമ്മൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഡിസ്കഷനിൽ നമ്മൾ ലാസ്റ്റ് ക്വസ്റ്റൻ ആണിത്, ക്വസ്റ്റൻ നമ്പർ 20. ഈ ക്വസ്റ്റനോട് കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും കേട്ടോ.
So find the area of the region in the first quadrant enclosed by the x-axis and the line y equal to x and the circle x square plus y square equal to 32. അപ്പോൾ നിങ്ങൾക്കറിയാം x square plus y square is equal to 32 എന്ന് പറഞ്ഞൊരു സർക്കിളാണ്. സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒറിജിനാണ്. സെൻറ്റർ ഒറിജിനാണ്. റേഡിയസ് എന്ന് പറയുന്നത് 32 √32 ആണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പം x square plus y square ഇവിടെയുണ്ട്. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് √32 ആണ്. √32 എന്ന് പറയുമ്പോൾ എത്രയാ? √32 എന്ന് പറഞ്ഞാൽ √16 × 2 ആണ് അല്ലേ. 16ൻ്റെ √4. സോ ദിസ് ഇസ് 4√2. അപ്പോൾ ഇത് 4√2 ആണ്. ഓക്കെ, അപ്പോൾ 0 മുതൽ 4√2 വരെയാണ് നമ്മൾ ഇതിൻ്റെ റേഡിയസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, നമുക്ക് y equal to x എന്ന് പറയുന്ന ലൈൻ വരയ്ക്കണം. y equal to x എന്ന് പറയുന്ന ലൈൻ ഇതാണ്. y equal to x എന്ന് പറയുന്ന ലൈൻ ഞാനിവിടെ വരച്ചിട്ടുണ്ട്. ദിസ് ഇസ് y equal to x. y equal to x. അപ്പോൾ നിങ്ങളൊന്ന് കാര്യം മനസ്സിലാക്കുക, ഈ റെഡ് ലൈനും ഈ വൈറ്റ് കർവും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഇവിടുന്ന് ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ഈ മീറ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് നോക്കിയോ, ഒറിജിൻ മുതൽ ഈ പോയിന്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം? ഒറിജിൻ മുതൽ ഈ പോയിന്റ് വരെ നമ്മൾ ലിമിറ്റിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഈ ഭാഗത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഈ ഭാഗത്തിൻ്റെ ഏരിയ പ്ലസ് ബാക്കിയുള്ള സർക്കിളിൻ്റെ ഭാഗത്തിൻ്റെ ഏരിയ, ബാക്കിയുള്ള ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയയും കൂടെ കണ്ടുപിടിക്കണം. ഈ ഒരു ഭാഗത്തിൻ്റെ ഏരിയ ഉണ്ടോ, ഈ ഷെയ്ഡ് പോർഷൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ രണ്ട് ഭാഗം കൂടെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഏരിയ ആണ് നമുക്ക് കിട്ടുക. ക്ലിയർ ആണല്ലോ? പറഞ്ഞാൽ ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതെങ്ങനെ സോൾവ് ചെയ്തെടുക്കാൻ പറ്റും നോക്കിയേ. രണ്ടും കൂടെ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ നോക്കൂ. ടു ഫൈൻഡ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ വി സോൾവ് ടു ഇക്വേഷൻസ്. സോ x² + y² is equal to 32 എന്നുണ്ട് ആൻഡ് y is equal to x എന്നുണ്ട്. സോ ലെറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് y equal to x over here. I'm going to substitute y value there. So x² + x² is equal to 3 ആണ്, 32 ആണ്. So this is 2x² is equal to 32. 2x² 32 എന്ന് പറഞ്ഞാൽ x² 16 ആണ്. So x is equal to ± 4 ആണ് വരിക. അപ്പോൾ 4 ഇവിടെ കിട്ടിയിട്ടുണ്ട്. +4 മതി, ബിക്കോസ് ഈ സൈഡിൽ പ്ലസ്സേ ഉണ്ടാവുള്ളൂ. സോ 4 വരിക. അപ്പോൾ 0 to 4 നമ്മൾ ലൈനിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. 4 to 4√2 നമ്മൾ കർവിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് x² + y² is equal to 32 ആണ് അല്ലേ. x² + y² is equal to 32 ആണല്ലോ. സോ ഇവിടുന്ന് y² എത്ര കിട്ടും? 32 - x² എന്ന് കിട്ടും. സോ വാട്ട് ഈസ് y? y equal to √32 - x² എന്ന് കിട്ടും. സോ ദിസ് ഈസ് യുവർ y. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? ഈ കർവിലെ y എന്ന് പറയുന്നത് എന്താണ്? കർവിലെ y എന്ന് പറയുന്നത് 32 - √32 - x² ആണ് കർവിലെ y എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും ഓക്കെ അല്ലേ? നിങ്ങൾ എല്ലാവർക്കും ഓക്കെ ആണോ? ഇത്രയും ഓക്കെ ആണോ? അപ്പം കർവിലെ y കിട്ടിയിട്ടുണ്ട്. സോൾവ് ചെയ്യുന്ന രീതി ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഇവിടുന്ന് y കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ട്, അത് എഴുതി വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇൻ്റഗ്രേഷൻ തുടങ്ങുകയാണ്, ഏരിയ തുടങ്ങുകയാണ്. സോ ഏരിയ ഇസ് ഈക്വൽ ടു, ഏരിയ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഫ്രം 0 to 4 ആണ് ആദ്യം എടുക്കുന്നത്. നോക്കൂ, ഈ ഒരു റീജിയൻ ആണ് എടുക്കുന്നത് ആദ്യം. 0 to 4 മുതൽ നമ്മൾ ഈ ഒരു കർവിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. റെഡ് ലൈനിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. സോ അതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 0 to 4 അതിലെ കർവ് y എന്ന് പറയുന്നത് x ആണ്. സോ x dx എന്ന് എഴുതി. ദെൻ പ്ലസ് ആണ്, ദെൻ 4 to 4√2 ആണ്. 4 മുതൽ 4√2 വരെയാണ്. ഇവിടെയുള്ള y എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എന്താണ്? 32 - x² dx ആണ്. ഓക്കെ, 32 - x² dx ആണ്. ഈ 32നെ നമുക്ക് എങ്ങനെ എഴുതാം? √32ൻ്റെ സ്ക്വയർ ആക്കി എഴുതാം. കാര്യം a² - x² ഐഡൻറ്റിറ്റി വരാൻ വേണ്ടി, ഫോർമുല വരാൻ വേണ്ടിയാണ്. സോ എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 എന്ന് കിട്ടും. ആൻഡ് ദ ലിമിറ്റ് ഈസ് ടേക്കൺ ഫ്രം 0 to 4. പ്ലസ് ഇതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x/2 ആണ് വരിക ആദ്യം. x/2ൻ്റെ റൂട്ട് ഓഫ് ഇതിനെ സ്ക്വയർ എടുക്കുമ്പോൾ 32 - x² കിട്ടും. പ്ലസ് a²/2 എന്ന് പറയുമ്പോൾ 32/2 കറക്റ്റ്. a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a എന്ന് പറയുമ്പോൾ x/√32 ആണ് വരിക. ആൻഡ് ദ ലിമിറ്റ് ഈസ് ടേക്കൺ ഫ്രം, എവിടെ നിന്നോട്ടാണ് ഇതിൻ്റെ ലിമിറ്റ്? 4 to 4√2 ആണ്. ഈ ലിമിറ്റ് വളരെ ശ്രദ്ധിക്കണം, വെരി ഡേഞ്ചർ ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് a² - x² നമ്മൾ ചെയ്തു. എന്താണ്? x/2 ഇൻറ്റു റൂട്ട് ഓഫ് a² - x² പ്ലസ് a²/2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് x/a. ദ ലിമിറ്റ് ഈസ് ടേക്കൺ ഫ്രം 4 to 4√2 ആണ്. സോ ഇവിടെ നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 4² 16 വരും. 16/2 മൈനസ് ലോവർ ലിമിറ്റ് 0 പ്ലസ് ഇവിടെ നമ്മൾ 4√2 കൊടുക്കുന്ന സമയത്ത് ഇത് ഫസ്റ്റ് ടേം 0 ആവും. കാര്യം എന്താണ്? 32 എന്ന് 4√2ൻ്റെ സ്ക്വയർ 32 തന്നെയാണ് വരിക, 0 വരും. ഇവിടെ 32/2 എത്ര വരും? 16 വരും. പിന്നെ സൈൻ ഇൻവേഴ്സ് √32 തന്നെയാണ് 4√2 എന്ന് പറയുന്നത്, ശരിയല്ലേ? 4√2 എന്ന് പറയുന്നത് ആരാണ്? √32 തന്നെയാണ്. അപ്പോൾ ഇത് സൈൻ ഇൻവേഴ്സ് 1 വരും. അപ്പോൾ 16 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1 വന്നു. ഓക്കെ, 60 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് 1. ദിസ് ഈസ് ആക്ച്വലി ദി അപ്പർ ലിമിറ്റ്. മൈനസ് ലോവർ ലിമിറ്റ് ശ്രദ്ധിച്ച് ചെയ്യണം.
ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 4 ആണ് കൊടുക്കുന്നത്. 4 കൊടുക്കും, 4/2 എന്ന് പറയുമ്പോൾ 2 വരും. ഇൻറ്റു റൂട്ട് ഓഫ് എത്ര വരും? 32 - 60 എന്ന് പറയുമ്പോൾ 16 വരും. ശരിയല്ലേ? 32 16 കുറച്ച് കഴിഞ്ഞാൽ 16 വരും. ഓക്കെ, പ്ലസ് 32/2 16 ആണ്. ഓക്കെ, 16 ആണ്. പിന്നെ വരുന്നത് സൈൻ ഇൻവേഴ്സ്. ഓക്കെ, സൈൻ ഇൻവേഴ്സ് 4, ലോവർ ലിമിറ്റ് 4, താഴെ 32 എന്ന് പറഞ്ഞാൽ 4√2 ആണ്. അത് നമ്മൾ സിറ്റുവേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. 4√2 ആണ്. സോ അതിൻ്റെ ഫൈനൽ ആൻസർ ഞാൻ ഇവിടെ മുകളിൽ എഴുതാം, ശ്രദ്ധിച്ചോളൂ. 16/2 എന്ന് പറയുമ്പോൾ 8 കിട്ടിയിട്ടുണ്ട് ഇവിടെ. 8 പ്ലസ് ഇവിടെ നമുക്ക് 16 × π/2 എന്ന് കിട്ടി. 16 × സൈൻ ഇൻവേഴ്സ് 1 എത്രയാണ്? π/2 മൈനസ് 2 × √16 എന്ന് പറഞ്ഞാൽ 4. പിന്നെ മൈനസും ഈ മൈനസും ഈ പ്ലസും കൂടെ മൈനസായി. ഓക്കെ, മൈനസ് 16 എത്ര വന്നു? സൈൻ ഇൻവേഴ്സ് എത്ര വന്നു? 4 കട്ടായി 1/√2 വന്നു. ഓക്കെ, 1/√2 വന്നു. റൈറ്റ്, ഇങ്ങനെ വന്നു. ഇനി നോക്കിയാൽ ഇവിടെ നമുക്ക് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 8 കിട്ടും. ഇവിടെ 4 × 2 8 ആണ്. ഈ 8ഉം ഈ പ്ലസ് 8ഉം ക്യാൻസലായി. ഇവിടെ നമുക്ക് 8π ഉണ്ട്. ഓക്കെ, 8π മൈനസ് 16 × സൈൻ വേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ π/4 ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 8π മൈനസ് ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 4 കിട്ടി, 4π എന്ന് കിട്ടി. 8π - 4π എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? 4π ആണ്. സോ ഹിയർ 4π സ്ക്വയർ യൂണിറ്റ് ഈസ് ദി ആൻസർ. നിങ്ങൾ ഏരിയനോടൊപ്പം തന്നെ സ്ക്വയർ യൂണിറ്റ് എന്നുള്ളതും കൂടെ എഴുതണം കേട്ടോ. അപ്പോൾ 4π സ്ക്വയർ യൂണിറ്റ്സ് എന്നും കൂടെ എല്ലാ ആൻസറിൻ്റെ കൂടെ അത് എഴുതാം കേട്ടോ. 4π സ്ക്വയർ യൂണിറ്റ്സ് എന്നുള്ള ആ യൂണിറ്റ് എഴുതാൻ മറന്നു വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടെ ആൻസറിൻ്റെ കൂടെ നിങ്ങൾ ആ സ്ക്വയർ യൂണിറ്റ്സ് എന്നുള്ളതും കൂടെ എഴുതി വെക്കുക കേട്ടോ. ഓൾ റൈറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇൻ്റഗ്രേഷനിലുള്ള ക്വസ്റ്റ്യൻസ് ഇതേപോലത്തെ ധാരാളം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. പ്രീവിയസ് ഇയർ പ്രത്യേകിച്ച് ചെയ്ത് പഠിക്കുക കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം. ബൈ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് 3 ചാപ്റ്റേഴ്സ്, ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ദെൻ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്, ദെൻ മിനറൽ ന്യൂട്രീഷൻ, ഈ 3 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എക്സാമിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഒരുപാട് നല്ല നല്ല ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലെ ഓരോരോ
ഭാഗങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, സോ ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്. ഓക്കെ, ഫോട്ടോസിന്തസിസിലെ ഏതാനും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇതിലെ ഒന്നാമത്തെ ചോദ്യം, what is your comment on the speciality of carbon fixation in some plants adapted to dry tropical regions? What are the anatomical peculiarities of the leaves of this plant? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് സെക്ഷൻ ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഫസ്റ്റ് വൺ ദാറ്റ് ഈസ് യുവർ, ഇവിടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന്, ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസിൽ അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്. ദെൻ വാട്ട് ആർ ദി അനാട്ടമിക്കൽ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് ലീവ്സ് ഓഫ് ദീസ് പ്ലാന്റ്. അപ്പം ഡ്രൈ ട്രോപ്പിക്കൽ റീജിയനിൽ നമുക്ക് അഡാപ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ C4 plants. So that plants are referred as the C4 plants. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്ലാന്റ്സിൻ്റെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്? So plants are classified on based on what? Your carbon fixation products. That is your C3 plant and C4 plant. രണ്ട് രീതിയിലാണ് നമുക്ക് പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി ഒന്നുകൂടിയുണ്ട്, ദാറ്റ് ഈസ് യുവർ C2 പാത്വേ. അവർ നമ്മളൊരു പ്ലാന്റ്സിൻ്റെ കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടില്ല എങ്കിലും ഒരു പാത്വേ കൂടെ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ദ പ്രൈമറി ഫിക്സേഷൻ പ്രോഡക്റ്റ് ഈസ് സെറ്റ് ബി യുവർ C4 ആസിഡ്, ദാറ്റ് ഈസ് യുവർ ഓക്സലോ അസെറ്റിക് ആസിഡ്. ഇവിടെയാണെങ്കിൽ C4 ദാറ്റ് ഈസ് യുവർ നോട്ട് C4, C3 ദാറ്റ് ഈസ് 4 carbon compound, ദാറ്റ് ഈസ് യുവർ 3-phosphoglyceric ആസിഡ്. ഈ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ് അവിടെ പ്രോഡക്റ്റ് ആയി വരുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ ഇതിനെ C3 പ്ലാന്റ് നമ്മൾ C3 പ്ലാന്റ്സിൽ C3 പാത്വേ നടക്കുന്നുണ്ട്, ഓർ ദി കാൽവിൻ സൈക്കിൾ. ദിസ് യൂണിവേഴ്സൽ പാത്വേ എല്ലാ പ്ലാന്റ്സിലും ഉള്ളത് ദാറ്റ് ഈസ് യുവർ C3 പ്ലാന്റ്സിലുള്ള C3 പാത്വേ ആണ് യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് കാണും എല്ലാ പ്ലാന്റ്സിലും. അതായത് എല്ലാ പ്ലാന്റ്സിലും കാർബൺ ഫിക്സേഷൻ്റെ പാത്വേ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ C3 പാത്വേ ആണ്. എന്നാൽ C4 പ്ലാന്റ്സിൽ എക്സ്ട്രാ അഡീഷണൽ ആയിട്ടൊരു പാത്വേ കൂടിയുണ്ട്, ദാറ്റ് ഈസ് സെറ്റ് ടു ബി യുവർ C4 പാത്വേ. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് C3 പാത്വേ നടക്കുക. സോ ബോത്ത് C3 ആൻഡ് C4 പ്ലാന്റ്സിൽ C3യിലും C4ലും ഏത് പാത്വേ നടക്കുന്നുണ്ട്? C3 പാത്വേ നടക്കുന്നുണ്ട്. ബട്ട് C4 പ്ലാന്റ്സിൽ ആദ്യം ഏത് നടക്കണം? C4 പാത്വേ നടന്നതിന് ശേഷമാണ് C3 പാത്വേ നടക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കുകയാണ്, എല്ലാ പ്ലാന്റിലും കോമൺ ആയിട്ട് കാണുന്ന കാർബൺ ഫിക്സേഷൻ്റെ പാത്വേ എന്ന് പറയുന്നത് സോ ഏതായിരിക്കാം? കാർബൺ ഫിക്സേഷൻ കോമൺ ആയിട്ട് എല്ലാവരിലും കാണുന്ന പാത്വേ ദാറ്റ് ഈസ് സെറ്റ് ടു ബി C3 പാത്വേ. അപ്പം C4ൻ്റെ പ്രത്യേകത, ഇനി അതിൽ സംടൈംസ് ഫോട്ടോ റെസ്പിറേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട് C3 പാത്വേയിൽ. എന്താ ഫോട്ടോ റെസ്പിറേഷൻ? നമുക്ക് ഈ C3 പാത്വേയുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് നോക്കാം. 3 steps are there, that is carboxylation and reduction, carboxylation, reduction and finally regeneration. ഇങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ടാണ് നമ്മുടെ C3 പാത്വേ നടക്കുന്നത്. അതിൽ ഈ കാർബോക്സിലേഷൻ എന്നുള്ള പാത്വേ മീഡിയേറ്റ് ചെയ്യുന്ന ഒരു എൻസൈം ഉണ്ട്. ദാറ്റ് എൻസൈം ഈസ് നോൺ ആസ് ദി റുബിസ്കോ. ദാറ്റ് എൻസൈം ഈസ് കോൾഡ് ആസ് ദി റുബിസ്കോ. നോക്കൂ, റുബിസ്കോയുടെ പേരിൽ എന്താ അവസാനം കാണുന്നത്? ദാറ്റ് ഈസ് കാർബോക്സിലേസ് ഓക്സിജനേസ്. അപ്പം രണ്ട് കോമ്പൗണ്ട്സിനോട് കാർബൺ ഡൈ ഓക്സൈഡിനോടും ഓക്സിജനോടും അഫിനിറ്റി കാണിക്കുന്ന ഒരു എൻസൈമാണ് റുബിസ്കോ. പക്ഷേ അതിൻ്റെ കണ്ടീഷൻ വ്യത്യാസമുണ്ട്. നോർമൽ കണ്ടീഷനിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ ഓക്സിജനും ഈക്വൽ ആകുന്ന സമയത്ത് ദിസ് റുബിസ്കോ ഷോസ് അഫിനിറ്റി ടുവേർഡ്സ് കാർബൺ ഡൈ ഓക്സൈഡ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് കുറയുമ്പോഴും അതുപോലെ ടെമ്പറേച്ചർ കൂടുമ്പോഴും റുബിസ്കോ ആരോട് അഫിനിറ്റി കാണിക്കാൻ സാധ്യതയുണ്ട്? ഓക്സിജനോട്. സോ ആ സമയത്ത് ഒരു പാത്വേ നടക്കും. ആ സമയത്ത് ഈ RUBPയുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കുന്നത് ആരെയാണ്? ഓക്സിജനുമായിട്ടാണ്. നോക്കൂ, എന്താ പറഞ്ഞത് ഇപ്പം? ഒന്നുകൂടെ പറയാം. ദാറ്റ് ഈസ് റുബിസ്കോ സാധാരണ അഫിനിറ്റി കാണിക്കേണ്ടത് ആരുമായിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്താ സംഭവിക്കുക? ദിസ് കാർബൺ ഡൈ ഓക്സൈഡും RUBPയും കൂടി ചേർന്ന് 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകും. ആ 6 കാർബൺ കോമ്പൗണ്ട് ക്ലീവ് ചെയ്തിട്ട്
3 കാർബൺ കോമ്പൗണ്ട് ആയി മാറും അല്ലേ. പക്ഷേ ചില സമയങ്ങളിൽ കാർബൺ ഡൈ ഓക്സൈഡ് റുബിസ്കോ ആരോട് അഫിനിറ്റി കാണിക്കും? ഓക്സിജനോട്. അപ്പോൾ ReBP ആരുമായിട്ട് കമ്പൈൻ ചെയ്യിപ്പിക്കും? ഓക്സിജൻ. സോ ദാറ്റ് ആ സമയത്ത് നമുക്ക് എന്താ, ഇൻസ്റ്റെഡ് ഓഫ് ഫോമിങ് 6 കാർബൺ 5 കാർബൺ ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു 3 കാർബണും അതുപോലെ 2 കാർബണും ആണ് കിട്ടുക. ഇതിലെ 3 കാർബൺ കോമ്പൗണ്ട് സേഫ് ആണ്, കാരണം അവർക്ക് C3 പാത്വേയിലേക്ക് എൻ്റർ ചെയ്യാം. ബാക്കി 2 കാർബൺ കോമ്പൗണ്ട് ഉണ്ടല്ലോ, ഫോസ്ഫോ ഗ്ലൈക്കോലേറ്റ്, അയാൾ ഫോം ചെയ്യും. അപ്പോൾ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യരുത്, റുബിസ്കോ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു അനാവശ്യമായ പ്രൊഡക്റ്റ് ഉണ്ടാകും. ഫോട്ടോ റെസ്പിറേഷൻ എന്നുള്ള പാത്വേ നടക്കും. അങ്ങനെ ഫോട്ടോ റെസ്പിറേഷൻ എന്നുള്ള പാത്വേ നടന്നു കഴിഞ്ഞാൽ അത് പ്ലാന്റിന് എനർജി ലോസ് ആണ്. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ ഡ്രൈ ട്രോപ്പിക്കൽ റീജിയൻസിലുള്ള പ്ലാന്റ്സിന് ഒരു സ്പെസിഫിക് അഡാപ്റ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് അഡാപ്റ്റേഷൻ അതാണ് C4 പാത്വേ. They shows a special anatomy. That anatomy is called as the Kranz anatomy. So what is this Kranz anatomy? So C4 plants മാത്രമുള്ള Kranz anatomy എന്താണെന്ന് നോക്കാം. Kranz anatomy-യിൽ നമുക്ക് ഓക്സിജനെ റുബിസ്കോ കാണാൻ പാടില്ല. ഓക്സിജനെ കണ്ടു കഴിഞ്ഞാൽ റുബിസ്കോ ഷോസ് അഫിനിറ്റി. അതായത് നമുക്ക് ഓക്സിജന്റെ പ്രസൻസ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഓക്സിജനോട് അഫിനിറ്റി കാണിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഓക്സിജനെ കാണാതിരിക്കാൻ റുബിസ്കോയെ നമ്മൾ ഒളിപ്പിച്ച് വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് ദാറ്റ് ഈസ് സെറ്റ് ടു ബി യുവർ ബണ്ടിൽ ഷീറ്റ് സെൽ. നമുക്ക് എവിടെ ഒളിപ്പിച്ച് വെക്കാം? ഏറ്റവും ഒരു ലീഫിന്റെ ഇന്നർ സൈഡിൽ. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, ഇത് ഏറ്റവും പുറം ഭാഗമാണ്. നമ്മൾ ലീഫിന്റെ അനാട്ടമി പഠിച്ചതല്ലേ മക്കളെ? എന്തായിരുന്നു ലീഫിന്റെ അനാട്ടമിയിലെ ഏറ്റവും പുറമെ? അപ്പർ എപ്പിഡെർമിസ്, ലോവർ എപ്പിഡെർമിസ്, ദെൻ യു കൻ ഒബ്സർവ് മീസോഫിൽ സെൽസ്. ഉണ്ടോ? മീസോഫിൽ സെൽ. ഏറ്റവും ഉൾഭാഗത്ത് യു കൻ ഒബ്സർവ് ദി വാസ്കുലാർ ബണ്ടിൽസ്. ആ വാസ്കുലാർ ബണ്ടിൽസിന്റെ ചുറ്റും യു കൻ ഒബ്സർവ് ലൈക്ക് ദിസ് സെൽസ്. ദീസ് സെൽസ് ആർ റെഫേർഡ് ആസ് ദി ബണ്ടിൽ ഷീറ്റ് സെൽ. അപ്പോൾ ബണ്ടിൽ ഷീറ്റ് സെൽ എവിടെയാ കാണുക? സർഫസിനോട് ചേർന്നല്ല, വാസ്കുലാർ ബണ്ടിൽസിനോട് ചേർന്നാണ് കാണുന്നത് അല്ലേ? അപ്പോൾ ഏറ്റവും ഉൾഭാഗത്താണ്. അപ്പോൾ നമുക്ക് റുബിസ്കോയെ അവിടെ ഒളിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ റുബിസ്കോ ആരോട് അഫിനിറ്റി കാണിക്കാൻ സാധ്യതയില്ല? ഓക്സിജനോട്. കാരണം ഓക്സിജൻ എവിടെയാ? ഏറ്റവും പുറമേ ഉള്ളത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ കൊണ്ടുപോയി ഓക്സിജനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രശ്നമില്ലേ? കാർബൺ ഡൈ ഓക്സൈഡിനും കാണാൻ സാധിക്കില്ല. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡിനെ എത്തിച്ചു കൊടുക്കാനുള്ള ഒരു വഴിയുണ്ട്. ദാറ്റ് പാത്വേ ഈസ് നോൺ ആസ് ദി C4 പാത്വേ. ഓക്സിജൻ ഒരു കാരണവശാലും എത്താതിരിക്കാൻ വേണ്ടി ചില പെക്യുലാരിറ്റീസ് ഉണ്ട്. ഏതെല്ലാമാണ് ആ പെക്യുലാരിറ്റീസ്? സോ ദ ആൻസർ, വാട്ട് ആർ ദി അനാട്ടമിക്കൽ പെക്യുലാരിറ്റീസ് ഓഫ് ദീസ് ലീവ്സ്? പ്ലാന്റ്സിന്റെ ലീവ്സിലുള്ള പ്രത്യേകത എന്താണെന്ന് നോക്കാം. സോ ബണ്ടിൽ ഷീറ്റ് സെൽസ്, ബണ്ടിൽ ഷീറ്റ് സെല്ല് തിക്കർ ആയിരിക്കും. സോ ബണ്ടിൽ ഷീറ്റ് സെൽസ് തിക്കറായിരിക്കും, കാരണം ഓക്സിജൻ അവിടേക്ക് കയറാൻ പാടില്ല. രണ്ടാമത്തത് ഏതെങ്കിലും ഒരു ഫീച്ചർ പറയാൻ സാധിക്കുമോ? ഏതായിരിക്കും രണ്ടാമത്തെ ഫീച്ചർ? യെസ്, നെക്സ്റ്റ് ഫീച്ചർ, ഇന്റർസെല്ലുലാർ സ്പേസസ് ആബ്സെന്റ് ആയിരിക്കും. സോ ഇന്റർസെല്ലുലാർ സ്പേസസ് ആബ്സെന്റ് ആയിരിക്കും. അതെന്താ ഇന്റർസെല്ലുലാർ സ്പേസസ് ആബ്സെന്റ് ആകുന്നത്? കാരണം ഇന്റർസെല്ലുലാർ സ്പേസ് എല്ലാം ഉണ്ടെങ്കിൽ അവിടേക്ക് ഓക്സിജൻ എത്താനുള്ള സാധ്യതയുണ്ടല്ലേ. അതുകൊണ്ട് ഇന്റർസെല്ലുലാർ സ്പേസസ് ആബ്സെന്റ് ആയിരിക്കും. മാത്രമല്ല അവിടെ ധാരാളമായിട്ട് ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആയിരിക്കും. ക്ലോറോപ്ലാസ്റ്റ് ആർ പ്രസന്റ്. അപ്പൊ അവിടെയാണ് C3 pathway നടക്കുക, ബണ്ടിൽ ഷീറ്റ് സെൽ. സോ ദ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് ഓഫ് ദി C4 plants ആർ സെറ്റ് ടു ബി. C4 പ്ലാന്റ്സിന്റെ അനാട്ടമിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ബണ്ടിൽ ഷീറ്റ് സെൽ ആർ തിക്കർ, ദെൻ ഇന്റർസെല്ലുലാർ സ്പേസസ് ആർ ആബ്സെന്റ്, ദെൻ ക്ലോറോപ്ലാസ്റ്റ് ആർ പ്രസന്റ്. ഓക്കെ, ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ ധാരാളമായിട്ട് ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ആയിട്ടുണ്ടാകും. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. നൗ വി മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As a part of experiment to study the influence of light on carbohydrates, a potted plant was kept in light
for some time and then it was transferred to dark room. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ്, ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്. എന്താ നമ്മൾ ഈ എക്സ്പെരിമെന്റ് ചെയ്തത്? ദാറ്റ് ഈസ് ഒരു പോട്ടഡ് പ്ലാന്റ് ആദ്യം നമ്മൾ ലൈറ്റിൽ വെച്ചു, സം ടൈം ദെൻ നമ്മൾ അത് എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു? ഡാർക്കിലേക്ക്. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന എക്സ്പെരിമെന്റ്. അപ്പം ഇതിൽ നിന്നും ആദ്യത്തെ ചോദ്യം, ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂഡ് ഫോർ സം ടൈം ആൻഡ് കെയിം ടു ഹോൾട്ട്. സജസ്റ്റ് റീസൺ ഫോർ ദിസ് ഫിനോമിനോൺ. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ദാറ്റ് കാർബോഹൈഡ്രേറ്റ് പ്രൊഡക്ഷൻ കണ്ടിന്യൂഡ് ഫോർ സം ടൈം ആൻഡ് കെയിം ടു ഹോൾട്ട്. അപ്പോൾ ഡാർക്കിലേക്ക് മാറ്റിയപ്പം കുറച്ച് സമയത്തേക്ക് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫിക്സേഷൻ നടന്നു, അതിനുശേഷം അത് അവസാനിച്ചു. ദാറ്റ് ഈസ് കെയിം ടു ഹോൾട്ട്. സജസ്റ്റ് റീസൺ ഫോർ ദിസ് ഫിനോമിനൻ. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ, അതിനുള്ള കാരണം എന്താണെന്നുള്ളത് ചോദിച്ചത്. സോ നമുക്കറിയാം ഫോട്ടോസിന്തസിൽ 2 റിയാക്ഷൻസാണ് ഉള്ളത്. ഏതെല്ലാമാണ് ഫോട്ടോസിന്തസിലെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്? ഓക്കെ, ഫോട്ടോസിന്തസിലെ റിയാക്ഷൻസ് ആർ സെറ്റ് ടു ബി ലൈറ്റ് റിയാക്ഷൻ and dark reaction. So light reaction and dark reaction. So light directly use ചെയ്യുന്ന reaction, light dependent, that is said to be light reaction in which ATP and NADPH. So what is this ATP? Adenosine triphosphate. Then NADPH stands for what? Nicotinamide adenine dinucleotide phosphate. അപ്പം ഇത് രണ്ടുമാണ് അസിമിലേറ്ററി പവേഴ്സ് ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിലെ 2 അസിമിലേറ്ററി പവേഴ്സ് എന്ന് പറയുന്നത് ATP NADPH ആണ്. അതുണ്ടാകുന്ന സ്റ്റെപ്പാണ് ദിസ് ലൈറ്റ് റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ നമുക്ക് ഈ 2 കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. അതാണ് ഫോട്ടോസിന്തസിന് ആവശ്യമായ അസിമിലേറ്ററി പവേഴ്സ്. അപ്പോൾ അതുണ്ടായി എവിടെ വെച്ചപ്പം? നമ്മൾ ലൈറ്റിൽ വെച്ചപ്പോൾ അതുണ്ടായി. അപ്പോൾ അതിനുശേഷം ഈ ഉണ്ടായ ATPയെയും NADPHനെയും ഉപയോഗിച്ചു എവിടെ? ഡാർക്ക് റിയാക്ഷനിൽ. അപ്പോൾ ലൈറ്റ് റിയാക്ഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക. ഒരിക്കലും ലൈറ്റ് റിയാക്ഷൻ എല്ലാം കഴിഞ്ഞ് അതിനുശേഷം ഡാർക്ക് റിയാക്ഷൻ നടക്കുക, അങ്ങനെയല്ല. ലൈറ്റ് റിയാക്ഷൻ്റെ റിയാക്ഷൻ. അപ്പം ലൈറ്റ് അൺഅവൈലബിൾ ആയപ്പോൾ ദ പ്രോസസ് സ്റ്റോപ്ഡ്. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ഫസ്റ്റ് പാർട്ട്. അപ്പം എപ്പോഴാണോ ലൈറ്റ് അവൈലബിൾ ആകുന്നത് അപ്പോൾ മാത്രമാണ് ഫോട്ടോസിന്തസിലെ ലൈറ്റ് റിയാക്ഷൻ നടക്കുക. ലൈറ്റ് റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിനൊപ്പം തന്നെ സൈമിൾട്ടേനിയസ് ആയിട്ട് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ലൈറ്റ് റിയാക്ഷൻ എപ്പോഴാണോ അവസാനിക്കുന്നത് അത് കുറച്ച് കഴിഞ്ഞാൽ, കാരണം ഉണ്ടാക്കി വെച്ച ATP NADPയും തീരുന്നത് NADPHും തീരുന്നത് വരെ ഫോട്ടോസിന്തസ് കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് വാട്ട് വുഡ് ഹാപ്പൻ to carbohydrate production if the same plant is again transferred back to light. So what would happen to carbohydrate production if the same plant is again transferred back to light? തിരിച്ച് നമ്മൾ ലൈറ്റിലേക്ക് കൊണ്ടുവന്നാൽ എന്താണ് ഈ പ്ലാന്റിന് സംഭവിക്കുക? എന്താ സ്വാഭാവികമായിട്ടും ആൻസർ നമുക്കറിയാം. The carbohydrate production or the glucose production continues. കാരണം ലൈറ്റ് അവൈലബിൾ ആണ് അല്ലേ? ലൈറ്റ് അവൈലബിൾ ആയതുകൊണ്ട് ഇനി ലൈറ്റ് റിയാക്ഷൻ തിരികെ നടക്കും. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഈ ഒരു പ്രോസസ് കണ്ടിന്യൂ ചെയ്യും. സോ ദിസ് ഈസ് ആൻസർ. അപ്പം ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ലൈറ്റ് റിയാക്ഷൻ, എന്താണ് ഡാർക്ക് റിയാക്ഷൻ. സോ ലൈറ്റ് റിയാക്ഷൻ ഇസ് ദ വൺ ദാറ്റ് യൂസസ് ലൈറ്റ് എനർജി. ലൈറ്റ് എനർജി നേരിട്ട് ഉപയോഗിച്ച് ATP NADPH ഉണ്ടാകുന്ന റിയാക്ഷനാണ് ലൈറ്റ് റിയാക്ഷൻ. അത് ഉപയോഗിച്ചുകൊണ്ട് ഡാർക്ക് റിയാക്ഷൻ നടക്കുകയാണ്, ദാറ്റ് ഈസ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്. സോ ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഡാർക്ക് റിയാക്ഷൻ ആൻഡ് ലൈറ്റ് റിയാക്ഷൻ. ഇനി അടുത്തൊരു ചോദ്യം ഇവിടെ നമുക്ക് വരാവുന്നത്, വെർ ഇസ് ദ ലൊക്കേഷൻ ഓഫ് ദിസ് ലൈറ്റ് റിയാക്ഷൻ ആൻഡ് ഡാർക്ക് റിയാക്ഷൻ? ലൊക്കേഷൻസ്, എവിടെയാണ് ലൈറ്റ് റിയാക്ഷനും ഡാർക്ക് റിയാക്ഷനും നടക്കുക? ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് വന്നു കഴിഞ്ഞാൽ, സോ ലൈറ്റ് റിയാക്ഷൻ എവിടെയാണ് നടക്കുക? ദ മെംബ്രേനിയസ് സിസ്റ്റം വിത്തിൻ ദ ക്ലോറോപ്ലാസ്റ്റ്. ക്ലോറോപ്ലാസ്റ്റിനകത്തുള്ള മെംബ്രേനിയസ് സിസ്റ്റം ഉണ്ട്, ദാറ്റ് ഈസ് യുവർ ഗ്രാന ആൻഡ് സ്ട്രോമ ലാമല്ല. അപ്പോൾ അവിടെയാണ് ഈ എനർജി ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ ATP and NADPH ഉണ്ടാകുന്നത് ദാറ്റ് മെംബ്രേനിയസ് സിസ്റ്റത്തിലാണ്. ദെൻ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്, ഡാർക്ക് റിയാക്ഷൻ ഈസ് സെറ്റ് ടു ബി സ്ട്രോമ. അപ്പോൾ നമുക്ക് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ എല്ലാം അറിയാം. എന്താ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ?
ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ ഉണ്ട്. ആ ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചറിനകത്തുള്ള ടോട്ടലി എൻക്ലോസ്ഡ് സ്പേസിനെ വിളിക്കുന്ന പേര് സ്ട്രോമയാണ്. വിതിൻ ദ സ്ട്രോമ വി ഹാവ് ദ മെംബ്രേനിയസ് stalk like structures. That membranous stalk like structures are referred as the grana. ഈ ഗ്രാനയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആർ referred as the thylakoids. Then this thylakoids are connected by the stroma lamella. ആ സ്ട്രോമ ലാമെല്ലയിലും അതുപോലെ ഗ്രാനയിലും വെച്ചാണ് നമ്മുടെ ലൈറ്റ് റിയാക്ഷൻ്റെ മെയിൻ പ്രോസസ്സായ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും അതുപോലെ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനും നടക്കുന്നത്. ഓക്കെ, സോ നമുക്കിപ്പം ഈ ക്വസ്റ്റ്യൻ മനസ്സിലായി. സോ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ലൈറ്റ് റിയാക്ഷൻ്റെ ലൊക്കേഷൻ മനസ്സിലായി, ലൈറ്റ് റിയാക്ഷനിൽ എന്താ നടക്കുക, ഡാർക്ക് റിയാക്ഷനിൽ എന്താ നടക്കുക എന്നെല്ലാം മനസ്സിലായി. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. As a part of the experiment to study the influence of an anatomist observed a peculiar type of large spherical bundle sheath cells in sugarcane leaf, and a physiologist identified the presence of phosphoenol pyruvate carboxylase in that leaf mesophyll. അപ്പം ഇവിടെ ഒരു അനാട്ടമിസ്റ്റ് എന്താ ഒബ്സർവ് ചെയ്തത്, ഒരു ലാർജ് സ്ഫെറിക്കൽ ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഷുഗർ കെയിനിലാണ്, ഷുഗർ കെയിനിൽ. ദെൻ ഫിസിയോളജിസ്റ്റ് ഐഡന്റിഫൈഡ് ദ പ്രസൻസ് ഓഫ് ദിസ് PEP കാർബോക്സിലേസ്, ദാറ്റ് ഈസ് പെപ് കാർബോക്സിലേസ്, ഒരു എൻസൈമാണ്, ദാറ്റ് ഈസ് പെപ്കേസ് എന്ന് ഷോർട്ടാക്കി പറയാം. In that leaf mesophyll. Mesophyll എന്താണ് നമുക്കറിയാലോ അല്ലേ. So what is this mesophyll? Chloroplast containing cells are referred as the mesophyll cell. Chloroplast containing cells are referred as the mesophyll cell. Okay, അപ്പോൾ അതിനകത്ത് കാർബോക്സിലേസ് കണ്ടിട്ടുണ്ട്, അതുപോലെ ബണ്ടിൽ ഷീറ്റ് സെൽസ്, സ്ഫെറിക്കൽ ബണ്ടിൽ ഷീറ്റ് സെൽസും കാണുന്നുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നെയിം ദ പെക്യുലിയർ ലീഫ് അനാട്ടമി. സോ ആസ് വി ഡിസ്കസ്ഡ് ബിഫോർ, so bundle sheath cells are well developed and having thicker walls and no intercellular space and having abundant amount of chloroplast. ആ അനാട്ടമിയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി is the answer. So already we have discussed what is this Kranz anatomy. Then explain the physiological advantage of such type of plants. So such type of plants എന്ന് പറയുന്നത് ഏത് പ്ലാന്റ്സിലാണ് ക്രാൻസ് അനാട്ടമി ഉണ്ടാവുക? That Kranz anatomy is present in the C4 plants. Advantage means what? എന്താ അഡ്വാൻറ്റേജ്? C4 പാത്വേ നടക്കുമ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ? C4 പാത്വേയുടെ അഡ്വാൻറ്റേജ് ബിക്കോസ് അവിടെ ഫോട്ടോ റെസ്പിറേഷൻ അബ്സെൻ്റ് ആയിരിക്കും. സോ photo respiration is absent. Photo respiration absent. Because C4 പ്ലാന്റിന്റെ ഉദ്ദേശം തന്നെ എന്താ? ടു ഇൻക്രീസ് ദ ഇൻട്രാസെല്ലുലാർ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഇൻട്രാസെല്ലുലാർ കോൺസെൻട്രേഷൻ കൂട്ടുകയാണ്. എവിടെയാണ്? അറ്റ് ദ എൻസൈം സൈറ്റ്. സോ എൻസൈം സൈറ്റ് എന്ന് പറയുമ്പം എൻസൈം സൈറ്റ്, ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എ mesophyll cell, this is a bundle sheath cell. So here is the enzyme site. So Rubisco is placed in the bundle sheath cell only. Then ഇത് mesophyll cell ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ എൻസൈം സൈറ്റിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടാനുള്ള മെക്കാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ദിസ് C4 pathway. So C4 pathway പ്രസന്റ് ആയിരിക്കുന്ന പ്ലാന്റ്സ് C4 plants. So here explain the physiological advantage of such type of plants are said to be photorespiration is absent. അതുകൊണ്ട് this plant can save much amount of energy. ഈ പ്ലാന്റിന് ഒരുപാട് എനർജി സേവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല പ്രൊഡക്ടിവിറ്റി ഇസ് ഹയർ. അവരുടെ പ്രൊഡക്ടിവിറ്റി ഫോട്ടോ റെസ്പിറേഷൻ എല്ലാം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് അവരുടെ പ്രൊഡക്ടിവിറ്റി ഹയർ ആയിരിക്കും. സോ ദിസ് ഇസ് ആൻസർ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് നൗ വി മൂവ് ടു ദ നെക്സ്റ്റ്. Okay, the use of radioactive C14 carbon 14 by Melvin Calvin in algal photosynthesis studies led to the discovery of CO2 fixation in green plants. ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. So the use of radioactive
carbon 14 by Melvin Calvin by in algal photosynthesis. അപ്പോൾ മെൽവിൻ കാൽവിൻ അദ്ദേഹമാണല്ലോ നമ്മുടെ ഡാർക്ക് റിയാക്ഷൻ്റെ പ്രോസസ്സ് എല്ലാം നമ്മുടെ മുന്നിൽ വെച്ചത് അല്ലേ. ഓക്കെ, in algal photosynthesis studies led to the discovery of CO2 fixation in green plants. So identify the first stable product in this CO2 fixation cycle. അപ്പം നമുക്ക് ഇതിൽ ഏതാണ് ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഇൻ ദ CO2 ഫിക്സേഷൻ സൈക്കിൾ? സോ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് സെറ്റ് ടു ബി യുവർ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. C3 പാത്വേയിലെ സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ്. 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ ആ 6 കാർബൺ കോമ്പൗണ്ട് ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് ഡിവൈഡ് ചെയ്തിട്ട് 2 കോമ്പൗണ്ടായി മാറുകയാണ്, 2 3 കാർബൺ കോമ്പൗണ്ടായി മാറുകയാണ്. ദാറ്റ് ഈസ് സെറ്റ് ടു ബി 3 ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ദെൻ വിച്ച് ആർ 3 മെയിൻ സ്റ്റേജസ് ഓഫ് ദിസ് സൈക്കിൾ? സോ ഏതാണ് അതിൻ്റെ 3 മെയിൻ സ്റ്റേജസ് എന്നാ ചോദിച്ചത്. വിച്ച് ആർ ദി 3 മെയിൻ സ്റ്റേജസ് ഓഫ് ദിസ് സൈക്കിൾ? Already we have explained 3 stages, that is your carboxylation, reduction and your regeneration. So carboxylation നമ്മൾ എന്താ ചെയ്യുന്നത്? With the help of the enzyme Rubisco. So what is the features of this Rubisco? Rubiscoയുടെ main features എന്തെല്ലാമാണ്? Rubiscoയ്ക്ക് 2 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഉണ്ട്. So which are the main features of this? So ഏതെല്ലാമാണ് Rubiscoയുടെ main features എന്ന് പറയുന്നത്? The most abundant enzyme, ഏറ്റവും കൂടുതൽ അബണ്ടൻ്റ് ആയ എൻസൈമാണ് Rubisco എന്ന് പറയുന്നത്. അത് ടോട്ടൽ ബയോസ്ഫിയറിൽ തന്നെ ഏറ്റവും കൂടുതലായ എൻസൈമാണ്. മാത്രമല്ല it has dual functions, that it act as the കാർബോക്സിലേസ് ഫംഗ്ഷനും ഉണ്ട്, അതുപോലെ ഓക്സിജനൈസ് ഫംഗ്ഷനും ഉണ്ട്. കാർബോക്സിലേസ് ആക്ടിവിറ്റിയും ഓക്സിജനൈസ് ആക്ടിവിറ്റിയും ഒരുപോലെയുള്ള എൻസൈമാണ് റുബിസ്കോ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കാർബോക്സിലേഷൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പം റുബിസ്കോ എന്താ ചെയ്യുക? അറ്റ്മോസ്ഫിയറിൽ നിന്ന് ക്രൂഷ്യൽ സ്റ്റെപ്പാണ്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്തിട്ട് ആ കാർബൺ ഡൈ ഓക്സൈഡിനെ RUBP-യുമായി കമ്പൈൻ ചെയ്യിച്ച് 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടായി അത് സ്പ്ലിറ്റ് ചെയ്ത് 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ദിസ് കാർബോക്സിലേഷൻ. ദെൻ ഇൻ ദ സ്റ്റെപ്പ് ഓഫ് റിഡക്ഷൻ ATP ആൻഡ് NADPH യൂട്ടിലൈസ്ഡ്. അപ്പോൾ എവിടെയാണ് നമ്മൾ ATP NADPH പ്രൊഡ്യൂസ് ചെയ്തത്? അത് ലൈറ്റ് റിയാക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്ത ATPയും NADPHും നമ്മൾ റിഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിച്ചു. ദെൻ ആ പ്രോസസ്സിൽ നിന്ന് തന്നെ RUBP-യെ തിരിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്, ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ദി റീജനറേഷൻ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 സ്റ്റെപ്സ് ആണ് നമുക്ക് ഈ ഒരു പ്രോസസ്സിൽ ഉള്ളത്. സോ നൗ name the enzyme which catalyzes the first stage of this cycle. So already we have discussed, that is said to be your Rubisco. Okay, Rubisco enzyme ആണ്. So what is this? Rubisco stands for ribulose 1,5-bisphosphate carboxylase oxygenase is the enzyme, and it has dual functions, that is carboxylase and oxygenase. So now work out how many ATP and NADPH molecules will be required to make 1 molecule of glucose. അപ്പം ഒരു ഗ്ലൂക്കോസ് മോളിക്യൂൾ ഉണ്ടാക്കാൻ നമുക്ക് എത്ര ATPയും NADPHും വേണം എന്നുള്ളതാണ് ചോദ്യം. ഫോർ എക്സാമ്പിൾ, വെൻ യു ടേക്ക് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് ഒരു RUBP-യുമായിട്ട് കമ്പൈൻ ചെയ്ത് 6 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാകും. ആ 6 കാർബൺ കോമ്പൗണ്ട് ക്ലീവ് ചെയ്ത് 3 കാർബൺ ആയി മാറും. 3 കാർബൺ, 2 മോളിക്യൂൾസ് ഓഫ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. സോ ഈ സ്റ്റെപ്പാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് യുവർ കാർബോക്സിലേഷൻ. സോ 3 കാർബൺ കോമ്പൗണ്ട്, 2 3 കാർബൺ കോമ്പൗണ്ടും ട്രയോസ് ഫോസ്ഫേറ്റുകളായി മാറും. ദാറ്റ് ഈസ്, സോ ട്രയോസ് ഫോസ്ഫേറ്റുകൾ ഉണ്ടാകും. ട്രയോസ് ഫോസ്ഫേറ്റുകൾ ഉണ്ടാകും. അപ്പോൾ 2 ട്രയോസ് ഫോസ്ഫേറ്റ് ഉണ്ടല്ലോ. സോ 2 ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പം ഈ 3 കാർബൺ കോമ്പൗണ്ടിന് ഒരു ATP, നെക്സ്റ്റ് 3 കാർബൺ കോമ്പൗണ്ടിന് അടുത്ത ATP. സോ ഹിയർ 2 ATP യൂട്ടിലൈസ്ഡ്. മാത്രമല്ല 2 NADPH ഓൾസോ യൂട്ടിലൈസ്ഡ്. 2 ATP അതുപോലെ 2 NADPH plus H plus utilized. So 2 ATP യൂട്ടിലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവരെന്തായി മാറി? 2 ADP. അതുപോലെ 2 NADPH എന്തായി മാറും? 2 NADP.
ആൻഡ് ഹിയർ അപ്പോൾ 2 ATP ഉപയോഗിച്ചു, 2 NADPH ഉപയോഗിച്ചു. മാത്രമല്ല ഈ 2 ട്രയോസ് ഫോസ്ഫേറ്റിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണം? RUBPയെ റീജനറേറ്റ് ചെയ്യണം. RUBPയെ റീജനറേറ്റ് ചെയ്യണം. അങ്ങനെ RUBPയെ റീജനറേറ്റ് ചെയ്യാൻ എഗെയിൻ നമ്മൾ ഒരു ATP ഉപയോഗിച്ചു. സോ ദാറ്റ് ATP is converted to what? ADP. അപ്പോൾ നമുക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ വി യൂട്ടിലൈസ്ഡ് 2 ATP, ഇവിടെ 1 ATP റീജനറേഷനിൽ. സോ അപ്പോൾ എത്ര ATP ആയി? 3 ATP. ഒരു CO2 ഫിക്സ് ചെയ്യാൻ for the one fixation of one CO2 molecule, that is your 3 ATP and 2 NADPH. 3 ATP, 2 NADPH. അപ്പോൾ എത്ര മോളിക്യൂൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്താലാണ് ഒരു ഗ്ലൂക്കോസ് ഉണ്ടാവുക? 6 CO2. That is 6 turns of cycle are required to produce 1 glucose. Okay, 6 turns എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് കാർബണിൻ്റെ എണ്ണം കുറവാണല്ലോ. അപ്പോൾ കാർബണിൻ്റെ എണ്ണം കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ 6 കാർബൺ ഡൈ ഓക്സൈഡും 6 RUBP എടുക്കുന്നുണ്ട്. അപ്പം എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഈ C3 പാത്വേ നമുക്ക് 6 തവണ നടന്നാലാണ് ഒരു ഗ്ലൂക്കോസ് ഉണ്ടാവുക, അല്ലാതെ ഒരു തവണ നടന്നിട്ട് കാര്യമില്ല. 6 times are required to produce 1 glucose. അപ്പോൾ ഒരു CO2 ഫിക്സ് ചെയ്യുമ്പോൾ 3 ATPയും അതുപോലെ തന്നെ നമുക്ക് 2 NADPH ആണെങ്കിൽ 6 CO2 ഫിക്സ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്രയാണ്? 3 × 6, that is your 18 ATP and 12 NADPH plus H+. ഓക്കെ, സോ ഇതാണ് നമുക്ക്, അതായത് 6 CO2 = 1 glucose. സോ എക്സാമിന് ചോദിക്കുകയാണ്, വർക്ക് ഔട്ട് ഹൗ മെനി ATP and NADPH molecules will be required to make 1 molecule of glucose. ഒരു മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമായതെന്ന് പറയുമ്പം ഇത്രയാണ്. ഓക്കെ, സോ നമുക്ക് 4th ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടിയിട്ടുണ്ട്. സോ ദിസ് ദ ആൻസർ ഫോർ ദി 4th question. And now we move the next question. Write any 4 peculiarities of Z scheme of electron transport light reaction. അപ്പോൾ ഇവിടെ നമുക്ക് Z scheme അതിൻ്റെ 4 പെക്യുലാരിറ്റീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം 4 പെക്യുലാരിറ്റീസ് നമുക്ക് എഴുതണം. അതിനു മുന്നേ എന്താണ് ഈ Z scheme എന്നറിയണമല്ലോ. സോ നമുക്ക് Z scheme എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സോ വാട്ട് ഈസ് ദിസ് Z scheme? നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. Non-cyclic photophosphorylation. So we have cyclic photophosphorylation and non-cyclic photophosphorylation. So what's the difference between cyclic and non-cyclic photophosphorylation? നമുക്ക് ആ പേരിന്റെ മീനിങ് ആദ്യം നോക്കാം. Cyclic photophosphorylation. So cyclic electron flow എങ്ങനെയാണ്? Cyclic electron flow ആയിരിക്കും. Then photo means what? അവിടെ ആര് വേണം? Yes, light. So light വരുന്ന സമയത്ത് cyclic electron flow സംഭവിച്ച് phosphorylation ഉണ്ടാകുന്ന പ്രോസസ്സാണ് cyclic photophosphorylation. So what is this phosphorylation? എന്താ phosphorylation എന്ന് പറയുന്നത്? So what is the phosphorylation? Phosphorylation. It is the process of formation of what? ATP, that is ADP is combined with inorganic phosphate so that ATP will be produced. So in the cyclic photophosphorylation meaning, so here cyclic flow of electron, that is electron flow എവിടെന്നാണോ തുടങ്ങിയത് ആ പോയിന്റിലേക്ക് തന്നെ ഇലക്ട്രോൺ ഫ്ലോ അവസാനിക്കുകയാണ്. അത്തരം ഇലക്ട്രോൺ ഫ്ലോയെ നമുക്ക് എന്ത് വിളിക്കാം? സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ. അതിന്റെ ഫലമായിട്ട് നമുക്ക് എന്തുണ്ടായി? ATP ഉണ്ടായി. So cyclic photophosphorylation. So non-cyclic photophosphorylation എന്ന് പറയുമ്പം അവിടെ നോൺ സൈക്ലിക് ഇലക്ട്രോൺ ഫ്ലോ ആണ്. ഫോർ എക്സാമ്പിൾ A എന്നൊരു പോയിന്റിൽ ഇലക്ട്രോൺ ഫ്ലോ ആരംഭിച്ച് B എന്നൊരു പോയിന്റിൽ അവസാനിച്ചു. അപ്പോൾ നോൺ സൈക്ലിക് ആയല്ലോ അല്ലേ. ദെൻ അവിടെ ഫോട്ടോ ഉണ്ട്. ഫോട്ടോ മീൻസ് വാട്ട്? അഗെയിൻ ലൈറ്റ്. ലൈറ്റ്. യെസ്. ഓക്കെ. ഫോട്ടോ. ദെൻ phosphorylation. Here also ADPs get combined with the inorganic phosphate so that ATP will be produced.
സോ ഇതാണ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഇനി നമുക്ക് വിശദമായി എന്താണ് നോൺ സൈക്ലിക്കിലും സൈക്ലിക്കിലും സംഭവിക്കുക എന്ന് നോക്കാം. സോ രണ്ട് മെക്കാനിസം ആണ് എ ടി പി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പം നമുക്ക് എ ടി പി അല്ലാതെ ഇതിൽ വേറെ എന്തോ സിഗ്നിഫിക്കൻസ് ഉണ്ട്, നമുക്കത് നോക്കാം. സോ ഇപ്പം നമുക്ക് എന്താണ് സൈക്ലിക്കും നോൺ സൈക്ലിക്കും എന്നുള്ള ബേസിക് ഡിഫറൻസ് മനസ്സിലായി. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഫോക്കസ് ഓൺ ദി നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സോ ദാറ്റ് ഈസ് വെൻ ദിസ് ലൈറ്റ് അറൈവ്സ്, ലൈറ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് റോൾ PS2-നാണ്. PS2. So what is PS2 and PS1? Photosystems. So photosystem that it is organization of pigments. Pigments ഓർഗനൈസ് ചെയ്തിരിക്കുകയാണ്. രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് ഫോട്ടോസിസ്റ്റം ആയിട്ടാണ് പ്ലാന്റിൽ നമ്മുടെ ഈ ഒരു പിഗ്മെൻസിനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അല്ലാതെ പിഗ്മെൻസ് വാരി വിതറിയിരിക്കുകയല്ല, പിഗ്മെൻസ് ചുമ്മാ വാരി വിതറുകയല്ല. അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്? ഫോട്ടോസിസ്റ്റം ആയിട്ടാണ് പ്ലാന്റിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രണ്ട് ഫോട്ടോസിസ്റ്റം ഉണ്ട്. ഏതൊക്കെയാണ്? PS1 ആൻഡ് PS2. സോ വിച്ച് ഇസ് ദ ഫസ്റ്റ് ഡിസ്കവേർഡ് വൺ? ഏതാണ് ആദ്യമായി നമ്മൾ ഡിസ്കവർ ചെയ്തിരിക്കുന്നത്? PS1 ആണ്. ലേറ്റർ നമ്മൾ PS2 ആണ് ഡിസ്കവർ ചെയ്തത്. പക്ഷേ ഓർഡർ ഓഫ് ഡിസ്കവറിക്ക് അനുസരിച്ച് പേര് കൊടുത്തു. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ആർക്കാണ് ഫസ്റ്റ് റോൾ വരുന്നത്? PS2-നാണ് ഫസ്റ്റ് റോൾ വരുന്നത്. സോ ദിസ് PS2 വിൽ അബ്സോർബ് വാട്ട്? അതിൻ്റെ LHC. സോ വാട്ട് ഈസ് ദിസ് LHC? ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. LHC. ഓക്കെ, LHC ആ ലൈറ്റ് അബ്സോർബ് ചെയ്ത്, LHC will absorb light. Electrons expelled out. അത് ആരിലേക്ക് കിട്ടും? ഇലക്ട്രോൺ അക്സെപ്റ്റർ. സോ ദിസ് ഇലക്ട്രോൺ അക്സെപ്റ്റർ എന്താ ചെയ്യുക? സോ ദിസ് ഇലക്ട്രോൺ അക്സെപ്റ്റർ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോൺസിനെ കടത്തിവിടും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലേക്ക് ഇലക്ട്രോൺസിനെ കടത്തിവിടും. ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കും നോക്കൂ? ദിസ് ഇലക്ട്രോൺസ് ഡൗൺ ഹിൽ മൂവ്മെന്റ് അവിടെ സംഭവിക്കുന്നത്. അപ്പ് ഹിൽ മൂവ്മെന്റ് ഉണ്ട്, ഡൗൺ ഹിൽ മൂവ്മെന്റ് ഉണ്ട്. ടു റിഡ്യൂസ് എനർജി എവിടേക്കാണ് പോകുന്നത്? അത് PS1-ലേക്ക് നേരിട്ട് ചെല്ലും. ഒരു കാര്യം ചിന്തിക്കുക, PS1-നും ഈ ലൈറ്റ് എനർജി കിട്ടുന്നുണ്ടല്ലോ. PS1 also receive light energy. So the again excitation of this chlorophyll molecules taking place. സ്വാഭാവികമായി എന്ത് സംഭവിക്കും? ഇലക്ട്രോൺ അക്സെപ്റ്റർ വിൽ റിസീവ്. ഇത് PS2-യുടെ കാര്യമാണ്. സോ ദിസ് ഇസ് PS1 ആണ്. ഇത് PS1-ന്റെ LHC, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. PS2-യുടെ അല്ല, PS1-ന്റെ. And now this electron acceptor will transfer the electrons to NADP. So that NADP is getting converted to what? NADPH plus H plus. മാത്രമല്ല ഈ ഇലക്ട്രോൺ ഫ്ലോ നടക്കുന്ന സമയത്ത് ഇലക്ട്രോൺ ഫ്ലോയുടെ ഭാഗമായി കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നടന്നുകൊണ്ട്, ഹൈപ്പോത്തസിസ് കെമിയോസ്മോസിസ് എന്നൊരു തിയറി ഉണ്ട്, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാം. ആ കെമിയോസ്മോസിസ് നടന്നുകൊണ്ട് ADP is getting converted to what? ATP. സോ ഇവിടെ PS2-യുടെ LHC-ന്ന് ഇലക്ട്രോൺ ഫ്ലോ തുടങ്ങിയിട്ട് എവിടെ അവസാനിക്കുകയാണ്? NADP-യിൽ അവസാനിച്ചത്. മാത്രമല്ല ഇവിടെ ബാലൻസ് ചെയ്യണമല്ലോ. ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇലക്ട്രോണിന് ഇവിടെ കൊടുക്കാൻ ഒരാളുണ്ട്. അത് ആരാണ് ആ ഇലക്ട്രോണിനെ കൊടുക്കുക? അത് ബാലൻസ് ചെയ്യാനായിട്ട് ആരാ പറയുന്നത്? യെസ്, ആരാണ് ബാലൻസ് ചെയ്യുന്നത്? ദിസ് ഇലക്ട്രോൺ ഫ്ലോ ആരാണ് ബാലൻസ് ചെയ്യുക? ദാറ്റ് ഈസ് യുവർ വാട്ടർ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ഒന്ന് പഠിക്കണം. സോ ദിസ് റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സാമിന് നമ്മളോട് ചോദിക്കും, വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നമ്മളോട് ചോദിക്കുകയാണ്. സോ അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ഒരു വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2H പ്ലസ് പ്ലസ് 2 ഇലക്ട്രോൺ പ്ലസ് ഹാഫ് O2. ഇതാണ് നമുക്കൊരു ഇക്വേഷൻ. സോ അത് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. 2H2O gives 4H plus plus 4 ഇലക്ട്രോൺ പ്ലസ് ഹാഫ് O2 എന്നുള്ളത് നമുക്ക് മാറ്റേണ്ടി വരും. അതെന്തായി? ഓക്സിജൻ ആയി മാറി. O2 ഹാഫ് O2 ചേർന്നാൽ നമുക്ക് ഓക്സിജൻ ആണല്ലോ. സോ ഇതിൽ വാട്ടർ സ്പ്ലിറ്റിംഗ് റിയാക്ഷൻ നമ്മളോട് നേരിട്ട് എക്സാമിന് ചോദിക്കാം കേട്ടോ. ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ എന്ന് അതിനെ പറയുക. സോ ഇതിലെ ഇലക്ട്രോൺസ് കണ്ടോ നേരിട്ട് ആർക്ക് പോകും? LHC-ലേക്ക്. സോ ഈ ഒരു സ്കീമിനെ നമ്മൾ വിളിക്കുന്ന പേരാ Z സ്കീം ഓഫ് ഫോട്ടോസിന്തസിസ്, അല്ലെങ്കിൽ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നമ്മൾ ഇതിനെ വിളിക്കും. Okay. Why this is called as the Z scheme of photosynthesis? എന്തുകൊണ്ടാണ് Z scheme of photosynthesis വിളിക്കുന്നത്? So when these complexes involved in the electron flow are arranged based on the redox potential scale. നമ്മൾ റിഡോക്സ് പൊട്ടൻഷ്യൽ അതിൻ്റെ ഒരു അളവിനനുസരിച്ച് നമ്മൾ ഇതിനെ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക്
ഒരു ടിപ്പിക്കൽ Z ഷേപ്പ് നമുക്ക് അവൈലബിൾ ആകും. അതുകൊണ്ട് അതിന് Z സ്കീം ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഈ വരച്ച പ്രകാരം ഇത് N ആണല്ലേ, എന്നോ വാട്ടെവർ, നമുക്ക് N ആക്കാം, H ആക്കാം, M ആക്കാം, വാട്ടെവർ. പക്ഷേ ഈ കോംപ്ലക്സുകളെ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് റിഡോക്സ് പൊട്ടൻഷ്യൽ സ്കെയിൽ വെച്ച് അതിൽ നമ്മൾ അളക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുക, Z ഷേപ്പിൽ കിട്ടും. അതുകൊണ്ട് Z സ്കീം ഓഫ് ഫോട്ടോസിന്തസിസ്. സോ അത് കൂടാതെ നമുക്ക് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഉണ്ട് മക്കളെ. വളരെ സിമ്പിൾ ആണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. സോ നോക്കാം എന്താ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷന്റെ പ്രത്യേകത. സോ അവിടെയും ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട്, അവിടെ ഇലക്ട്രോൺ ഫ്ലോ ഉണ്ട്. എങ്ങനെ ഇലക്ട്രോൺ ഫ്ലോ? when this light again ലൈറ്റ് വരുന്നു, ഓക്കെ, ലൈറ്റ് വരുന്ന സമയത്ത് ആരാ? PS1 LHC will absorb the light and excitation takes place, so it will absorb by the electron acceptor, and now this electron acceptor through the electron transport chain ETS or ETC whatever, അതിലൂടെ ഇലക്ട്രോൺസ് തിരിച്ച് എങ്ങോട്ടേക്ക് വരും? LHCയിലേക്ക് തന്നെ തിരിച്ചു വരും. അപ്പം ഇവിടെ നമുക്ക് electrons are, when these electrons move through the electron transport chain or electron transport system, ADP is getting converted to what? ATP. ഇവിടെ വാട്ടർ സ്പ്ലിറ്റിങ്ങിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? ഇലക്ട്രോൺസ് എവിടെ നിന്നാണോ പോയത് അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്നു. ഇവിടെ അങ്ങനെയല്ല, ഇലക്ട്രോൺസ് പോയത് അതങ്ങ് പോയി, അത് തിരിച്ച് കിട്ടുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വാട്ടർ സ്പ്ലിറ്റിങ്ങിന്റെ ആവശ്യമില്ല. ഇതാണ് സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ, ഇത് നോൺ സൈക്ലിക്. സോ ഇവിടെ നമ്മളുടെ എക്സാമിന് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇതാണ്, റൈറ്റ് എനി 4 പെക്യുലാരിറ്റീസ് ഓഫ് സെറ്റ് സ്കീം ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പെക്യുലാരിറ്റി എന്നുള്ളത്. സോ ക്യാൻ യു സേ ദ ഡിഫറൻസ് ബിറ്റ്വീൻ സൈക്ലിക് ആൻഡ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ? നമുക്ക് അതിന്റെ ഡിഫറൻസസ് ഒന്ന് നോക്കാം. എന്താ ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്? ഫസ്റ്റ് ഡിഫറൻസ്, ബോത്ത് ഫോട്ടോ സിസ്റ്റംസ് ആർ ഇൻവോൾവ്. അപ്പൊ നമുക്ക് ഇവിടെ ആ ഒരു വ്യത്യാസങ്ങളൊന്ന് എഴുതി നോക്കാം അല്ലെ. സോ സൈക്ലിക്കിന്റെ ഒരു നോൺ സൈക്ലിക്കിന്റെ ഫീച്ചർ എന്ന് പറയുന്നത് ബോത്ത് PS1 ആൻഡ് PS2 ഇൻവോൾവ്. PS1ഉം PS2ഉം ഇൻവോൾവ് ആയിട്ടുള്ളതാണ് Z സ്കീം ഓഫ് ഫോട്ടോസിന്തസിസ്. പക്ഷേ സൈക്ലിക്കിൽ എന്ത് മാത്രമേ ഉള്ളൂ? ഓൺലി PS1 ഈസ് ഇൻവോൾവ്. നൗ സെക്കൻഡ് പെക്യുലാരിറ്റി എന്ന് പറയുന്നത്, സൈക്ലിക്കില് നമുക്ക് ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, പക്ഷെ നോൺ സൈക്ലിക്കില് ബോത്ത് ATP as well as NADPH, nicotinamide adenine dinucleotide phosphate, both ATP as well as NADPH produced. അത് രണ്ടാമത്തെ ഫീച്ചറാണ്. മൂന്നാമത്തെ ഫീച്ചർ, വാട്ടർ സ്പ്ലിറ്റിംഗ് അല്ലെങ്കിൽ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ ഉള്ളത്. ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ. So what is this photolysis of water? 2H2O gives 4 electron plus 4H plus plus half O2, not half O2, oxygen. ആ റിയാക്ഷനെ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. അത് ഏതിലാണ് ഉള്ളത്? സൈക്ലിക് Z സ്കീമിലാണ് ഉള്ളത്. നോൺ സൈക്ലിക്കിൽ അതില്ല. ഓക്കെ, ദെൻ നാലാമത്തത് എവിടെയാണ് നടക്കുക? ഈ Z സ്കീം നടക്കുന്നത് ഏത് ഭാഗത്ത്? ഗ്രാനയിലാണ് നടക്കുക. ഓക്കെ, ടേക്സ് പ്ലേസ് ഇൻ ദ ഗ്രാന. takes place in grana. അപ്പം നോൺ സൈക്ലിക് നടക്കുന്നത് എവിടെ ആയിരിക്കാം? സ്ട്രോമാ ലാമെല്ലയില. ബിക്കോസ് സ്ട്രോമാ ലാമെല്ലയിൽ അവിടെ NADP റിഡക്റ്റേസും ഇല്ല, PS2 ഇല്ല. അതുകൊണ്ട് അവിടെ നോൺ സൈക്ലിക് നടക്കാനുള്ള സാധ്യതയില്ല. അപ്പൊ ഇൻസൈറ്റ് നമ്മളോട് പറയുകയാണ്, ദിസ് സ്ട്രോമാ ലാമെല്ല ലാക്സ്. സ്ട്രോമാ ലാമെല്ലയിൽ NADP റിഡക്റ്റേസും ഇല്ല, അതുപോലെ നമ്മുടെ PS2 ഇല്ല. അപ്പം അതുകൊണ്ട് അവിടെ സൈക്ലിക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഗ്രാനയിൽ ഇത് രണ്ടും ഉള്ളതുകൊണ്ട് ഗ്രാനയിൽ നമുക്ക് ഏത് പ്രോസസ്സ് നടക്കുന്നുണ്ട്? നോൺ സൈക്ലിക് നടക്കുന്നുണ്ട്. അപ്പം 4 ഫീച്ചേഴ്സ് നമ്മുടെ എക്സാമിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാണ് 4 ഫീച്ചേഴ്സ്? ഒന്ന്, സൈക്ലിക്കില് നോൺ സൈക്ലിക്കില് PS1 ആൻഡ് PS2 ഇൻവോൾവ്. ദെൻ ATP and NADPH produced. Then photolysis of water is there, that is water splitting taking place. Then ഇത് നടക്കുന്നത് ഗ്രാനയിലാണ്. സോ ഇങ്ങനെ നമുക്ക് 4 ഫീച്ചേഴ്സ് ആണ് പഠിച്ചു കഴിഞ്ഞത്. സോ നമുക്ക് 5ാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ കിട്ടി. Now we move on to by looking at which internal structure of a plant can you tell whether a plant is C3 or C4? നിങ്ങൾ ഏത് സ്ട്രക്ചർ നോക്കിയാണ് ഒരു പ്ലാന്റിനെ C3 ആണോ C4 ആണോ എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അല്ലേ. ഏത് സ്ട്രക്ചർ നോക്കിയിട്ടാണ് മനസ്സിലാവുക? ഏത് സ്ട്രക്ചറാണ് നമ്മൾ നോക്കുന്നത്?
ഏത് സ്ട്രക്ചറാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? എക്സ്റ്റേണലി നോക്കിയാൽ ജസ്റ്റ് ഒരു പ്ലാന്റിനെ എടുത്ത് അതിൻ്റെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ചുമ്മാ നോക്കിയാൽ നമുക്ക് ആ പ്ലാന്റ് C3 ആണോ C4 ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല. കാരണം ബൈ ലുക്കിംഗ് ദ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഇന്റേണൽ ഫീച്ചേഴ്സ്, ദാറ്റ് ഈസ് യുവർ ക്രാൻസ് അനാട്ടമി പ്രസന്റ് ആണെങ്കിൽ, സോ ദിസ് ക്രാൻസ് അനാട്ടമി പ്രസന്റ് ആണെങ്കിൽ we can say that this plant belongs to what C4 plants category. C4 plants in the കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുക if it is present with the crans anatomy. അപ്പോൾ പുറത്തെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും C4 പ്ലാന്റിനെയും C3 പ്ലാന്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് അതിൻ്റെ ഉൾഭാഗം പ്രത്യേകിച്ചും ഇന്റേണൽ സ്ട്രക്ചേഴ്സിൽ അനാട്ടമിയിൽ ക്രാൻസ് അനാട്ടമി നോക്കണം. ഇൻ വിച്ച് ബണ്ടിൽ ഷീറ്റ് സെൽസ് ആർ വെൽ ഡിഫറൻഷിയേറ്റഡ്, ഇന്റർസെല്ലുലാർ സ്പേസ് ഉണ്ടാകില്ല. ഓക്കെ, ദെൻ അബണ്ടന്റ് ക്ലോറോപ്ലാസ്റ്റ് ആർ പ്രസന്റ്. അതൊക്കെയാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. And now, which one of the photosystems can carry on phosphorylation independently? അപ്പം ഏത് ഫോട്ടോസിസ്റ്റത്തിനാണ് നമുക്ക് ഫോട്ടോഫോസ്ഫോറിലേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക? ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇറ്റ് ഈസ് PS1. സ്വന്തമായിട്ട് തന്നെ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടത്താൻ കഴിയുന്ന ആൾക്കാരാണ് PS1 എന്ന് പറയുന്നത്. Because electron flow will start from the LHC of PS1, then it is accepted by the electron acceptor, then the electrons through the electron transport system or electron transport chain will received back to the light harvesting complex again. So എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സൈക്ലിക് ഫ്ലോ അല്ലേ? ഇതിൽ വേറെ ആളുടെ ഇൻവോൾവ്മെന്റ് ഇല്ല, PS2യുടെ ആവശ്യമൊന്നുമില്ല. സ്വന്തമായിട്ട് തന്നെ ഫോട്ടോഫോസ്ഫോറിലേഷൻ നടത്താൻ സാധിക്കുന്നത് കൊണ്ട്. So the answer for the 7th question is to be your PS1. Okay, അപ്പോൾ PS1 ആണ് നമുക്കിതിൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, സോ now we move on to the next question. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which compound acts as the CO2 acceptor in Calvin cycle? Okay, അപ്പം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കോമ്പൗണ്ട് ആക്ട് ആസ് ദി CO2 acceptor in the Calvin cycle എന്ന്. Calvin cycle or otherwise the C3 pathway. C3 pathway carbon dioxide acceptor ആണെന്നാ ചോദിച്ചത്. Which is the compound act as the carbon dioxide acceptor. Carbon dioxide acceptor ആയിട്ട് ഏത് കോമ്പൗണ്ട് ആണ് ഉള്ളത്? അപ്പോൾ നമുക്ക് C3 pathway C4 pathway ഒന്ന് നോക്കാം. അതിലെ ഡിഫറൻസിൽ C4 pathway എന്ന് പറയുമ്പം അതിൽ നമുക്ക് C4 pathwayയിൽ അക്സെപ്റ്റർ, അതായത് ഉണ്ടാകുന്ന കോമ്പൗണ്ട് ഓക്സലോ അസെറ്റിക് ആസിഡ് ആണല്ലോ. ഓക്സലോ അസെറ്റിക് ആസിഡ് ആണ്. അത് എത്ര കാർബൺ കോമ്പൗണ്ടാ? 4 കാർബൺ കോമ്പൗണ്ട്. അതുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്ന ആള്, കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ആണ്? 1 കാർബൺ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബണേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് 4 കാർബൺ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫോസ്ഫോയിനോൾ പൈറുവേറ്റ്, ദാറ്റ് ഈസ് 3 കാർബൺ. സോ ഹിയർ 1 കാർബൺ പ്ലസ് 3 കാർബൺ ഈക്വൽ ടു വാട്ട്? 4 കാർബൺ. ഇതാണ് C4 പ്ലാന്റ്സിൽ നടക്കുക. അതായത് അക്സെപ്റ്റർ എന്ന് പറയുന്നത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റാ. പക്ഷേ ഇവിടെ നമ്മളോട് ചോദിച്ചത് C3 പ്ലാന്റ്സിന്റെ കാര്യമാണ്. C3 പാത്വേയിൽ എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. C3 പാത്വേയിൽ, സോ ഹിയർ C3 പാത്വേയിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് 3 കാർബൺ കോമ്പൗണ്ടായ ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. അതിൽ എത്ര കാർബണാ? എഗെയിൻ 3 കാർബൺ ആണ്. സ്വാഭാവികമായിട്ട് അതെങ്ങനെ കിട്ടുന്നത്? നമുക്ക് 1 കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം. എന്താ ഇവിടെ സംശയം ഉണ്ടാകുന്നത്? സിമ്പിളായിട്ടൊരു സംശയം ഉണ്ടാകുക. ദാറ്റ് ഈസ് 3 കാർബൺ കോമ്പൗണ്ട് അല്ലേ ഉണ്ടാകുന്നത്. പിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ആരുണ്ട്? ആരെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡിനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത്. സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബൺ ഉണ്ട്. അപ്പോൾ നമ്മൾ ആര് തിരഞ്ഞു പോകേണ്ടി വരും? ഒരു 2 കാർബൺ കോമ്പൗണ്ടിനെ തിരഞ്ഞു പോകേണ്ടി വരും അല്ലേ? അന്ന് സയൻറ്റിസ്റ്റുകളും അത് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 2 കാർബൺ കോമ്പൗണ്ടിനെ തിരഞ്ഞങ്ങ് പോയി എന്ന് NCERT പറയുന്നത്. അവരെ ഒരു 2 കാർബൺ കോമ്പൗണ്ട്, കാരണം 3 കാർബൺ കോമ്പൗണ്ട് അല്ലേ ഉണ്ടാകുന്നത്. 2+1 എന്ന് പറയുമ്പോൾ 3 ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് 2 കാർബൺ കോമ്പൗണ്ടിനെ തിരഞ്ഞു പോയി. പക്ഷെ അവർക്ക് മനസ്സിലായി അത് 2 കാർബൺ കോമ്പൗണ്ട് അല്ല, അത് 5 കാർബൺ കോമ്പൗണ്ട് ആണ്. 2 കാർബൺ കോമ്പൗണ്ട് അല്ല, 5 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പോൾ നമുക്ക് പിന്നെയും സംശയം വരാം, അതെങ്ങനെയാ 5 കാർബൺ കോമ്പൗണ്ടും ഈ 1 കാർബൺ കോമ്പൗണ്ടും കൂടി ചേർന്ന് 3 കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവാന്നാണ് സംശയം വന്നത് അല്ലേ? അതാണ് അതിന്റെ ഉത്തരം എന്ന് പറയുന്നത്. ഈ 5 + 1 = 6
ആ 6 ഡിവൈഡ് ചെയ്ത് 2 3 ആയി മാറുകയാണ് കേട്ടോ. ഇങ്ങനെയാ സംഭവിക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് 2 കാർബോക്സി 3 കീറ്റോ 1,5 ബിസ്ഫോസ്ഫോ ഓർബിറ്റോൾ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ട്. നമുക്ക് ആ പേരൊന്നും പഠിക്കണ്ട, ജസ്റ്റ് ആ 6 കാർബൺ കോമ്പൗണ്ടിന്റെ പേരാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു കോമ്പൗണ്ട് പെട്ടെന്ന് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട്, അത് അൺസ്റ്റേബിൾ ആയതുകൊണ്ട് അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് 3 കാർബൺ കോമ്പൗണ്ട് ആയി മാറുന്നുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ അക്സെപ്റ്റർ മോളിക്യൂൾ എന്ന് പറയുന്നത് RUBP ആണ്. RUBP അക്സെപ്റ്റ് ചെയ്തതിന് ശേഷമാണ് അത് എന്തായി മാറുന്നത്, ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആയി മാറുക. സോ ദിസ് ആൻസർ ഫോർ ദി question. അപ്പം നമുക്ക് which compound act as a CO2 acceptor in the Calvin cycle means what? അത് RUBP ആണ് acceptor ആയിട്ട് വരിക. C4 പാത്വയുടെ കാര്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് acceptor എന്ന് പറയുന്ന ആരാണ്, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്. ഇനി ഇവിടെ തന്നെ നമുക്ക് എൻസൈമിനെ ചോദിച്ചു കഴിഞ്ഞാൽ അതും കൂടി എഴുതാമല്ലോ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കാം എൻസൈം ദാറ്റ് ഈസ് യുവർ പെപ്കേസ്. സോ പെപ്കേസ് ഈസ് നത്തിങ് ബട്ട് പെപ് കാർബോക്സിലേസ്. ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബോക്സിലേസ് ആണ്. സോ ഇവിടെയാണെങ്കിൽ റുബിസ്കോ അല്ലേ, റിബ്ലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റ് കാർബോക്സിലേസ് ഓക്സിഡേസ്. അപ്പോൾ ഇതാണ് ഡിഫറൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നൗ വി മൂവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the 2 main functions of pigments other than chlorophyll in green leaves? So green leaves il 2 main functions of pigments other than the chlorophyll. Chlorophyll കൂടാതെയുള്ള പിഗ്മെന്റ്സിന്റെ 2 പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ നമുക്ക് ക്ലോറോഫിൽ കൂടാതെയുള്ള പിഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാ പിഗ്മെന്റ്സ് അറിയണ്ടേ. അപ്പോൾ നമുക്ക് ക്ലോറോഫിൽ എ ഉണ്ട്, ക്ലോറോഫിൽ ബി ഉണ്ട്, ദെൻ സാന്തോഫിൽ ഉണ്ട്, അതുപോലെ കാരോട്ടിനോയിഡ്സ് ഉണ്ട്. സോ വി ഹാവ് 4 മേജർ പിഗ്മെന്റ്സ്. 4 മേജർ പിഗ്മെന്റ്സ് എന്ന് പറയുമ്പം പ്രധാനപ്പെട്ട 4 പിഗ്മെന്റ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൽ തന്നെ ഒരാൾക്ക് നമ്മൾ അമിത സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതെന്താ നോക്കാം. സോ ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ കളർ, യെല്ലോ ഗ്രീൻ കളർ, ദെൻ സാന്തോഫിൽ യെല്ലോ ടു യെല്ലോ ഓറഞ്ച് കളേഴ്സ് നമുക്ക് ഓർത്ത് വെക്കണം. എക്സാമിന് നിങ്ങളോട് കളേഴ്സ് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ കളർ, ദെൻ യെല്ലോ ഗ്രീൻ, ദെൻ സാന്തോഫിൽ യെല്ലോ, ദെൻ യു ഹാവ് കരോട്ടിനോയിഡ് യെല്ലോ ടു യെല്ലോ ഓറഞ്ച്. അത് ഓർത്ത് വയ്ക്കുക. അതിൽ ചീഫ് പിഗ്മെന്റ് എന്ന് പറയുന്നത് ക്ലോറോഫില്ലയാണ്. അപ്പോൾ എക്സാമിന് ഇങ്ങനെ വേറൊരു ചോദ്യം ചോദിക്കുകയാണ്, why this chlorophyll A is considered as the chief pigment. എക്സാമിന് മറ്റൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ക്ലോറോഫിൽ എനെ മാത്രം നമ്മളൊരു ചീഫ് പിഗ്മെന്റ് ആയിട്ട് കാണുന്നത്, ബാക്കിയുള്ളവരൊന്നും പരിഗണിക്കാതെ why this chlorophyll A only considered as the chief pigment? അപ്പോൾ എക്സാമിന് അങ്ങനെ ചോദിച്ചാൽ നമ്മൾ എന്താ എഴുതുക, എന്തായിരിക്കാം, why the chlorophyll A is considered as chief pigment? ആൻസർ വളരെ സിമ്പിൾ ആണ്. that is absorption spectrum of this chlorophyll A closely resembles the action spectrum of photosynthesis. എന്താ ഞാൻ പറഞ്ഞത്, absorption spectrum of chlorophyll A closely resembles the action spectrum of photosynthesis. അപ്പോൾ pigments എന്ന് വെച്ചാൽ എന്താ, pigments are the substances which absorbs light energy at specific wavelength. ലൈറ്റ് റിയാക്ഷൻ നടന്നിട്ടല്ലേ ഡാർക്ക് റിയാക്ഷൻ നടക്കുക. കാരണം ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്ട്സ് ആയ ATP NADPH വേണം. അതിനുവേണ്ടി ലൈറ്റ് അബ്സോർബ് ചെയ്യണ്ടേ. ലൈറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് പിഗ്മെന്റ്സ് വേണം. പിഗ്മെന്റ്സ് ആർ ദി സബ്സ്റ്റൻസസ് ദാറ്റ് അബ്സോർബ്. ഇപ്പോൾ ഇതൊരു ലീഫ് ആണെങ്കിൽ ആ ലീഫിൽ നമ്മുടെ പിഗ്മെന്റ്സ് ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. പിഗ്മെന്റ്സ് അവരാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പം ആ അബ്സോർപ്ഷൻ പാറ്റേൺ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്ന് പറയും. എന്താ പേര്, അബ്സോർപ്ഷൻ സ്പെക്ട്രം എന്നാണ് പറയുക. ആ അബ്സോർപ്ഷൻ സ്പെക്ട്രം നമുക്ക് ഓരോന്നിനും ഡിഫറൻ്റാണ്. ഇപ്പോൾ ഫോട്ടോസിന്തസിന്റെ ആക്ഷൻ സ്പെക്ട്രം ഒരു സയന്റിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. അതാരെ, എന്താ അദ്ദേഹത്തിന്റെ പേര്, TW എൻഗൽമാൻ എന്ന പേര്. TW എൻഗൽമാൻ ആണ് ആക്ഷൻ സ്പെക്ട്രം കണ്ടുപിടിച്ചത്. എന്താ ആക്ഷൻ സ്പെക്ട്രം പറയുന്നത്, നമുക്ക് ഫോട്ടോസിന്തസ് 2 റീജിയനിലാണ് നന്നായി നടക്കുക. ഏതെല്ലാമാണ് 2 റീജിയൻസ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ബ്ലൂ ആൻഡ് റെഡ് റീജിയനിൽ. ബ്ലൂവിലും റെഡിലുമാണ് ഫോട്ടോസിന്തസിസ് നന്നായി നടക്കുക എന്നാണ് TW എൻഗൽമാൻ അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റിലൂടെ പറഞ്ഞു തന്നത്. അപ്പം ഇതിനോട് സാദൃശ്യം കാണിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഏത് പിഗ്മെന്റ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്, ക്ലോറോഫിൽ A. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആണ്, ഇത് ആക്ഷൻ സ്പെക്ട്രം ആണ്. അപ്പൊ എക്സാമിന് ചോദിക്കുകയാണ് why this chlorophyll A is considered as the chief or major pigment എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ എന്ത് എഴുതുകയാണ്, ആൻസർ ഇതാണ്, അബ്സോർപ്ഷൻ സ്പെക്ട്രം ഓഫ് ദിസ് chlorophyll
എ ക്ലോസ്ലി റിസംബിൾസ് ദ ആക്ഷൻ സ്പെക്ട്രം ഓഫ് ഫോട്ടോസിന്തസിസ് എന്നാണ് അതിൻ്റെ ഉത്തരം വരിക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ക്ലോറോഫിൽ എനെ നമ്മൾ ചീഫ് പിഗ്മെന്റ് ആയി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ റോൾ എന്താണെന്ന് അറിയണ്ടേ? ഒരാളെ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് അയാൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നത് അത്ര ശരിയല്ലല്ലോ അല്ലേ? അപ്പോൾ മറ്റുള്ളവർക്ക് റോൾ ഇല്ലേ? ഉണ്ട്. മറ്റുള്ളവർക്ക് പ്രധാനമായ 2 റോളുകൾ ഉള്ളത് നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതും അതാണ്. സോ നമുക്ക് എന്താണ് അവരുടെ ബാക്കിയുള്ള ആളുകളുടെ റോൾ എന്ന് നോക്കാം. സോ ദേ ഹാവ് 2 roles in the photosynthesis. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് they transfer the energy, they absorb the energy, they can also absorb energy. അവർക്കും ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യാൻ പറ്റും. ലൈറ്റ് എനർജി അവർ അബ്സോർബ് ചെയ്യും മാത്രമല്ല, they absorb the energy and transfer this energy, transfer the energy to chlorophyll A. അപ്പം നമ്മുടെ റിയാക്ഷൻ സെന്റർ ക്ലോറോഫിൽ എ ആയിരിക്കും എപ്പോഴും ഏറ്റവും സെന്ററിൽ. അതിൻ്റെ ചുറ്റും ആരുണ്ട്? നമ്മുടെ ബാക്കിയുള്ള പിഗ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അവർക്കും ലൈറ്റ് അബ്സോർബ് ചെയ്യാം. എഗെയിൻ നമ്മുടെ സൂര്യൻ ഇതാ വരുന്നു. യെസ്, അവർക്കും ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ എനർജി ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ക്ലോറോഫിലേക്ക് കൊടുക്കും. ഓക്കെ, അപ്പോൾ അവർ നേരിട്ട് അതിൽ പങ്കെടുക്കുന്നില്ല. അവർ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ട് ആ എനർജിയൊക്കെ ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്? അത് നമ്മുടെ ക്ലോറോഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അതാണ് ഫസ്റ്റ് ഫങ്ഷൻ. നെക്സ്റ്റ് ഫങ്ഷൻ ദാറ്റ് ഈസ് യുവർ പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. സോ ക്ലോറോഫിൽ എനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോട്ടോ ഓക്സിഡേഷനിൽ പ്രൊട്ടക്ട് ചെയ്യുക. പ്രൊട്ടക്ഷൻ ഓഫ് ക്ലോറോഫിൽ എ. ക്ലോറോഫിൽ എന് ഏതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാണ്? നമ്മുടെ ഫോട്ടോ. എന്താ ഫോട്ടോ ഓക്സിഡേഷൻ? ഓക്സിഡേഷൻ നമുക്ക് എന്താണെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ ഡ്യൂ ടു എക്സസ് ലൈറ്റ് വരുന്ന സമയത്ത് അമിതമായിട്ട് ഓക്സിഡേഷൻ സംഭവിച്ചാൽ അത് ഡാമേജ് ഉണ്ടാക്കില്ലേ? അപ്പോൾ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ അതിൻ്റെ ചുറ്റും നിന്ന് ക്ലോറോഫിൽ എനെ പ്രൊട്ടക്ട് ചെയ്യുന്ന പരിപാടിയാണ് ആർക്കുള്ളത്? നമ്മുടെ അസസറി പിഗ്മെന്റ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് പിഗ്മെന്റ്സ് ആയ ബാക്കിയുള്ള ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സിനുള്ളത്. അപ്പം ഈ ക്വസ്റ്റിന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണോ ഒന്നുകൂടെ പറയാം. ദാറ്റ് ഈസ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്? ഏതാണ് ചീഫ് പിഗ്മെന്റ് എന്ന് മനസ്സിലാക്കി. അതുപോലെ ചീഫ് പിഗ്മെന്റ്സിന്റെ റോൾ എന്താണ്? അതുപോലെ അക്സസറി പിഗ്മെന്റ്സിന്റെ റോൾ എന്താണെന്ന് മനസ്സിലാക്കി. അതുപോലെ വൈ ദിസ് ക്ലോറോഫിൽ എ ഈസ് കൺസിഡർ ആസ് ദി ചീഫ് പിഗ്മെന്റ് അതും മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ സാധിക്കണം. പിന്നെ നമ്മൾ ആദ്യമേ ഇരുന്ന് വേറൊരു കാര്യം കൂടെ പഠിച്ചിട്ടുണ്ട്, ഓരോരോ പിഗ്മെന്റ്സിന്റെ കളർ. അതും നമ്മൾ അറിയണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്നുകൂടെ പറയാം. ക്ലോറോഫിൽ എ എന്ന് പറയുന്നത് ഏതായിരുന്നു? അത് നമ്മുടെ ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ. ദെൻ ദിസ് ഈസ് യെല്ലോ green, and this yellow and yellow to yellow orange. So what is crayons anatomy? Already we have discussed. That is means bundle sheet cell നല്ല thick walled ആയിരിക്കും. അതിന് പുറമെയാണ് ആരുണ്ടാവുക? നമ്മുടെ mesophil cell ഉണ്ടാവുക. It is to facilitate what? Absence of photorespiration. ഇവിടെ vascular bundles, ഇത് bundle sheath, ഇത് mesophil cell. കണ്ടോ? ഇങ്ങനെ കറക്റ്റ് ഒരു ഈ രീതിയിലാണ്. കാരണം ഇവിടേക്ക് ആര് കയറില്ല? Oxygen will not enter. ഈ ടൈപ്പ് ഓഫ് അനാട്ടമി നമ്മൾ വിളിക്കുന്നവരെ ക്രയൻസ് അനാട്ടമി ആണ്. ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. നൗ ഹൗ ഡസ് ടെമ്പറേച്ചർ അഫക്ട് ഫോട്ടോസിന്തസിസ്? ഹൗ ഡസ് ടെമ്പറേച്ചർ അഫക്ട്? അപ്പോൾ അഫക്ട് ഫോട്ടോസിന്തസിസ്. ഇപ്പോൾ ഫോട്ടോസിന്തസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ടല്ലേ? യെസ്, ഫോട്ടോസിന്തസിനെ എഫക്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്. വി ഹാവ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ് വിച്ച് ഇൻഫ്ലുവൻസസ് ദി ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഏതൊരു കെമിക്കൽ റിയാക്ഷൻ ആയാലും അതിനെ നമുക്ക് കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഏതാണ് ആ ഫാക്ടർ എന്ന് പറയുന്നത്? ഇന്റേണൽ ഫാക്ടേഴ്സ്. സോ ഇന്റേണൽ ഫാക്ടേഴ്സ് ഓർ ഇൻട്രിൻസിക് ഫാക്ടർ. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഓർ എക്സ്ട്രിൻസിക് ഫാക്ടേഴ്സ്. ഇപ്പം ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്ലാന്റ് ഫാക്ടർ ആണ്. പ്ലാന്റ് ഫാക്ടർ എന്ന് പറയുമ്പോൾ പ്ലാന്റിന്റെ അകത്തുള്ളത് ഏതൊക്കെയാ? ഓറിയന്റേഷൻ ഓഫ് ലീവ്സ്, mesophil cell, then age of leaves, then size of leaves,
ദെൻ ഇൻറ്റേർണൽ CO2 കോൺസെൻട്രേഷൻ, എമൗണ്ട് ഓഫ് ക്ലോറോഫിൽ, അതെല്ലാം ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ആയി വരുമ്പം അതൊരു പ്ലാന്റിൽ പ്രസന്റ് ആയിരിക്കുന്ന ഫാക്ടേഴ്സ് ഫോട്ടോസിന്തസിനെ ഏതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം അത് നമുക്ക് പ്രധാനമായി വരുന്നത് ലൈറ്റ്, ദെൻ കാർബൺ ഡൈ ഓക്സൈഡ്, ദെൻ വാട്ടർ, then you have the temperature. ഇതൊക്കെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു ഒരു ഫാക്ടറിനെ കുറിച്ച് പഠിക്കാം. ഇതിൽ നിന്ന് മറ്റൊരു ഫാക്ടർ അല്ല, ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കാനുള്ളതാണ്. ദാറ്റ് ഈസ് യുവർ ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസ്. എന്താണ് ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം? ആർക്ക് പറയാം ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസ്? ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസ് ദാറ്റ് ഈസ് എന്താ ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നോക്കട്ടെ. ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസ്: if a chemical reaction is affected by more than one factor, then the factor which is nearest to its minimal value will affect the rate of the chemical reaction. അതായത് ഒരു കെമിക്കൽ റിയാക്ഷനെ ഏറ്റവും കൂടുതൽ അതിൻ്റെ റേറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഫാക്ടർ ആയിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഏതാണോ കുറവ് അളവിലുള്ളത് അതായിരിക്കും റേറ്റ് ഡിറ്റർമൈനിങ് ഫാക്ടർ എന്ന് പറയുന്നത്. അതാണ് ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ അത് പ്രപ്പോസ് ചെയ്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് ബ്ലാക്ക്മാൻ ഇൻ ദ ഇയർ ഓഫ് 1905 ആണ്. സോ ഒരു കെമിക്കൽ റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏറ്റവും കുറഞ്ഞ അളവിലുള്ള ഫാക്ടർ ആയിരിക്കും. ലൈറ്റ് കുറവാണെങ്കിൽ ലൈറ്റ് ആണെന്ന് ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് ഡിറ്റർമൈൻ ചെയ്യുക. ഇപ്പോൾ മേജർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. റെയർ ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ലൈറ്റ് ആണ്. റെയർലി ലിമിറ്റിംഗ് ഫാക്ടർ എന്ന് പറയുമ്പോൾ ലൈറ്റ് ആണ്. കാരണം ലൈറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ. എന്നും എപ്പോഴും ലൈറ്റ് അവൈലബിൾ ആണല്ലേ. അതിൻ്റെ തോത് വ്യത്യാസം ഉണ്ടാകുമെങ്കിലും ലൈറ്റ് ഈസ് ഓൾവേസ് അവൈലബിൾ. അപ്പോൾ അതുകൊണ്ട് ലൈറ്റ് നമുക്ക് ലിമിറ്റിംഗ് ഫാക്ടർ ആയിട്ട് വരും. എപ്പോഴാണ്? റെയർലി ലിമിറ്റിംഗ് ഫാക്ടർ. പിന്നെ ചില പ്ലാന്റ്സിന് ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടർ ആണ്. ഏതെല്ലാമാണ് ആ പ്ലാന്റ്സ്? എക്സെപ്റ്റ് ഫോർ ദി പ്ലാന്റ്സ് ഇൻ ദ ഷെയ്ഡഡ് റീജിയൻസ്, ഡെൻസ് ഫോറസ്റ്റിലെല്ലാം കാണുന്നത്. അതായത് മുകളിൽ ഇലകൾ ഇങ്ങനെ വിരിച്ച് നിൽക്കുന്ന ഡെൻസ് ഫോറസ്റ്റുകൾ ഉണ്ടാകും, തിക്കറാണ്, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഉൾഭാഗത്തുള്ള പ്ലാന്റ്സ് ഒന്നും ലൈറ്റ് കിട്ടില്ലല്ലോ അല്ലേ, അത് ഡെൻസ് ആയതുകൊണ്ടേ. അപ്പോൾ മേൽഭാഗത്തെ ഇലകളെല്ലാം മാറിയിട്ട് ഇടയിലൂടെ കിട്ടുന്ന ലൈറ്റാണ് താഴെയുള്ള ലീവ്സിന് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എഫിഷ്യൻസി കൂടുതലായിരിക്കും അബ്സോർബ് ചെയ്യാൻ, പക്ഷേ ലൈറ്റ് കുറച്ചല്ലേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് അവർക്ക് ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടറാണ്. അതുപോലെ നമ്മുടെ ഷെയ്ഡഡ് റീജിയനിലുള്ള പ്ലാന്റ്സിനൊക്കെ ലൈറ്റ് ലിമിറ്റിംഗ് ഫാക്ടറാണ്. പക്ഷെ ബാക്കി എല്ലാവർക്കും ലൈറ്റ് റെയർലി ആയിട്ടാണ് ലിമിറ്റിംഗ് ഫാക്ടറായി മാറി വരിക. പക്ഷേ ഏറ്റവും കൂടുതൽ ലിമിറ്റിംഗ് ഫാക്ടറായിട്ട് ആക്ട് ചെയ്യുന്ന ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സോ ലിമിറ്റിംഗ് ഫാക്ടർ ഹൈപ്പോത്തസിസിലൂടെ ഈ ഒരു ക്വസ്റ്റ്യനാണ് ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുക. ഓക്കെ, സോ നൗ ചോദ്യത്തിൽ ഹൗ ഡസ് ടെമ്പറേച്ചർ എഫക്ട് ദ ഫോട്ടോസിന്തസിസ് എന്നുള്ളതാണ്. അപ്പൊ ടെമ്പറേച്ചർ നമുക്ക് ഫോട്ടോസിന്തസിന് വേണം, പക്ഷേ ആഫ്റ്റർ എ സെർട്ടൈൻ ലിമിറ്റ്, ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് കൂടി വരും, ടെമ്പറേച്ചർ കൂടുമ്പോൾ. പക്ഷെ ഒരു സെർട്ടൈൻ ലിമിറ്റ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ ഈ ഒരു ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ട്രാൻസ്പിറേഷൻ നടക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ട്രെസ് ആകും ചെടികൾക്ക്, അവർ സ്റ്റൊമാറ്റ ക്ലോസ് ചെയ്യും, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കാൻ പറ്റില്ല, അതൊരു രീതി. അത് കൂടാതെ ഡാർക്ക് റിയാക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഡാർക്ക് റിയാക്ഷനെ നമുക്ക് ഈ ഒരു ടെമ്പറേച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യണം. എങ്ങനെ ഡാർക്ക് റിയാക്ഷനെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുക? ഡാർക്ക് റിയാക്ഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാന്ന് അറിയാമോ? ഡാർക്ക് റിയാക്ഷൻ എൻസൈമാറ്റിക്കാണ്. ഒരുപാട് എൻസൈംസ് ഡാർക്ക് റിയാക്ഷനിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡാർക്ക് റിയാക്ഷൻ പെട്ടെന്ന് സ്റ്റോപ്പ് ആവും. എൻസൈംസിനൊക്കെ പ്രവർത്തിക്കാൻ ഒരു നിശ്ചിത ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ആവശ്യമുണ്ട്. അതില്ലെങ്കിൽ എൻസൈമിന് പ്രവർത്തിക്കാൻ പറ്റില്ല, അത് കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് എൻസൈമാറ്റിക് പ്രോസസ് വിൽ സ്റ്റോപ്സ്. അപ്പോൾ അതുകൊണ്ട് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വിൽ ബി ഡിക്ലൈൻഡ് ആഫ്റ്റർ സെർട്ടൈൻ ലിമിറ്റ്. ഓക്കെ, ഇനിയല്ല കോൺസ്റ്റൻ്റായി തുടരുകയല്ല, ഒരുപാട് ടെമ്പറേച്ചർ കൂടുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് സ്വാഭാവികമായിട്ടും ക്ലോറോഫിലിന് ഡാമേജ് ഉണ്ടായേക്കാം. ക്ലോറോഫിലിന് ഡാമേജ് ഉണ്ടാകും, എക്സസ് ഫോട്ടോ ഓക്സിഡേഷൻ നടക്കും. കാരണം ലൈറ്റും ടെമ്പറേച്ചറും അധികമായിട്ട് വരുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നമാണ്. ടെമ്പറേച്ചർ പ്രത്യേകിച്ച് ആയിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിഷയം കൂടിയുണ്ട് കേട്ടോ. സോ അതാണ് ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. സോ ദിസ് ആൻസർ, ഹൗ ഡസ് ടെമ്പറേച്ചർ അഫക്ട് ദ ഫോട്ടോസിന്തസിസ്? റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് വിൽ ബി ഡിക്ലൈൻഡ് ബിക്കോസ് ക്ലോറോപ്ലാസ്റ്റ് ഡാമേജ് വിൽ ബി ദർ. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ ഫോർ ദി question. And now
briefly explain the chemiosmotic hypothesis. So this is very important question. Chemiosmotic hypothesis. So എന്താ കെമിയോസ്മോസിസ് എന്നാണല്ല ചോദിച്ചിട്ടുള്ളത്. സോ ATP പ്രൊഡക്ഷൻ മെക്കാനിസം. സോ ATP സിന്തസിസിനുള്ള ഒരു മെക്കാനിസം ആണ് കെമിയോസ്മോസ് എന്ന് പറയുക. നമ്മൾ റെസ്പിറേഷൻ എന്നുള്ള ചാപ്റ്ററിലും പഠിക്കുന്നുണ്ട്. കെമിയോസ്മോസിന് സമാനമായ ഒരു പ്രോസസ്സ് ഇവിടെയുണ്ട്. സോ എങ്ങനെയാണ് നമ്മൾ കെമിയോസ്മോസിസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക? So chemiosmotic hypothesis is the mechanism to produce ATP. So എന്താ കെമിയോസ്മോസിൽ സംഭവിക്കുന്നത്? So this is said to be your നമ്മുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഡബിൾ മെംബ്രേനിയസ് സ്ട്രക്ചർ ആണ്. Then so these are said to be your grana. So ഗ്രാനയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ് എന്ന് പറയുന്നത് തൈലക്കോയിഡ്സ്. അതിനുള്ളിൽ ല്യൂമൻ ഉണ്ടാവും. So this is lumen. Lumen. ഇത് സ്ട്രോമ. സ്ട്രോമ. അപ്പം സ്ട്രോമ ഇവിടെയാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുക. സോ നമുക്ക് ATP ഉണ്ടാകണം. സോ ATP ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു പമ്പ് കറങ്ങേണ്ടതുണ്ട്. ഏതാണ് ആ പമ്പ്? ATP സിന്തേസ്. So which is that pump? ATP synthase. That is CF0CF1. CF0CF1. That is coupling factor. ATP synthase. എന്താ പേര്? ATP synthase. അപ്പോൾ അതിന് രണ്ട് പോർഷൻസ് ആ ഉള്ളത്. CF0 മെംബ്രെയിനിൽ നിൽക്കുന്ന ഭാഗം CF0 ആൻഡ് പുറത്തേക്ക് സ്ട്രോമയിലേക്ക് നിൽക്കുന്ന ഭാഗം അതിൻ്റെ CF1 പോർഷൻ. അവിടെയാണ് ADP ഇനോർഗാനിക് ഫോസ്ഫേറ്റ് ഉണ്ടാവുക. അവർ കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാകേണ്ടത്? ATP ഉണ്ടാകേണ്ടത്. പക്ഷേ അത് വെറുതെ റൊട്ടേറ്റ് ആകില്ല. എന്ത് വേണം? H+കൾ എവിടെ നിന്ന് എവിടേക്ക് പമ്പ് ചെയ്യണം? ല്യൂമനിൽ നിന്ന് സ്ട്രോമയിലേക്ക് പമ്പ് ചെയ്യപ്പെടും, ഡിഫ്യൂസ് ചെയ്യണം. ആ ഡിഫ്യൂഷൻ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ്. ദാറ്റ് ഈസ് ഇവിടെ H+ കൂടണം. ഇവിടെ H+ കൂടിയാലാണ് സ്ട്രോമയിലേക്ക് H+ വരികയുള്ളൂ. അപ്പോൾ മാത്രമാണ് നമ്മുടെ ATP സിന്തസിസ് റൊട്ടേറ്റ് ആയിട്ട് ATP ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്താ? ല്യൂമനിൽ H+ കൂട്ടണം, സ്ട്രോമയിൽ H+ കുറയ്ക്കണം. സോ ഇവിടെ എല്ലാം H+ ഉണ്ട്. ഇവിടെ എല്ലാം H+ ആർ പ്രസൻറ്റ്. നമുക്ക് അവിടെയുള്ള H+കളൊക്കെ എവിടേക്ക് കൊണ്ടുവന്നാൽ മതി? ല്യൂമനിക്ക് കൊണ്ടുവന്നാൽ മതി. എളുപ്പമാണല്ലോ. ല്യൂമനിക്ക് കൊണ്ടുവന്നാൽ ല്യൂമനിൽ ഒരുപാട് H+ കൂടും. ആ H+ അപ്പോൾ വെളിയിലേക്ക് ഇറങ്ങും. ആ H+ വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ATP സിന്തസിസ് കറങ്ങും. അങ്ങനെ ATP ഉണ്ടാകും. സിമ്പിൾ മെക്കാനിസം അല്ലേ? പക്ഷേ H+ വെറുതെ ഒന്നും ഉള്ളിലേക്ക് കയറില്ല, എനർജി വേണം. H+ വെറുതെ ഉള്ളിലേക്ക് കയറില്ല, എനർജി വേണം. അപ്പോൾ അത് പമ്പ് ചെയ്യാനായിട്ട് ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്, സൈറ്റോക്രോം B6F. അയാൾക്ക് ആണ് H+നെ ഇങ്ങോട്ടേക്ക് പമ്പ് ചെയ്യാൻ പറ്റുക കേട്ടോ. പക്ഷെ അയാൾ വെറുതെ പമ്പ് ചെയ്യില്ല. അയാൾക്ക് പമ്പ് ചെയ്യാനായിട്ട് കുറച്ച് എനർജി എക്സ്പെൻഡിച്ചർ ഒക്കെ ഉണ്ട്. അത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? അത് നമ്മുടെ എഗെയിൻ നമ്മുടെ സൂര്യൻ ചിരിച്ചിരിക്കുന്നു. യെസ്, ആ സൂര്യൻ എന്താ സംഭവിക്കുന്നത്? PS2 ഇലക്ട്രോൺസ് എന്താ ലൈറ്റ് വരികയാണ്. അപ്പോൾ PS2 എക്സൈറ്റഡ് ആകും. PS2ലെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് അതിലെ ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടക്കാൻ പോവുകയാണ്. അപ്പം ഞാൻ ഈ മെംബ്രെയിനിൽ നിന്ന് മാറ്റാം ഒന്നുകൂടെ. അപ്പോൾ നമ്മുടെ ഒന്നുകൂടെ സൂര്യൻ, യെസ്, ലൈറ്റ് വന്നു. PS2 ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയി. ആ ഇലക്ട്രോൺസ് ആരാണ് സ്വീകരിക്കുക? PQ. PQ stands for what? Plastoquinone. This plastoquinone will receive H+. So this PQ will become what? PQH2. PQ എന്തായി മാറും? PQH2. എഗെയിൻ അത് PQ ആയി മാറുന്ന സമയം PQH2യുടെ കയ്യിലുള്ള H+കള് ആർക്ക് കൊടുക്കും? സൈറ്റോക്രോം B6Fലൂടെ H+കളെ എങ്ങോട്ടേക്ക് പമ്പ് ചെയ്യും? ല്യൂമനിക്ക് പമ്പ് ചെയ്യും. നമ്മുടെ ഉദ്ദേശം അതായിരുന്നല്ലോ, ല്യൂമനിൽ H+ന്റെ കോൺസെൻട്രേഷൻ കൂട്ടണം. എന്നാലാണ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടന്നിട്ട് ആര് റൊട്ടേറ്റ് ആവുകയുള്ളൂ? ATP സിന്തസിസ് റൊട്ടേറ്റ് ആവുകയുള്ളൂ. ഇനി PQH2യുടെ കയ്യിലുള്ള ഇലക്ട്രോണ് നേരെ പോകുന്നത് ആരിലേക്കാ? PC. എന്താ PC? പ്ലാസ്റ്റോസയാനിൻ. PCയിൽ നിന്ന് ഇലക്ട്രോൺസ് നേരെ പോകുന്നത് PS1. PS1ൽ നിന്ന് FD. FD stands for ഫെറിഡോക്സിൻ. FDയിൽ നിന്ന് FNR.
Pyridoxine, NADP reductase. Those NADP reductase എന്താ ചെയ്യുക? NADP-യെ എന്താക്കി മാറ്റും? NADPH പ്ലസ് H പ്ലസ് ആക്കി മാറ്റും. സോ ഇലക്ട്രോൺ ഫ്ലോ ഇങ്ങനെയാണ് കഴിയുന്നത്. ഈ NADPH പ്ലസ് H പ്ലസ് ആക്കി മാറ്റാനും എവിടെ നിന്നാണ് H പ്ലസ് എടുത്തിട്ടുള്ളത്? H പ്ലസ് എവിടെ നിന്നാണ് എടുക്കുക? സ്ട്രോമയിൽ നിന്ന് H പ്ലസ് എടുക്കുക. സ്ട്രോമയിൽ നിന്നാണ് H പ്ലസ് എടുക്കുക. അപ്പൊ രണ്ട് കാരണം കൊണ്ട് ഇപ്പോൾ സ്ട്രോമയിൽ H പ്ലസുകൾ കുറഞ്ഞു. എന്താ? ഒന്ന് സൈറ്റോക്രോം B6F വഴിയുള്ള പമ്പിങ്, രണ്ട് NADPH ഫോർമേഷൻ. നമുക്കത് പോരാ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ നടക്കാനായിട്ട്. അടുത്തത് കൂടെ വേണം. അതേതാണ്? വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ്. ദാറ്റ് ഈസ് H2O. വാട്ടർ സ്പ്ലിറ്റിംഗ് നടത്തിയിട്ട് അപ്പോൾ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ്, ആ ഇലക്ട്രോൺസ് PS2ലേക്ക് പോകും. H പ്ലസുകൾ എങ്ങോട്ടേക്ക് വരും? ഈ ലൂമിനിക്ക് വരും. ഓക്സിജൻ പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകും. വാട്ടർ സ്പ്ലിറ്റിംഗിന്റെ റിയാക്ഷൻ നമുക്കറിയാലോ. എന്താ വാട്ടർ സ്പ്ലിറ്റിംഗിന്റെ റിയാക്ഷൻ? Water splitting reaction, that is 2H2O gives 4H plus plus 4 electron plus oxygen. കണ്ടോ? അതിൽ H പ്ലസ് വരും. ഇപ്പോൾ നമുക്ക് H പ്ലസിന്റെ കോൺസെൻട്രേഷൻ എവിടെ അധികമാണ്? ലൂമനിൽ. സോ there are 3 reasons for creating the proton gradient inside the lumen. ഏതെല്ലാമാണ് ആ 3 reasons? ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് water splitting. So this is the first reason. So first reason is said to be water splitting. സോ നമുക്ക് ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ്. ഒന്നാമത്തേത് വാട്ടർ സ്പ്ലിറ്റിംഗ്, രണ്ടാമത്തേത് പമ്പിംഗ് ബൈ സൈറ്റോക്രോം B6F, തേർഡ് വൺ ദാറ്റ് ഈസ് പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് NADPH പ്ലസ് H പ്ലസ്. സോ ദാറ്റ് ഇവിടെ H പ്ലസ് കൂടി. സോ H പ്ലസ് കൂടുമ്പോൾ ദാറ്റ് H പ്ലസ് വിൽ മൂവ് ഫ്രം എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുക? അത് നേരെ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുകയാണ്? താഴേക്ക്. താഴേക്ക് മീൻസ് സ്ട്രോമ. താഴെ മേലെ ഒന്നും ഇല്ല കേട്ടോ. എസ്ട്രോമയിലേക്ക് മൂവ് ചെയ്യും. സോ ദാറ്റ് അവിടെ എന്ത് ഫോം ചെയ്യുകയാണ്? ATP വിൽ ബി പ്രൊഡ്യൂസ്ഡ്. സോ ഇപ്പോൾ നമ്മൾ ഹാപ്പി ആയി. കാരണം എന്താ? NADPHും ATP ഉണ്ടായില്ലേ? നമുക്ക് ഡാർക്ക് റിയാക്ഷനിൽ അതല്ലേ വേണ്ടിയിരുന്നത്? ഡാർക്ക് റിയാക്ഷനിൽ അതല്ലേ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്? അപ്പോൾ ലൈറ്റ് റിയാക്ഷനിൽ കെമിയോസ്മോസിസ് നടന്നപ്പോൾ നമുക്ക് ATP ഉണ്ടായി, NADPH ഉണ്ടായി. അങ്ങനെ ATP ഉണ്ടാകുന്ന ആ മെക്കാനിസം ബൈ ക്രിയേറ്റിംഗ് എ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇൻസൈഡ് ദ ലൂമൻ, that mechanism collectively called as the Chemiosmotic Hypothesis. ഇതാണ് കെമിയോസ്മോസിസ്. ഇൻ ഷോർട്ട്, ATP ഉണ്ടാകണം, ATP സിന്തേസ് കറങ്ങണം, അതിന് H പ്ലസ് വേണം. H പ്ലസ് ഇലക്ട്രോൺ ഫ്ലോ വഴിയാണ് പമ്പ് ചെയ്യപ്പെടുക. അത് പമ്പ് ചെയ്യുന്നത് സൈറ്റോക്രോം B6F ആണ്. അത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ സൺലൈറ്റ് വേണം. സോ സണ്ണാണ് ഈ പരിപാടി തുടങ്ങുന്നത്. സോ അതുകൊണ്ട് ആ ലൈറ്റ് റിയാക്ഷന് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിന് നമുക്ക് ലൈറ്റ് നിർബന്ധമാണെന്ന് പറയാൻ കാരണം, ഇനിയിപ്പോൾ സണ്ണില്ല എന്ന് വെക്കുക, എന്താ സംഭവിക്കുക? ഈ ഫ്ലോ നടക്കോ? H പ്ലസ് പമ്പിങ് നടക്കോ? ATP സിന്തേസ് കറങ്ങുന്നത് നടക്കോ? ഇല്ല, ഒന്നും നടക്കില്ല. ATP ഉണ്ടാവില്ല, ലൈറ്റ് റിയാക്ഷൻ നടക്കില്ല. സോ ഇതാണ് കെമിയോസ്മോസിസ്. സോ ദിസ് ക്വസ്റ്റ്യൻ ഫിനിഷ്ഡ്. ആൻഡ് നൗ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് യുവർ വാട്ട് ആർ ദി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ അസെൻഡ് ഓഫ് സൈലം സാപ്പിൻ പ്ലാന്റ്സ്? അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് യുവർ ട്രാൻസ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഫോട്ടോസിന്തസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് അടുത്ത ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ്സ്. ഓക്കെ, ഫോട്ടോസിന്തസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാ മേഖലയും തൊട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, ദാറ്റ് ഈസ് സയൻറ്റിസ്റ്റിൻ്റെ പേര്, അവരുടെ കോൺട്രിബ്യൂഷൻ, അതുകൂടെ നമ്മൾ നോക്കുന്നത് നല്ലതാണ്. അതായത് ഓരോരോ സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻ അതുകൂടെ പറഞ്ഞതിന് ശേഷം ഞാൻ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറഞ്ഞുതരാം കേട്ടോ. അതായത് അതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഭാഗമാണത്. മാച്ച് ദ ഫോളോയിങ്ങിനെ സയൻറ്റിസ്റ്റുകളുടെ അവരുടെ കോൺട്രിബ്യൂഷൻ ചോദിക്കാറുണ്ട്, പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. 5 പ്രധാനപ്പെട്ട അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്, ഇതിൻ്റെ ഉത്തരവല്ല. അപ്പം ഫോട്ടോസിന്തസിൽ ആ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ആൻസർ അല്ല കേട്ടോ, അത് ഞാൻ ഇപ്പോഴേ പറയാണ്. ജോസഫ് പ്രീസ്ലിയുടെ കാര്യം. ജോസഫ് പ്രീസ്ലി, ജാൻ ഇഞ്ചൻഹൗസ്, ജൂലിയസ് വോൺ സാക്സ്, then T.W. Engelmann, then വാൻ നീൽ. ഈ 5 സയൻറ്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാ സയൻറ്റിസ്റ്റുകൾ അവരുടെ കോൺട്രിബ്യൂഷൻസും? ജോസഫ് പ്രീസ്ലി എന്ന് പറയുമ്പം
അദ്ദേഹം ചെയ്ത എക്സ്പെരിമെൻ്റ് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായിരുന്നു? ഒരു ബെൽ ജാർ എടുത്തിട്ട് ആ ജാറിനകത്ത് അദ്ദേഹം ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരു മൈസ് പറഞ്ഞാൽ വേറെയാണ്, മൈസിനെ വെച്ചു. അപ്പോൾ മൈസ് ഗെറ്റ് സഫോക്കേറ്റഡ്, എലിക്ക് ശ്വാസതടസ്സം ഉണ്ടായി അല്ലേ. പിന്നെ ഒരു കാൻറ്റിൽ വെച്ചു, അത് ഗെറ്റ് എക്സോസ്റ്റഡ്, മെഴുകുതിരി കെട്ടുപോയി. ലേറ്റർ അദ്ദേഹം ചെയ്ത കാര്യം എന്താ? അതിനകത്ത് ഒരു മിൻറ്റ് പ്ലാന്റ് വെച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ പ്ലാന്റ് ക്യാൻ റീസ്റ്റോ ദ എയർ വാട്ട് എവർ റിമൂവ്ഡ് ബൈ ദ ബേണിംഗ് കാൻറ്റിൽ ആൻഡ് ബ്രീത്തിങ് ആനിമലും ബേണിംഗ് കാൻറ്റിലും റിമൂവ് ചെയ്യുന്ന ആ ഒരു ഗുഡ് എയറിനെ, ആ ഫൗൾ എയറിനെ, ആ ഗുഡ് എയറിനെ റീപ്ലേസ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? പ്ലാന്റ്സിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷൻ, ജോസഫ് പ്രിസ്ലി. ഓക്കെ, ദെൻ അടുത്ത സയൻറ്റിസ്റ്റ് ജാൻ ഇഞ്ചൻഹൗസ് ആണ്. ഇപ്പോൾ ജാൻ ഇഞ്ചൻഹൗസ് ചെയ്ത പരിപാടി പ്രീസ്ലി ഉപയോഗിച്ച് അതേ സെറ്റപ്പ് എടുത്തിട്ട് എന്ത് ചെയ്തു? ലൈറ്റിലും ഡാർക്കിലും വെച്ച് നോക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, രാത്രിയിൽ ഈ പറഞ്ഞ പരിപാടി നടക്കുന്നില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് എലിക്ക് സഫക്കേഷൻ ഇല്ലാതിരിക്കുകയും മെഴുകുതിരി കെടാതിരിക്കുകയും ചെയ്യുക. അപ്പോൾ എന്നൊരു കാര്യം മനസ്സിലായി, സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ്. അത് പറഞ്ഞത് ജാൻ ഇഞ്ചൻഹൗസ്. മാത്രമല്ല അദ്ദേഹം വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അദ്ദേഹം വാട്ടറിൽ ഒരു അക്വാട്ടിക് പ്ലാന്റ് ഹൈഡ്രില്ല, ആ പ്ലാന്റിനെ വെച്ചു. അപ്പോൾ എന്നിട്ട് സൺലൈറ്റ് കൊടുത്ത സമയത്ത് എന്താ, എയർ ബബിൾസ് ഉണ്ടാകുന്നത് കാണാൻ സാധിച്ചു. ആ ബബിൾസ് ഓക്സിജന്റെ ബബിൾസ് ഉണ്ടാവുമെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഈ ജൂലിയസ് വോൺ സാക്സിന്റെ കാര്യം കൂടെ ആ കൂട്ടത്തിൽ നമ്മൾ ഓർത്ത് വെക്കണം. രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ. ദെൻ ഗ്രീൻ പാർട്സ് ഓഫ് ദി പ്ലാന്റ് റിലീസസ് ഓക്സിജൻ ഇൻ ദ പ്രസൻസ് ഓഫ് സൺലൈറ്റ് എന്ന് പറഞ്ഞു ജാൻ ഇഞ്ചൻഹൗസ് ആണ്. ദെൻ നെക്സ്റ്റ് ജൂലിയസ് വോൺ സാക്സ്. എന്താ ജൂലിയസ് വോൺ സാക്സിന്റെ പ്രത്യേകത? അദ്ദേഹമാണ് സ്റ്റാർച്ച് ഈസ് ദ ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഫോട്ടോസിന്തസിന്റെ പ്രധാനപ്പെട്ട വിസിബിൾ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സ്റ്റാർച്ച്. സോ സ്റ്റാർച്ച് ഈസ് ദ ഫസ്റ്റ് വിസിബിൾ പ്രോഡക്റ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞത് ജൂലിയസ് വോൺ സാക്സ് ആണ്. Then next, T.W. Engelmann discovered the action spectrum of photosynthesis. Already we have discussed about the action spectrum, that is photosynthesis maximum takes place എവിടെയാണ്? നമ്മുടെ ബ്ലൂ ആൻഡ് റെഡ് റീജിയനിൽ. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, ഓറഞ്ച്, റെഡിൽ ഏറ്റവും നന്നായിട്ട് നടക്കുക ബ്ലൂ ആൻഡ് റെഡിലാണെന്ന് കണ്ടുപിടിച്ചത് ക്ലാഡോഫോറയുടെ എക്സ്പെരിമെൻറ്റ് വഴി, ക്ലാഡോഫോറ എയറോബാക്ടീരിയം ഉപയോഗിച്ചുള്ള എക്സ്പെരിമെൻറ്റ് വഴി കണ്ടുപിടിച്ചത് ആരാണ്? അത് T.W. Engelmann ആണ്. ഫൈനലി വാൻ നീൽ, മൈൽ സ്റ്റോൺ എക്സ്പെരിമെന്റ്സ് പെർഫോംഡ് വിത്ത് വാൻ നീൽ. എന്താ വാൻ നീലിന്റെ എക്സ്പെരിമെന്റ്? നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്തായിരുന്നു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത്? അദ്ദേഹം പർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ ഉപയോഗിച്ചുകൊണ്ട് ഒരു കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോട്ടോസിന്തസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിജൻ എവിടെ നിന്നല്ല? കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നല്ല, അത് എവിടെ നിന്നാണ്? വാട്ടറിൽ നിന്നാണ്. അതുവരെ അവർ വിശ്വസിച്ചിരുന്നത് ദിസ് ഓക്സിജൻ ഈസ് കം ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് എന്നായിരുന്നു. പക്ഷെ അവരുടെ എക്സ്പെരിമെന്റ് വഴി ഒരു കാര്യം മനസ്സിലായി, കാർബൺ ഡൈ ഓക്സൈഡ് നല്ല ഓക്സിജൻ ഉണ്ടാകുന്നത് ഇറ്റ് ഈസ് ഫ്രം ഓക്സിഡേഷൻ ഓഫ് വാട്ടർ. ഇതാണ്. അപ്പോൾ 5 സയന്റിസ്റ്റുകളും അവരുടെ കോൺട്രിബ്യൂഷൻസ് നമ്മളോട് മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയമില്ലാതെ അത് മാച്ച് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് സാധിക്കണം. ഓക്കെ, സോ ഇതാണ് ഫോട്ടോസിന്തസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് what are the factors which are responsible for ascent of xylem sap in plants? Ascent of xylem saps. So അതെന്താ ഈ ascent of xylem saps? യൂണിഡയറക്ഷണൽ ഫ്ലോ. എന്താ യൂണിഡയറക്ഷണൽ ഫ്ലോ? വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറണം എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പം അതിങ്ങനെ മുകളിലേക്ക് കയറി വേണം. നമുക്കിവിടെ റൂട്ടാണല്ലോ. റൂട്ടിൽ നിന്ന് ഫോർ എക്സാമ്പിൾ ഗ്രീൻ പാർട്സ് ഓഫ് ദി പ്ലാന്റ്, എക്സാമ്പിൾ ലീഫ് എടുക്കാം, അവിടേക്കാണ് വെള്ളം എത്തേണ്ടത്. അപ്പോൾ അസെൻഡ്, മുകളിലേക്ക് വെള്ളം ഇങ്ങനെ എത്താൻ വേണ്ടിയിട്ട് നമുക്ക് അഡിഷൻ ഉണ്ട്, അതുപോലെ കൊഹിഷൻ. സോ വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അഡിഷൻ ആൻഡ് കൊഹിഷൻ? കൊഹിഷൻ എന്ന് പറയുമ്പം ഈ വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള ഒരു അട്രാക്ഷൻ ഉണ്ട്. അഡിഷൻ എന്ന് പറയുമ്പം ഏതെങ്കിലും പോളാർ സർഫസുമായിട്ട് വാട്ടർ മോളിക്യൂളിനുള്ള ആ ഒരു അറ്റാച്ച്മെന്റ് ആണ് അല്ലേ. അപ്പം ഈ ഒരു തിൻ ട്യൂബിലൂടെ വെള്ളം ഇങ്ങനെ മുകളിലേക്ക് കയറി പോവുകയാണ്. സൈലം സാപ്പ്, വെള്ളം മാത്രമല്ല കേട്ടോ, മിനറൽസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതിങ്ങനെ മുകളിലേക്ക് കയറി പോവുക. അപ്പോൾ അഡിഷനും കൊഹിഷനും വാട്ടർ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷൻ നമ്മൾ വിളിക്കുന്ന പേര് കൊഹിഷൻ എന്നും. പിന്നെ അഡിഷൻ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും സർഫസുമായിട്ട്, ഫോർ എക്സാമ്പിൾ പോളാർ സർഫസ് എന്ന് പറയുമ്പം ഈ ഭിത്തി കണ്ടോ, ട്രക്കിയറി വാള് കണ്ടോ, അതുമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ള കഴിവില്ലേ. അപ്പം അതാണ് അഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നമുക്ക് അഡീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് അഡീഷനും കൊഹിഷനും കഴിഞ്ഞാൽ പിന്നെ സർഫസ് ടെൻഷൻ ഉണ്ട്.
അപ്പം എന്താ സർഫസ് ടെൻഷൻ എന്ന് പറയാം? ഈ വാട്ടർ ആയിരിക്കുന്ന വാട്ടർ സ്റ്റേറ്റിൽ എന്താ സംഭവിക്കുക? നമുക്ക് ഇവർ തമ്മിൽ പരസ്പരം അറ്റാച്ച്മെൻറ്റ് കൂടും. വാട്ടർ എന്താ ഗ്യാസ് ഫേസിനേക്കാളും കൂടുതലായിട്ട് അത് ലിക്വിഡ് ആകുന്ന സമയത്ത് അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് എല്ലാം കൂടെ ചേരുമ്പം ആ വാട്ടറിന് എന്താ ഒരു ടെൻസൈൽ സ്ട്രെങ്ത് കിട്ടും. അതുപോലെ ഒരു കാപ്പിലറി ഫോഴ്സ്, കാപ്പിലാരിറ്റി. എന്താ കാപ്പിലാരിറ്റി? ഒരു തിൻ ട്യൂബിലൂടെ മുകളിലേക്ക് കയറി പോകാനുള്ള ആ ഒരു കഴിവില്ലേ, അതുണ്ട്, അത് കിട്ടും. അതോടെ എന്താ സംഭവിക്കുക? വെള്ളം മുകളിലേക്ക് എബിലിറ്റി ടു റെസിസ്റ്റ് എ പുള്ളിങ് ഫോഴ്സ്, ദാറ്റ് ഈസ് യുവർ ടെൻസൈൽ സ്ട്രെങ്ത്. അത് കിട്ടുന്ന സമയത്ത് വെള്ളം എന്ത് ചെയ്യും? പതിയെ 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 മുകളിലേക്ക് ഇങ്ങനെ വെള്ളം കയറിപ്പോകും. സോ ഇതിന് നമ്മൾ ഇതാണ് ആൻസർ എന്ന് പറയുന്നത്. സോ അഡീഷൻ ക്വസ്റ്റ്യൻ യുവർ സർഫസ് ടെൻഷൻ ആർ ദി എക്സാമ്പിൾസ് ഫോർ ദിസ്. അസെന്റ് ഓഫ് സൈലൻസ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ഈ വിധത്തിലാണ് നോക്കുക. ഓക്കെ, അപ്പൊ സൈലം എന്ന് പറയുമ്പോൾ സൈലത്തിന്റെ കോമ്പണൻസ് ഏതൊക്കെയാ നമുക്ക് അറിയാലോ. ഏതൊക്കെയാ സൈലത്തിന്റെ കോമ്പണൻസ്? ട്രക്കീഡ്സ്, vessels, fibers and parenchyma. So already we have discussed that topic in your anatomy. നമ്മൾ anatomy ഡിസ്കസ് ചെയ്യുമ്പോൾ പറയുന്നതാണ് സൈലത്തിന്റെ കോമ്പണൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒബ്സർവ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ടു ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു വേർഡ് പെയർ റിലേഷൻ നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ഇപ്പം ഇവിടെ ട്രാൻസ്പോർട്ട് മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് യൂണിപ്പോർട്ട് എന്താ നോക്കാം. ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അക്രോസ് എ മെംബ്രെയിൻ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ മോളിക്യൂൾ. ട്രാൻസ്പോർട്ട് മെക്കാനിസം നമുക്ക് 3 രീതിയിൽ ഇവിടെ പറയാൻ സാധിക്കും. ഡിഫ്യൂഷൻ, ആ ഡിഫ്യൂഷൻ തന്നെ നമുക്ക് ഏതൊക്കെയാ വരുന്നത്? സിമ്പിൾ ഡിഫ്യൂഷൻ ഉണ്ടല്ലേ. എന്താ ഈ സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് പറയാ? സിമ്പിൾ ഡിഫ്യൂഷൻ. So what is this simple diffusion? Simple diffusion means എന്താ? ഇവിടെ മെംബ്രെയിൻ പോലും ആവശ്യമില്ല. ജസ്റ്റ് കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്ത് നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് ഗ്യാസസ് വരെ ഡിഫ്യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ചന്ദനത്തിരിയുടെ ഒരു ഇത് കത്തിച്ച് വെക്കുകയാണെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഇവിടെ ആകെ ഡിഫ്യൂസ് ചെയ്യില്ല, അതിൻ്റെ പുക ആകെ ഡിഫ്യൂസ് ചെയ്യില്ല. അത് ഡിഫ്യൂഷനാണ്. മെംബ്രെയിൻ പോലും വേണമെന്നില്ല. ഹയർ കോൺസെൻട്രേഷൻ എവിടെയാണോ അവിടെ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ മൂവ് ചെയ്യും. അതാണ് സിമ്പിൾ ഡിഫ്യൂഷൻ. എന്നാൽ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ഉണ്ട്. സോ വാട്ട് ഈസ് ദിസ് ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ? എന്താ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ എന്ന് പറയുമ്പം മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എന്തിന്റെ സഹായത്താലാണ്? കാരിയർ പ്രോട്ടീൻസ് ആർ റിക്വയർഡ്. കാരിയർ പ്രോട്ടീൻസിന്റെ സഹായത്താൽ ഇങ്ങനെ, ഇപ്പൊ നമ്മൾ H+ മൂവ് ചെയ്യുന്നത് കുറച്ചു മുന്നേ കണ്ടതാണ് കെമിയോസ്മോസിൽ. അതൊരു ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷനാണ്. ഇനി ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഉണ്ട്. സോ വാട്ട് ഈസ് ദിസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? അത് ഫ്രം ലോവർ കോൺസെൻട്രേഷൻ ടു ഹയർ കോൺസെൻട്രേഷൻ. ലോവർ കോൺസെൻട്രേഷൻ നിന്ന് ഹയർ കോൺസെൻട്രേഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വിത്ത് ദ എക്സ്പെൻഡിച്ചർ ഓഫ് എനർജി. എനർജി ഓൾറെഡി ആവശ്യമുള്ളതാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോട്ടീൻസിന്റെ സഹായത്താലുള്ള ഒരു മൂവ്മെന്റ്സിനെ കാണിക്കുന്നുണ്ട്. യൂണിപ്പോർട്ട്, ആന്റിപ്പോർട്ട്, സിംപോർട്ട്. സോ എന്താ യൂണിപ്പോർട്ട് എന്ന് പറയുന്നത്? ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് ദ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് അക്രോസ് എ മെംബ്രെയിൻ ഇൻഡിപെൻഡന്റ് ഓഫ് അതർ മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് ഒരു ഭാഗത്തേക്ക്. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്. നെക്സ്റ്റ്, യുവർ സിംപോർട്ട്. അപ്പോൾ മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ത്രൂ എന്താ സെയിം ഡയറക്ഷനിൽ ഇതാ ഇങ്ങനെ. സിംപോർട്ട് സെയിം ഡയറക്ഷൻ ആകുമ്പോൾ സിംപോർട്ട് ആണ്. ആന്റിപോർട്ട് എന്ന് പറയുമ്പോൾ സോ വാട്ട് ഈസ് ദിസ് ആന്റിപോർട്ട്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ. So movement of two molecules in opposite direction which is said to be antipode. അപ്പോൾ എക്സാമിന് ഒന്നുകിൽ ഇങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ ഡയഗ്രാം തന്നുകൊണ്ട് നമുക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറയാറുണ്ട്. ഈ യൂണിപ്പോർട്ട് ഏതാ, ആന്റിപോർട്ട് ഏതാ, സിംപോർട്ട്. സിം മീൻസ് വാട്ട്? SYM, സെയിം എന്ന് ആലോചിച്ചാൽ മതി. സിം ഇപ്പോൾ പേര് തന്നെ കിട്ടിയില്ല. ആന്റി മീൻസ് വാട്ട്? ഓപ്പോസിറ്റ് അഗെയിൻസ്റ്റ് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ആന്റിപോർട്ട്. പിന്നെ യൂണി മീൻസ് സിംഗിൾ ആണ്, യൂണിസെല്ലുലാർ ഉണ്ടല്ലേ. അപ്പോൾ അതുപോലെ അത് ഓർത്ത് വെക്കാൻ എളുപ്പമാണല്ലോ അല്ലേ. യൂണിപ്പോർട്ട്, ആന്റിപോർട്ട്, സിംപോർട്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. Okay, sure. Now we move to the next question, that is your Ramu took equal amounts of water in 2 glasses. അപ്പോൾ രാമു ചെയ്ത പരിപാടി എന്താ? ഒരു 2 ഗ്ലാസസിൽ ഈക്വൽ എമൗണ്ട് ഓഫ് വാട്ടർ എടുത്തു.
ആൻഡ് പുട്ട് സം ഷുഗർ ഇൻ വൺ ഓഫ് ദം. ഒന്നില് രാമു അതിലേക്ക് ഷുഗർ ആഡ് ചെയ്തു. വിച്ച് വൺ ഓഫ് ദ ഗ്ലാസ് ഈസ് ഹാവിങ് മോർ നെഗറ്റീവ് വാട്ടർ പൊട്ടൻഷ്യൽ? ഏതിലാണ് കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആണെന്ന് ചോദിച്ചത്. അപ്പം വാട്ടർ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? മൂവ്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആണ് അല്ലേ. അപ്പോൾ വാട്ടർ മോളിക്യൂൾസിന് ഒരു കൈനറ്റിക് എനർജി ഉണ്ടാകും, റാൻഡം മൂവ്മെന്റ് ആണ്. വാട്ടർ മോളിക്യൂൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്ന വെച്ചാൽ വാട്ടർ മോളിക്യൂളിന്റെ മൂവ്മെന്റ് എന്താ? കുറയുകയല്ലേ. അപ്പം പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലാണ് ഏറ്റവും കൂടുതൽ വാട്ടർ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവിടെ ബ്രേക്ക് ചെയ്യാൻ, അതിനെ തടസ്സപ്പെടുത്താൻ മറ്റാരുമില്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്യുവർ വാട്ടറിന്റെ വാട്ടർ പൊട്ടൻഷ്യൽ ഹയർ ആയിരിക്കും. ഇവിടെ ഷുഗർ സൊല്യൂഷനിലായിരിക്കും നെഗറ്റീവ് വാട്ടർ പൊട്ടൻഷ്യൽ ബിക്കോസ് ഓഫ് ദ അഡീഷൻ ഓഫ് ദി ഷുഗർ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ കുറവായിരിക്കും അല്ലേ. സോ ആൻസർ ഇസ് സെറ്റ് ടു ബി ദ സൊല്യൂഷൻ വിച്ച് ഈസ് ആഡഡ് വിത്ത് ഷുഗർ ഹാവ് നെഗറ്റീവ് water potential. Now, the negative water potential in plant cell can cause the physical force concerned with the movement of water molecule. Justify your answer. Justify your reason. So, എങ്ങനെയാണ് മൂവ്മെന്റ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് നടക്കുക? ഓസ്മോസിസ് നടക്കാനുള്ള സാധ്യത വരെയുണ്ട്. എങ്ങനെയാത്? ഫ്രം ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. എവിടെയാണോ വാട്ടർ പൊട്ടൻഷ്യൽ കൂടുന്നത് അവിടെ നിന്ന് വാട്ടർ പൊട്ടൻഷ്യൽ കുറഞ്ഞ ഭാഗത്തേക്കാണ് വാട്ടർ മൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് രണ്ട് ഭാഗം കൊടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. ഇവിടെയാണ് സൊല്യൂട്ട് കോൺസെൻട്രേഷൻ അധികമെങ്കിൽ എന്താ സംഭവിക്കുക? ഇവിടെ വാട്ടർ കൂടുതലും ഇവിടെ വാട്ടർ കുറവല്ലേ. സോ ദിസ് വാട്ടർ വിൽ മൂവ് ഫ്രം റീജിയൻ ഓഫ് ഹയർ വാട്ടർ പൊട്ടൻഷ്യൽ ടു ലോവർ വാട്ടർ പൊട്ടൻഷ്യൽ. സോ ഇങ്ങനെയാണ് സംഭവിക്കുക. കാരണം ഇവിടെ സോൾട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്, സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉണ്ട്, ഇവിടെ അതില്ല. അതുകൊണ്ട് എവിടെയാണോ കൂടുതൽ അവിടെ നിന്ന് കുറഞ്ഞ ഭാഗത്തേക്ക് മൂവ് ചെയ്യും. Okay, so this answer for the next question. And now we move on to the studies. Unlike water, all minerals cannot be passively absorbed by roots. Write any two reasons to justify the above statement. അപ്പോൾ എന്താ? നമുക്ക് ഡയറക്റ്റ് NCERT ന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണിത്. Unlike water, all minerals cannot be passively absorbed by roots. Write any two reasons to justify the above statement. അപ്പോൾ വെള്ളത്തെ പോലെ അല്ല നമുക്ക് ഇവിടെ വാട്ടർ മോളിക്യൂൾസിന് റൂട്ട്സിലേക്ക് മിനറൽസിന് റൂട്ട്സിനകത്തേക്ക് എൻ്റർ ചെയ്യാൻ നമുക്ക് പാസീവായിട്ട് സാധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് അവിടെ ആക്റ്റീവ് അബ്സോർപ്ഷൻ വേണ്ടി വരുന്നത്? പാസീവ്ലി cannot be passively moved. cannot be passively എന്ന് വെച്ചാൽ പാസീവായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് റിക്വയർഡ്. അതിൻ്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചത്. ബിക്കോസ് രണ്ട് റീസൺസ് ഉണ്ട്. ദീസ് മിനറൽസ് ആർ പ്രസന്റ് ആസ് വാട്ട്? ചാർജ്ഡ് പാർട്ടിക്കിൾസ്. മിനറൽസ് എങ്ങനെയാണ് കാണുന്നത്? ചാർജ്ഡ് അയോൺസിന്റെ ഫോമിലാണ് കാണുക. മിനറൽസ് പ്രസന്റ് ഇൻ സോയിൽ ആസ് വാട്ട്? ചാർജ്ഡ് അയോൺസ് ആയിട്ടാണ് കാണുക. അതുകൊണ്ട് അവർക്ക് പാസീവായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദിസ് മിനറൽസ് ഹയർ ആകുന്നത്. എവിടെ ഹയർ ആവുക? റൂട്ടിനകത്ത് ഹയർ ആണ് ദാൻ ദി സോയിൽ. ഓക്കെ, higher in roots than the soil. അപ്പോൾ സോയിലിനേക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ഇവിടെ കാണുന്നത് കൊണ്ട്, ഏത് റൂട്ടിനകത്ത് കാണുന്നത് കൊണ്ട് ആക്റ്റീവ് അബ്സോർപ്ഷൻ വേണ്ടി വരിക. സോ ഓൾറെഡി വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പാസീവ് ട്രാൻസ്പോർട്ട് എന്നെല്ലാം പറഞ്ഞു. പാസീവ് എന്ന് വെച്ചാൽ എന്താ? ഹയർ കോൺസെൻട്രേഷൻ ലോവറിക്കാം. പക്ഷെ ആക്റ്റീവ് എന്ന് വെച്ചാൽ എന്താ? ലോവർ കോൺസെൻട്രേഷൻ ഹയറിക്കാം. അപ്പോൾ ഇവിടെ റൂട്ടിനകത്ത് കൂടുതലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും അകത്തേക്ക് കയറണമെങ്കിൽ നമുക്ക് ഏത് അബ്സോർപ്ഷൻ തന്നെ വേണം? ആക്റ്റീവ് അബ്സോർപ്ഷൻ ഈസ് ഓൾറെഡി റിക്വയർഡ്, ഓൾവേസ് റിക്വയർഡ്. Okay, so this answer for the, അപ്പോൾ രണ്ട് റീസൺസ് നമ്മൾ അതിന് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദീസ് മിനറൽസ് ആർ പ്രസന്റ് ഇൻസൈഡ് ദി സോയിൽ ആസ് ചാർജ്ഡ് അയോൺസ്. ദെൻ ദ സെക്കൻഡ് റീസൺ, the concentration of these minerals is higher in roots than the soil. സോയിലിനേക്കാളും കൂടുതലായിട്ട് റൂട്ടിൽ കാണുന്നുണ്ട്. And now we move on to the next question. Match the following ആണ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ അപ്പോപ്ലാസ്റ്റ് ഉണ്ട്. അപ്പം ഈ പേര് മനസ്സിലാക്കുമ്പം അപ്പോപ്ലാസ്റ്റ്.
സോ വാട്ട് ഈസ് അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റ്? നമുക്ക് രണ്ട് മെക്കാനിസംസ് ഉണ്ട് ഈ ട്രാൻസ്പോർട്ട് ഓഫ് ദിസ് വാട്ടർ ഡിഫ്യൂസ് ചെയ്ത് പോകുന്നതിന് രണ്ട് മെക്കാനിസംസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണ്? അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റ്. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റ്? ഫസ്റ്റ് വി ലുക്ക് ഓൺ ദ അപ്പോപ്ലാസ്റ്റ്. നമുക്ക് അപ്പോപ്ലാസ്റ്റ് നോക്കാം. കൺസിഡർ ഇവിടെ ഒരുപാട് സെല്ലുകൾ ഉണ്ട്. These cells are arranged closely. ഈ സെല്ലിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഇൻ ബിറ്റ്വീൻ ദ സെൽസിന്റെ ഇടയിലൂടെയുള്ള ഒരു മൂവ്മെന്റ് പോസിബിൾ ആകുന്നുണ്ട്. സെല്ലിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ഉണ്ടോ, പതിയെ ആരും അറിയാതെ, സെല്ലാർ കമ്പണൻസ് ഒന്നും അറിയാതെ ഇത് സെല്ലിന് ഇടയിലൂടെയുള്ള മൂവ്മെന്റ്സ് അല്ലേ, അതിനെ നമുക്കൊരു പേര് വിളിക്കാം. ദാറ്റ് മൂവ്മെന്റ് ഈസ് റെഫർഡ് ആസ് ദി അപ്പോപ്ലാസ്റ്റ് പാത്വേ. ഓർ അപ്പൊ സെല്ലിന്റെ ഇടയിലൂടെ എന്ന് പറയുമ്പോൾ സെൽ വാളൊക്കെ അല്ലേ ഇവിടെ വരിക. സെൽ വാളിന്റെ ഇടയിലൂടെ ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്ന പരിപാടിയാണ്. ദിസ് ഈസ് സെഡ് ടു ബി അപ്പോപ്ലാസ്റ്റ് പാത്വേ. എന്നാൽ സിംപ്ലാസ്റ്റ് ഉണ്ട്. സോ വാട്ട് ഈസ് ദി സിംപ്ലാസ്റ്റ് സ്റ്റാൻഡ്സ് ഫോർ? മക്കളെ, സിംപ്ലാസ്റ്റ് എന്ന് പറയുമ്പം സെല്ല് ക്രോസ് ചെയ്തുണ്ടോ, സെല്ലിന്റെ ഉള്ളിലൂടെയുള്ള മൂവ്മെന്റാ. സോ അതിന് കുറച്ച് എനർജി ഒക്കെ വേണം, കാരണം സെല്ല് ക്രോസ് ചെയ്തിട്ടേ സെല്ലിന്റെ ഉള്ളിലൂടെ. അപ്പോപ്ലാസ്റ്റ് ആണെന്ന് കൂടെ സിമ്പിൾ ആയിട്ടല്ലേ. ഓക്കെ, അപ്പൊ സിംപ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ സെല്ല് ക്രോസ് ചെയ്ത് സെല്ലിന്റെ ഉള്ളിലൂടെ പോകുന്ന പരിപാടിയാണ്. ഓക്കെ, സോ ദിസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ അപ്പോപ്ലാസ്റ്റ് ആൻഡ് സിംപ്ലാസ്റ്റ്. അപ്പം ഇവിടെ നമുക്ക് മാച്ച് ദ ഫോളോയിങ്ങിൽ ഏതായിരിക്കും ആൻസർ വരിക? ഓഫ് കോഴ്സ് നമുക്ക് ആൻസർ മനസ്സിലായി. ദാറ്റ് ഈസ് അപ്പോപ്ലാസ്റ്റ് എന്ന് പറയുമ്പം ദാറ്റ് ഈസ് യുവർ സെൽ വാൾ. അപ്പോപ്ലാസ്റ്റ് സെൽ വാളിനിടയിലൂടെയാണ്. ഇനി ഒരു സ്ഥലത്ത് മാത്രം ഈ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് മാത്രം സിംപ്ലാസ്റ്റ് നടക്കുന്നുണ്ട്. ഏതാ സ്ഥലം എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് എൻഡോഡെർമിസ്. റൂട്ടിലെ എൻഡോഡെർമിസിൽ എത്തുമ്പോൾ സിംപ്ലാസ്റ്റ് നടക്കുക ബിക്കോസ് ഓഫ് ദി പ്രസൻസ് ഓഫ് കാസ്പേറിയൻ സ്ട്രിപ്സ് ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. നമുക്കത് പറയാം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അങ്ങനെ ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ്? അടുത്ത ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം എങ്ങനെയാണ് എൻഡോഡെർമിസിൽ സിംപ്ലാസ്റ്റിക് പാത്വേ നടക്കുക എന്നുള്ളത്. സോ നെക്സ്റ്റ്, ട്രാൻസ്പിരേഷൻ. സോ വാട്ട് ഈസ് ദിസ് ട്രാൻസ്പിരേഷൻ? അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പോഴേ ആൻസർ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട്. ദാറ്റ് ഈസ് സെഡ് ടു ബി യുവർ സ്റ്റൊമാറ്റ. സോ വാട്ട് ഈസ് ദിസ് ട്രാൻസ്പിരേഷൻ? എന്താ ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പം ട്രാൻസ്പിരേഷണൽ പുൾ ക്രിയേറ്റ് ചെയ്യാൻ ട്രാൻസ്പിരേഷൻ ആവശ്യമാണ്. സോ എന്താ ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പം അത് സ്റ്റൊമാറ്റയിലൂടെ, ഫോർ എക്സാമ്പിൾ സ്റ്റൊമാറ്റ ലൈക്ക് ദിസ്. അപ്പോൾ ഇത് സ്റ്റൊമാറ്റ എന്ന് വെക്കുക. നമ്മൾ അനാട്ടമി പഠിച്ചപ്പോൾ സ്റ്റൊമാറ്റയുടെ ഷേപ്സ് ഒക്കെ നമുക്ക് അറിയാം അല്ലേ? അനാട്ടമി ഗോഡ് സെൽസിന്റെ ഷേപ്പ് ഡൈക്കോട്ടിലൈറ്റ് ബീൻ ഷേപ്ഡ് ആണ്. മോണോകോട്സിലാണെങ്കിൽ അതിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, അത് ഡംബൽ ഷേപ്ഡ് ആണ്. ഈ സ്റ്റൊമാറ്റയുടെ ഗോഡ് സെൽ വെൻ ഗെറ്റ് ടേർജ്ഡ് ദിസ് ഓപ്പണിംഗ്, ദാറ്റ് ഈസ് യുവർ സ്റ്റൊമാറ്റൽ അപ്പർച്ചർ, ആ ദ്വാരം ഉണ്ടല്ലോ അത് ഓപ്പൺ ആകും. അപ്പോൾ എന്താ സംഭവിക്കുക? അതിലൂടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കും. ഇനി വാട്ടർ അതിൽ നിന്ന് പുറത്തിറങ്ങുകയാണെങ്കിലോ, ദിസ് വാട്ടർ വെൻ ദിസ് വാട്ടർ ഗെറ്റ് എലിമിനേറ്റഡ് ഓർ അത് പുറത്തിറങ്ങുന്ന സമയത്ത് ഇറ്റ് വിൽ ഗെറ്റ് ഷിങ്ക്. സ്വാഭാവികമായിട്ടും ഈ ദ്വാരം സ്റ്റൊമാറ്റൽ അപ്പർച്ചർ വിൽ ബി ക്ലോസ്ഡ്. അപ്പം എന്തിനാണ് ഇങ്ങനെ വാട്ടർ പുറത്തേക്ക് പോകുന്നത്? അതിന് പർപ്പസുകളുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ പർപ്പസ്. ഒന്ന്, ട്രാൻസ്പിരേഷൻ പുള്ള് ക്രിയേറ്റ് ചെയ്യാണ്, വാട്ടർ ട്രാൻസ്പോർട്ട് ഉണ്ട്, അതുപോലെ മിനറൽ ട്രാൻസ്പോർട്ട് ഉണ്ട്, ലീഫിൻ്റെ ഷേപ്പ് നിലനിർത്തണം, അതുപോലെ വാട്ടർ സർഫസ് കൂൾ ചെയ്യണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ട്രാൻസ്പിരേഷൻ്റെ ഉപയോഗങ്ങളാണ്. അപ്പം ഇവിടെ ട്രാൻസ്പിരേഷൻ എന്ന് പറയുമ്പോൾ അത് സ്റ്റൊമാറ്റോയായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പം ഗട്ടേഷൻ എന്താ? ഗട്ടേഷൻ. സോ ട്രാൻസ്പിരേഷൻ വാട്ടർ വേപ്പറായിട്ട് പുറത്തു പോകുന്നതാണെങ്കിൽ ഗട്ടേഷൻ എന്ന് പറയുമ്പോൾ അത് വാട്ടറായി തന്നെ പുറത്തു പോകുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഗട്ടേഷൻ. ആൻഡ് നൗ ദിസ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. സോ വാട്ട് ഈസ് ദിസ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്? എന്താ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്? അത് ഫ്ലോയം ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. ഫ്ലോയം ട്രാൻസ്പോർട്ടുമായി. എന്താ ഫ്ലോയം ട്രാൻസ്പോർട്ട്? സൈലത്തിൻ്റെ ട്രാൻസ്പോർട്ട് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. സൈലത്തിലൂടെ വാട്ടർ മിനറൽസും ആണ് പോവുകയെങ്കിൽ ഫ്ലോയത്തിലൂടെ ഫുഡ് മെറ്റീരിയൽസ്, എസ്പെഷ്യലി സുക്രോസ്. അപ്പോൾ പ്ലാന്റിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ഗ്ലൂക്കോസിൻ്റെ ഫോമിലാണ്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സുക്രോസിൻ്റെ ഫോമിലാണ്, സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ചിൻ്റെ ഫോമിലാണ്. എല്ലാവർക്കും അറിയാവുന്ന ബേസിക് കാര്യം. അപ്പോൾ ഈ സുക്രോസ് ഇങ്ങനെ ലോഡ് ചെയ്ത് അത് ഫ്ലോയം വഴിയാണ് മുകളിലേക്കും താഴേക്കും വേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ പോവുക. അപ്പം മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പോൾ എന്താ? മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറയുമ്പം ആദ്യം കമ്പാനിയൻ സെല്ലിലേക്ക്. സോ ദിസ് ഈസ് സെറ്റ് ടു ബി, ഫോർ എക്സാമ്പിൾ ഇത് കമ്പാനിയൻ സെല്ലാ നോക്കാം.
So these are all said to be companion cells. So what are companion cell and sieve tubes? സീപ് ട്യൂബും കമ്പാനിയൻ സെല്ലും വളരെ അടുത്ത് നിൽക്കുന്ന സൗഹൃദങ്ങളാണ്. കമ്പാനിയൻ സെല്ല്, സീവ് ട്യൂബ്. സോ ആദ്യം സുക്രോസ് എങ്ങോട്ടേക്ക് ലോഡ് ചെയ്യും? സോ ദി സുക്രോസ് ലോഡഡ് ഇൻ ടു ആദ്യം കമ്പാനിയൻ സെല്ലിലേക്ക് ലോഡ് ചെയ്യും. കമ്പാനിയൻ സെല്ലിൽ ലോഡ് ചെയ്തിട്ട് ആവശ്യാനുസരണം അത് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി സീവ് ട്യൂബിലേക്ക് വരും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അനാട്ടമിയിൽ ഒരു പോയിന്റ് പഠിച്ചിട്ടുണ്ട്, ഓർക്കുന്നുണ്ടോ? This companion cell will regulate the pressure gradient inside the sieve tube എന്ന് പഠിച്ചിട്ടുണ്ട് നമ്മൾ. Companion cells will regulate the pressure gradient inside the sieve tubes എന്ന് പഠിച്ചിട്ടില്ലേ? അതാണ്. അപ്പൊ ഇവിടെ കമ്പാനിയൻ സെല്ലിന് ആവശ്യാനുസരണം എങ്ങോട്ടേക്ക് വരും? സീവ് ട്യൂബിലേക്ക് വരും. സീവ് ട്യൂബില് സ്വാഭാവികമായിട്ടും ഇവിടെ സോൾട്ട് കോൺസെൻട്രേഷൻ അധികമാവാണ്, സുക്രോസ് അധികമാവാണ്. അപ്പൊ എന്താ സംഭവിക്കുക? തൊട്ടടുത്ത് അഡ്ജസൻറ്റ് സൈലം ഉണ്ടല്ലോ, ഈ അഡ്ജസൻറ്റ് സൈലത്തിൽ നിന്ന് വാട്ടർ മോളിക്യൂൾ എങ്ങോട്ടേക്ക് ഓസ്മോസിസ് വഴി വരും? ദിസ് സീവ് ട്യൂബിലേക്ക് വരും. ഇപ്പൊ എന്താ അവിടെ സംഭവിച്ചത്? അവിടെ സീവ് ട്യൂബിൽ സുക്രോസും ഉണ്ട്, വെള്ളമുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ വാട്ടർ പൊട്ടൻഷ്യൽ ഇൻക്രീസ് ആവുകയാണ്. സോ വാട്ടർ പൊട്ടൻഷ്യൽ കൂടിയ ഭാഗത്ത് നിന്ന് സിങ്കിലേക്ക്. സോ വാട്ട് ഈസ് സിങ്ക്? ഇതാണ് സോഴ്സ്. എവിടേക്കാണോ പോകേണ്ടത് അതാണ് സിങ്ക്. അപ്പം ഇവിടെ വെള്ളവും സുക്രോസും ഒക്കെ ഉള്ളതുകൊണ്ട് വാട്ടർ പൊട്ടൻഷ്യൽ കൂടി, വെള്ളം അങ്ങോട്ടേക്ക് ലോഡ് ചെയ്തില്ലേ. അപ്പം എവിടെയാണോ വാട്ടർ പൊട്ടൻഷ്യൽ കുറവുള്ളത് അവിടേക്ക് ഇവരങ്ങ് മൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദിസ്, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് വന്ന് സോഴ്സിലേക്ക്, സിങ്കിലേക്ക് എത്തി. സിങ്കിൽ വെച്ച് എന്താ സംഭവിക്കുക? ദിസ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴി എഗെയിൻ നമ്മുടെ സുക്രോസ് തിരിച്ച് കമ്പാനിയൻ സെല്ലിലേക്കും അവിടുന്ന് ഏത് സെല്ലിലേക്കാണ് പോകേണ്ടത് അങ്ങോട്ടേക്ക് പോകും. ബാക്കിയുള്ള വെള്ളം എങ്ങോട്ടേക്ക് ഡിഫ്യൂസ് ചെയ്യും? വെള്ളം എല്ലാം അങ്ങോട്ടേക്ക് തന്നെ ഡിഫ്യൂസ് ചെയ്യും, നമ്മുടെ സൈലത്തിലേക്ക് തന്നെ ഡിഫ്യൂസ് ചെയ്ത് പോകും. കണ്ടോ, ഇതാണ് മാസ് ഫ്ലോ ഹൈപ്പോത്തിസിസ് എന്ന് പറയുമ്പോൾ. ബൈ ക്രിയേറ്റിംഗ് എ വാട്ടർ പൊട്ടൻഷ്യൽ ഇൻസൈഡ് ദ സീവ് ട്യൂബിനകത്ത് ഒരു വാട്ടർ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്ത് പതിയെ എന്താ സംഭവിച്ചത്? അത് സുക്രോസും വെള്ളം ഒരുമിച്ച് അങ്ങ് പോയി സിങ്കിലേക്ക്. അവിടുന്ന് ആദ്യം നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ സുക്രോസിനെ എടുത്തു, അതോടെ ബാക്കി വെള്ളം ഉണ്ടല്ലോ അത് എങ്ങോട്ടേക്ക് പോവുകയാണ്? നമ്മുടെ H2O തിരികെ സൈലത്തിലേക്ക് കയറി. അപ്പോൾ എന്താ സംഭവിച്ചത്? മാസീവായിട്ടുള്ള ഫ്ലോ ആണല്ലേ. പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് നമ്മൾ ഇതിനെ പറയുക. പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ് എന്ന് പറയാം, മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് എന്നും പറയാം. സോ ഫ്ലോ ആൻഡ് ട്രാൻസ്പോർട്ട് നമുക്കത് മനസ്സിലായി. ലാസ്റ്റ്, ഓസ്മോസിസ്. സോ വാട്ട് ഈസ് ദിസ്? ഓസ്മോസിസ് സ്റ്റാൻഡ്സ് ഫോർ അഗെയിൻ ഓസ്മോസിസ്, നോട്ട് ഫ്ലോ ആൻഡ് ട്രാൻസ്പോർട്ട്. ഓസ്മോസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് യുവർ സെമി പെർമിയബിൾ മെംബ്രെയിൻ. So osmosis is only applied for water molecule അല്ലേ. This movement of water molecule from higher water concentration to lower അല്ലേ. വാട്ടർ കോൺസെൻട്രേഷൻ എവിടെയാണോ ഹയർ ആയിരിക്കുന്നത് അവിടെ നിന്ന് ലോവർ ആയിട്ടുള്ള ഇടത്തേക്ക് വാട്ടർ മൂവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ് ത്രൂ എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഒരു സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ മൂവ് ചെയ്യുന്ന പരിപാടിക്ക് നമ്മൾ വിളിക്കുന്ന പേരാണ് ഓസ്മോസിസ്. സോ നമുക്ക് അപ്പോപ്ലാസ്റ്റ്, സ്റ്റൊമാറ്റ, then transpiration, not apoplast cell wall, then transpiration, you have the stomata, then osmosis, semi-permeable membrane, and finally mass flow hypothesis, that is phloem transport. So this is the answer for അപ്പോൾ ഈ match the following ചെയ്തതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. So next we move on to the transpiration has more than one purpose in plants. Write any one purpose of the transpiration in plants and list any two factors that affect this process. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിറേഷന് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ട്രാൻസ്പിറേഷനെ നമുക്ക് എഫക്റ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് സ്റ്റൊമാറ്റ എഫക്റ്റ് ചെയ്യാം. സ്റ്റൊമാറ്റയുടെ കാര്യങ്ങൾ, സ്റ്റൊമാറ്റയുടെ എണ്ണം എത്ര ഉണ്ടെന്നനുസരിച്ച് ട്രാൻസ്പിറേഷൻ എഫക്റ്റ് ചെയ്യാൻ സാധിക്കും. വാട്ടർ കോൺസെൻട്രേഷൻ, ടെമ്പറേച്ചർ, അതൊക്കെ ട്രാൻസ്പിറേഷൻ എഫക്റ്റ് ചെയ്യുന്ന പ്രോസസ്സുകൾ. എത്രത്തോളം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഉണ്ട് അതൊക്കെ ട്രാൻസ്പിറേഷൻ എഫക്റ്റ് ചെയ്യാം. സോ നമുക്ക് നോക്കാനുള്ളത് റൈറ്റ് എനി വൺ പർപ്പസ്. അപ്പോൾ വണ്ണല്ല, നമുക്ക് എല്ലാ പർപ്പസും ആദ്യം നോക്കാം. എന്താ ട്രാൻസ്പിറേഷൻ്റെ പർപ്പസുകൾ എന്ന് പറയുന്നത്? ട്രാൻസ്പിറേഷനെ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാ? ഇറ്റ് ക്രിയേറ്റ് വാട്ട്? ട്രാൻസ്പിറേഷണൽ പുൾ എന്നാണ് പറഞ്ഞത്. ട്രാൻസ്പിറേഷണൽ പുൾ. എന്താ ഈ ട്രാൻസ്പിറേഷണൽ പുൾ? നമുക്ക് ലീഫിലേക്ക് വെള്ളം അബ്സോർബ് ചെയ്തെടുക്കണം. സ്വാഭാവികമായും അവിടെയുള്ള ലീവ്സിലെല്ലാം വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളം പുറത്തേക്ക് കളയണം. അപ്പോൾ നമ്മൾ വിചാരിക്കും ആ വലിച്ചെടുത്ത വെള്ളത്തെ അങ്ങ് യൂട്ടിലൈസ് ചെയ്താൽ പോരെ, എന്തിനാ ഉള്ള വെള്ളം കളയുന്നത് എന്ന് നമുക്ക് ചോദിച്ചേക്കാം. പക്ഷെ അങ്ങനെയല്ല.
പുതിയ വെള്ളം എടുക്കുമ്പോഴാണ് അതിനിപ്പോൾ നമുക്ക് മിനറൽസ് കിട്ടുക. അപ്പോൾ നമുക്ക് പുതിയതായി വെള്ളം എടുത്തുകൊണ്ടേയിരിക്കണം അല്ലേ, പുതിയ വെള്ളം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഉള്ള വെള്ളം പുറത്തേക്ക് പോവുകയാണ്. ഇപ്പോൾ ട്രാൻസ്പിറേഷൻ പുള്ളെന്ന് വെച്ചാൽ അങ്ങനെ വെള്ളം പുറത്ത് പോകുമ്പോൾ അവിടെ ഒരു എം ടി സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയല്ലേ, ആ എം ടി സ്പേസിലേക്ക് പുതിയ വാട്ടർ കയറി വരാനുള്ള ടെൻഡൻസി കാണിക്കും. Then next, it transports minerals or supply what? Minerals. മിനറൽസിൻ്റെ സപ്ലൈ ആണ് അടുത്തത്. ഓക്കെ, ദെൻ അടുത്തത് എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ നടക്കുന്നുണ്ടുള്ള അടുത്തൊരു ഗുണം, ലീഫ് സർഫസ് കൂൾ ചെയ്യാൻ സഹായിക്കും. കൂളിംഗ് ഓഫ് ലീഫ് സർഫസ് ആണ്. ലീഫ് സർഫസ് കൂൾ ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇതൊരു വലിയ ഗുണമാണ്. പിന്നെ ഫോട്ടോസിന്തസിന് ആവശ്യമായ വെള്ളം എത്തിച്ചു കൊടുക്കണം. അടുത്തത് നമുക്ക് ലീഫ് സർഫസ് കൂൾ ചെയ്യാന്ന് മാത്രമല്ല, ഇതിൻ്റെ മെയിൻ്റനൻസ് ഓഫ് ഷേപ്പാണ്. മെയിൻ്റനൻസ് ഓഫ് ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലീഫ്, കാരണം വെള്ളം എല്ലായിടത്തേക്ക് എത്തുമ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് ലീഫിൻ്റെ അത് ടേജ്ഡ് ആയി മാറുക ലീഫ്, അല്ലെങ്കിൽ ഒക്കെ ലീഫ് എല്ലാം ചുരുങ്ങി അതിൻ്റെ ഷേപ്പ് അങ്ങ് നഷ്ടപ്പെടില്ല. അപ്പോൾ മെയിൻ്റനൻസ് ഓഫ് ഷേപ്പ് ഉണ്ട്. ദെൻ നെക്സ്റ്റ്, സപ്ലൈ വാട്ടർ ഫോർ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിന് ആവശ്യമായ വാട്ടർ കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ട്രാൻസ്പിറേഷൻ്റെ ഉപയോഗങ്ങളാണ്. ട്രാൻസ്പിറേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഇത്രയും ഗുണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ് ട്രാൻസ്പിറേഷൻ്റെ 1-2 ഗുണങ്ങൾ നമ്മളോട് നേരിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഓർത്ത് വയ്ക്കുക ഇത്രയും കാര്യങ്ങൾ. ആൻഡ് നൗ വി മൂവ് ഓൺ ടു the movement of water through root layer is ultimately symplastic in the endodermis. Give a reason എന്നാ ചോദിച്ചത്. ഓക്കെ, അപ്പം എൻഡോഡെർമിസിൽ എത്തുന്ന സമയത്ത്, that is movement of water through the root layers, ultimately symplastic in endodermis. And my dear friends, what is this endodermis? First, എന്താ endodermis? നമ്മുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ റൂട്ടിൻ്റെ എപ്പിഡെർമിസ് ആയി കാണുന്നത് അതിൻ്റെ എൻഡോഡെർമിസ് ആണിത്. That is the cortex. Innermost layer of this cortex is called as the endodermis. So endodermis, a barrel shaped endodermis ആണ്. This barrel shaped endodermis, what? Barrel shaped endodermis consists of both radially as well as tangentially. You can observe, നമുക്ക് റേഡിയലിയും ടാൻജൻഷ്യലിയും ഒരു മെറ്റീരിയൽ, വാക്സി മെറ്റീരിയൽ you can observe. Which is that waxy material? That is your suberin. So this is the suberin. Suberin coating ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് suberin coating വരുമ്പോൾ നമ്മൾ അതിനെ ഒരു പേര് വിളിക്കുന്നുണ്ട്. എന്താ അതിൻ്റെ പേര്? So that continuous suberin coating is referred as what? അതിൻ്റെ പേരാണ് കാസ്പേറിയൻ തിക്കനിങ് അല്ലെങ്കിൽ കാസ്പേറിയൻ സ്ട്രിപ്സ് എന്ന് പറയും. അപ്പം ഈ കാസ്പേറിയൻ തിക്കനിങ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ബാക്കിയുള്ള കുറേ സെല്ലുകൾ ഉണ്ടല്ലോ. യെസ്, ഹിയർ യു ക്യാൻ ഒബ്സർവ് അനദർ സെൽ. കോർട്ടെക്സിലെ പാരൻകൈമയുടെ സെൽസ് ആണ്. അത് കഴിഞ്ഞ് ഏറ്റവും പുറമെ എപ്പിഡെർമൽ സെൽസ് കാണാം. എപ്പിഡെർമൽ സെൽസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിലൂടെ വെള്ളം ആദ്യമൊക്കെ ഏത് മൂവ്മെൻറ്റാണ് കാണിക്കുക? അപ്പോൾ പ്ലാസ്റ്റിക് മൂവ്മെൻറ്റ് കാണിക്കും. പക്ഷേ എൻഡോഡെർമിസിലെ ഈ വാക്സി കോട്ടിങ് നമ്മുടെ ഇതുള്ളത് കൊണ്ട്, എന്താ നമ്മുടെ സ്യൂബറിനുള്ളത് കൊണ്ട് അത് ക്രോസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വലിയ റിസ്ക് ആണെന്നാണ് പറഞ്ഞത്. അത് ക്രോസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ വലിയ റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് എത്തുമ്പോൾ സെല്ല് ക്രോസ് ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. സോ സിംപ്ലാസ്റ്റ് പാത്വേ ഇസ് റിക്വയർഡ്. സോ ഇൻസൈഡ് ദി സിംപ്ലാസ്റ്റ് പാത്വേ ഇസ് റിക്വയർഡ് ടു ക്രോസ് ദ സെൽ. ഓക്കെ, സോ ദിസ് ഈസ് ആൻസർ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് നൗ വി മൂവ് ടു ദ, സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദാറ്റ് ഈസ് മിനറൽ ന്യൂട്രീഷനിൽ ഏതാനും ക്വസ്റ്റ്യൻസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ നൈട്രോജനേസ് എൻസൈം ആൻഡ് ലെഗ് ഹീമോഗ്ലോബിൻ are two important compounds related to nitrogen fixation in plants. Mention the function of each. But nitrogenase enzyme, നമുക്ക് atmospheric nitrogene, that is NH3 ആക്കി മാറ്റാൻ നമുക്ക് nitrogenase enzyme വളരെ അത്യാവശ്യമാണ്. ഓക്കെ, that is nitrogen fixation. നമുക്ക് atmospheric nitrogen ഒരിക്കലും നേരിട്ട് പ്ലാന്റ്സിന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അതുകൊണ്ട് നമുക്കതിനെ കൺവേർട്ട് ചെയ്ത് അതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാക്കി മാറ്റണം നൈട്രോജനേസ് എൻസൈംസ്.
വളരെ നിർബന്ധമാണ്. നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് ടു ബി യുവർ ലെഗ് ഹീമോഗ്ലോബിൻ. സോ നൈട്രോജനേസ് എൻസൈം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യാതിരിക്കാൻ ഓക്സിജൻ സ്കാവഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ ദിസ് നൈട്രോജനേസ് എൻസൈം that is like hemoglobin, that is pink colored pigment which act as the oxygen scavenger. അതുകൊണ്ട് നൈട്രോജനേസ് എൻസൈം ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യില്ല. ഓക്കെ, സോ ദിസ് ദ ആൻസർ. അപ്പോൾ നമുക്ക് നൈട്രോജനേസ് എൻസൈമിൻ്റെയും ലൈക്ക് ഹീമോഗ്ലോബിൻ്റെയും ഫംഗ്ഷൻ നേരിട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എഴുതാൻ സാധിക്കണം. ആൻഡ് നൗ വി മൂവ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് macronutrients and micronutrients are found to be absolutely essential for plant growth and metabolism. Name two macronutrients. അപ്പോൾ ഇവിടെ ഒരു കാര്യം, മാക്രോന്യൂട്രിയൻസ് എന്താണ്, മൈക്രോന്യൂട്രിയൻസ് എന്താണെന്ന് അറിയണം. അപ്പോൾ മാക്രോന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ പ്ലാന്റ്സിന് ഒരുപാട് അളവിൽ ആവശ്യമുള്ളതാണ് അല്ലേ. മൈക്രോന്യൂട്രിയൻസ് അതർവൈസ് ട്രേസ് എലമെന്റ്സ് എന്ന് പറയുന്നത് വളരെ ലിറ്റിൽ എമൗണ്ടിൽ ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നെയിം എനി ടു മാക്രോന്യൂട്രിയൻസ് എന്നുള്ളതാണ്. അപ്പോൾ ടു അല്ല, നമുക്ക് ഒരുപാടുണ്ട്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഓക്കെ, അപ്പം ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. യെസ്, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, ദെൻ നൈട്രജൻ, ഫോസ്ഫറസ്, ദെൻ പൊട്ടാഷ്യം, ദെൻ യുവർ സൾഫർ, കാൽഷ്യം, മാഗ്നീഷ്യം, ഇതെല്ലാം മൈക്രോന്യൂട്രിയൻസിൻ്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ രണ്ടെണ്ണം മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും എഴുതാൻ സാധിക്കും അല്ലേ. മാക്രോന്യൂട്രിയൻസും മൈക്രോന്യൂട്രിയൻസും നമുക്ക് അറിയണം. Okay, so now we move to the next question, that is carotenoids are responsible for the pink color of root nodule in pea plant. Correct this false statement. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ്, നമുക്ക് carotenoids are responsible for the pink color of root nodule in pea plant. Correct this false statement. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു which is the one that act as the pink color root nodules ne pink color kodukkunna not carotenoids. It is said to be a leg hemoglobin, not the carotenoids. Okay, appo leg hemoglobin are responsible for the pink color of a root nodule in pea plant. Angane namukku ezhudanam. So this pigment present in root nodule is called oxygen scavenger. Justify. So this നമ്മുടെ എൻസൈമിനെ ആക്ട് ചെയ്യണമെങ്കിൽ, നൈട്രോജനേസ് എൻസൈമിനെ ആക്ട് ചെയ്യണമെങ്കിൽ ഓക്സിജൻ്റെ അവിടെ പ്രസൻസ് പാടില്ല. അതുകൊണ്ട് ഓക്സിജനെ കമ്പൈൻ ചെയ്യാതിരിക്കാൻ ഓക്സിജൻ സ്കാവഞ്ചർ ആയിട്ട് പ്രവർത്തിക്കുന്നത് ദിസ് ലെഗ് ഹീമോഗ്ലോബിൻ ആണ്. സോ ദിസ് ഈസ് ആൻസർ ഫോർ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് നൗ വി മൂവ് ഓൺ ടു ദിസ് deficiency symptoms of the macro elements like calcium tend to appear first in young tissues. Why? ഇപ്പോൾ ഡെഫിഷ്യൻസി സിംറ്റംസ് ഉണ്ട്, ടോക്സിസിറ്റി ഡിസീസസ് ഉണ്ട്. അതെന്താ ഡെഫിഷ്യൻസി സിംറ്റംസ് എന്ന് പറയുന്നത്? മൈക്രോന്യൂട്രിയൻസ് നമുക്ക് കുറഞ്ഞ അളവിലാണ് വേണ്ടത്. അതിൻ്റെ അളവ് കൂടിയാൽ അത് ടോക്സിസിറ്റി ആയി മാറാം. അതുപോലെ മാക്രോന്യൂട്രിയൻസ് നമുക്ക് വലിയ അളവിൽ വേണം, അപ്പോൾ അത് കുറഞ്ഞാലും പ്രശ്നമാണ്, അത് ഡെഫിഷ്യൻസി സിംറ്റം കാണിക്കും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് കാൽഷ്യത്തിൻ്റെ എല്ലാം ഡെഫിഷ്യൻസി സിംറ്റം കാണുന്നത് എവിടെ? യങ് ടിഷ്യൂസിൽ, യങ്കർ പാർട്സിലാണ് ധാരാളമായി കാണുക. ബിക്കോസ് വാട്ട്? ഇറ്റ് ഈസ് ഇമ്മൊബൈൽ ആയിട്ടാണ് നമുക്ക് ഇമ്മൊബൈൽ എലമെന്റ് ആണ് ഇത് കാൽഷ്യം ഒക്കെ. അപ്പൊ കാൽഷ്യം ഒക്കെ ഇമ്മൊബൈൽ ആവുന്നതുകൊണ്ട് അത് പെട്ടെന്ന് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മുടെ ഈ ഒരു യങ്കർ പാർട്സിലേക്ക് മൂവ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ ഡെഫിഷ്യൻസി സിംറ്റമും സ്റ്റണ്ടഡ് ഗ്രോത്തും ഒക്കെ കാണിക്കാനുള്ള സാധ്യത വളരെ അധികമാണ് ദാൻ ദി ഓൾഡർ പാർട്സ്. അപ്പോൾ അവിടേക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാനൊക്കെ അവിടെ ഉണ്ടല്ലോ. നമുക്ക് യങ്കർ പാർട്സിലേക്ക് പെട്ടെന്ന് മൂവ് ചെയ്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അവിടെ നമ്മുടെ ഏത് കാണിക്കുകയാണ്? ഡെഫിഷ്യൻസി സിംറ്റംസ് ധാരാളമായി പെട്ടെന്ന് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. സോ even though more than 60 elements are found in different plants, all are not essential. Write any two criteria for the essentiality of an element. അപ്പോൾ നമുക്ക് എസെൻഷ്യൽ എലമെന്റ്സ് ആകാനുള്ള ക്രൈറ്റീരിയകളുണ്ട്. we have some criteria for essential elements. അപ്പോൾ എന്താ എസെൻഷ്യൽ എലമെന്റ്സിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്? അബ്സല്യൂട്ട്ലി നെസസറി ആയിരിക്കണം. അബ്സല്യൂട്ട്ലി നെസസറി, അതായത് വളരെ നിർബന്ധമായും ഈ ഒരു പ്രോസസ്സ് നടന്നിരിക്കണം. അതില്ലാതെ ആ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അതെന്തായിരിക്കും? എസെൻഷ്യൽ എലമെന്റ് ആണ്. അബ്സല്യൂട്ട്ലി നെസസറി, അതില്ലാതെ ആ പ്രോസസ്സ് നടക്കില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എലമെന്റ് ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് വിളിക്കാം? അങ്ങനെയുള്ള എലമെന്റ് ആണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? അതൊരു എസെൻഷ്യൽ എലമെന്റ് ആണ്. 2, cannot be replaced by other element. വേറെ ആൾക്ക് അതിന്റെ ഫംഗ്ഷനെ റീപ്ലേസ് ചെയ്യാൻ
സാധിക്കില്ല. നെക്സ്റ്റ് മൂന്നാമതായി എന്ന് പറയുന്നത് അപ്പോൾ അബ്സല്യൂട്ട്ലി നെസസറി ആയിരിക്കണം, cannot be replaced, then directly take part in the metabolic activities. Directly take part in metabolism. പ്ലാന്റിന്റെ മെറ്റാബോളിസത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതായിരിക്കണം ഇത്. അപ്പോൾ ഈ രണ്ടെണ്ണം നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ നമ്മൾ 3 പറഞ്ഞിട്ടുണ്ട്. സോ ഈ 3 കാര്യങ്ങളാകുമ്പോഴാണ് നമുക്കതൊരു എസെൻഷ്യൽ എലമെന്റ് ആണെന്ന് പറയാൻ സാധിക്കുക. And now we move on to the next. About 16 elements are found to be needed for the normal growth and development in plants. Mention the 3 important criteria for the essentiality of an element and the metallic element forming the structural component of chlorophyll molecule. അപ്പം ഇവിടെ ചോദിച്ചിട്ടുണ്ട് 16 elements are found to be needed for the normal growth and development. Mention the 3 important criteria. Already നമ്മൾ ആ 3 important criteria പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നമുക്ക് metallic element forming the structural component of chlorophyll molecule. So which is the one? That is your magnesium. അപ്പോൾ നമുക്ക് ക്ലോറോഫിലിൻ്റെ സെൻട്രൽ ഏതുണ്ട്? മെഗ്നീഷ്യം ഉണ്ട് അല്ലേ? സോ ക്ലോറോഫിലിൻ്റെ സ്ട്രക്ചറൽ ഏറ്റവും നടുക്കിൽ വരുന്നത് ആരാണ്? നമ്മുടെ മെഗ്നീഷ്യമാണ്. അപ്പോൾ 3 എസെൻഷ്യൽ ആയിട്ടുള്ള ക്രൈറ്റീരിയകൾ, ഒരു എസെൻഷ്യൽ എലമെന്റിന് വേണ്ട ക്രൈറ്റീരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ദെൻ മെഗ്നീഷ്യം, സ്ട്രക്ചറൽ കോമ്പണന്റ് ഓഫ് ക്ലോറോഫിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഗ്നീഷ്യമാണ്. ആൻഡ് നൗ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The root nodules of leguminous plants contain 2 necessary biochemical compounds for nitrogen fixation. Identify these compounds, that is your nitrogenase enzyme and hemoglobin. So nitrogenase enzyme ആണ് കൺവേർട്ട് ചെയ്യുന്നത്, അതുപോലെ ഓക്സിജൻ സ്കാവഞ്ചർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ദാറ്റ് ഈസ് യുവർ ലെഗ് ഹീമോഗ്ലോബിൻ. സോ ഇതാണ് നമുക്ക് നേരിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ ഇത്രയുമാണ് നമുക്ക് നമ്മുടെ 3 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ദാറ്റ് ഈസ് യുവർ ഫോട്ടോസിന്തസിസ് ഇൻ ഹയർ പ്ലാന്റ്സ്, ദെൻ മിനറൽ ന്യൂട്രീഷൻ ആൻഡ് ട്രാൻസ്പോർട്ട് ഇൻ ഹയർ പ്ലാന്റ്സ്. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഫോട്ടോസിന്തസിലെ ആദ്യത്തെ ഭാഗങ്ങൾ കുറച്ച് മാച്ച് ദ ഫോളോയിങ്, അതുപോലെ ഡയഗ്രാം, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഡയഗ്രാം, അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആൻഡ് നോൺ സൈക്ലിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട്, ദെൻ അതിൽ വരുന്ന കെമിയോസ്മോസിസ്, ദെൻ ഡാർക്ക് റിയാക്ഷൻ്റെ സ്റ്റെപ്സ്, സയൻറ്റിസ്റ്റ്, ദെൻ ലാസ്റ്റ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫോട്ടോസിന്തസിസ്. ട്രാൻസ്പോർട്ടിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ട് ആണ് ഫസ്റ്റ് അപ്പീൽ നമ്മുടെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, അതുപോലെ ഓസ്മോസിസ്, ദെൻ ഡിഫ്യൂഷൻ്റെ ടൈപ്സ് എല്ലാം. പിന്നെ അതിനുശേഷം ട്രാൻസ്പോർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് സൈലത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസം, ഫ്ലോയത്തിലൂടെയുള്ള ട്രാൻസ്പോർട്ട് മെക്കാനിസം, മിനറലിൻ്റെ ട്രാൻസ്പോർട്ട്. ദെൻ മിനറൽ ന്യൂട്രീഷനിൽ മൈക്രോ ന്യൂട്രിയൻസിൻ്റെ ഫംഗ്ഷൻ, മാക്രോ ന്യൂട്രിയൻസിൻ്റെ ഫംഗ്ഷൻ നിർബന്ധമായി നോക്കുക. ദെൻ ക്രൈറ്റീരിയ ഫോർ എസെൻഷ്യാലിറ്റി, ദെൻ ടോക്സിസിറ്റി, അതിൻ്റെ ഡിസോർഡേഴ്സ് വരുന്നത്, ഡെഫിഷ്യൻസി സിംറ്റം വരുന്നത്, ലാസ്റ്റ് നൈട്രോജൻ ഫിക്സേഷൻ. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് നോക്കുക. സോ ഷാൽ വി വൈൻഡ് അപ്പ് ടുഡേസ് ക്ലാസ്, മൈ ഡിയർ ഫ്രണ്ട്സ്? ഓക്കെ, താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ, നേടാനുള്ള മാർഗങ്ങൾ, പ്രമുഖരുടെ ഇന്റർവ്യൂകൾ, ക്യാമ്പസ് യാത്രകൾ, SSLC +1 +2 നീറ്റ് ജെഇ ലൈവ് ക്ലാസുകൾ, പുതിയ ഒട്ടേറെ വ്യത്യസ്ത വീഡിയോകൾ ഉടൻ വരുന്നു. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇപ്പോൾ റേസിന്റെ യൂട്യൂബ് ചാനലിൽ നീറ്റ് ജെഇ നേടിയവരുടെ അനുഭവ കഥകൾ,